Good morning, everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian, and welcome to the Hindi editorial analysis of 12th August 2022. ഇന്ന് നമ്മൾ ഒരുപാട് ലേറ്റ് ആയല്ലേ? ഇന്ന് സോറി കേട്ടോ, ഒരുപാട് വേർഡ്സ് ഉണ്ട്. അതൊരു ന്യായമല്ല, എനിക്കറിയാം. രാവിലെ നേരത്തെ എണീറ്റായി. ഇന്ന് ഞാൻ സാധാരണ ദിവസത്തെക്കാളും ഭയങ്കര നേരത്തെ എണീറ്റാണ്. പക്ഷെ എന്നാൽ പോലും ഇന്ന് എന്നെ കൊണ്ട് അത് കൂടിയില്ല. മാതിരി വേർഡ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് വേർഡ്സ് ഉണ്ട്, ഒരുപാട് ഫ്രേസൽ വേർബ്സ് ഉണ്ട്, ഒരുപാട് വൺ വേർഡ്സ് ഉണ്ട്. അപ്പോൾ രണ്ട് ആർട്ടിക്കിളും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിളാണ്. ഏത് ആർട്ടിക്കിൾ എടുക്കണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു രാവിലെ. അങ്ങനെ കുറച്ച് ഇതൊക്കെയായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. താമസിപ്പിക്കേണ്ട, നമുക്ക് തുടങ്ങാം. പിള്ളേരെ തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ കോട്ട് ഇതാണ്: ഓപ്പർച്യൂണിറ്റീസ് ആർ നെവർ ലോസ്റ്റ്, ദേ ആർ ഓൾവേസ് ടേക്കൺ ബൈ പീപ്പിൾ ഹു ആർ റെഡി. നമുക്ക് എപ്പോഴും നമ്മൾ പറയും, അയ്യോ എൻ്റെ അവസരം നഷ്ടപ്പെട്ടടാ, ഇവിടെ എനിക്ക് കിട്ടണത് പക്ഷെ അത് നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇറ്റ്സ് നോട്ട് ലോസ്റ്റ്. എന്തുകൊണ്ടാണ്? അതൊരിക്കലും വെറുതെ നഷ്ടപ്പെട്ട് ആരുമില്ലാതെ പോകുന്നില്ല. ആളൊഴിഞ്ഞ കസേരയായിട്ട് ഒരിക്കലും പോകില്ല ഓപ്പർച്യൂണിറ്റീസ്. കാരണം എന്താ? നിങ്ങളെക്കാളും ബെറ്റർ പ്രിപ്പയർഡ് ആയിരിക്കുന്ന, നിങ്ങളെക്കാളും ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും ആ ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇഫ് യു ആർ റെഡി, ഓർ ഇഫ് അനദർ പേഴ്സൺ ഇസ് റെഡി, ദാറ്റ് പേഴ്സൺ കുഡ് ടേക്ക് ഇറ്റ് അവേ ഫ്രം യു. അത് നിങ്ങളിൽ നിന്ന് എടുക്കുക. Because they are more suitable, they are more opposite for that. അല്ലെ, ആപ്പോസിറ്റ്. അവരാണ് കൂടുതൽ സൂട്ടബിൾ ആയിരിക്കുക. കാരണം അവർക്കാണ് കൂടുതൽ റെഡി ആയിരിക്കുക. ദേ ആർ സോ റെഡി. അപ്പോൾ ചാൻസ് വരുമ്പോൾ ചാടിക്കയറി പിടിക്കാൻ, ഗ്രാബ് ഇറ്റ് അല്ലേ. സോ ഫോർ ദ സീസിങ് ദ ഓപ്പർച്യൂണിറ്റി ദേ ആർ റെഡി എങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഗെറ്റ് ഇറ്റ് അല്ലേ. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും നഷ്ടമാവുന്നില്ല. അത് വേറൊരാളുടെ കയ്യിലുണ്ടാവും. ആ വേറെ ആൾ ഈസ് ബെറ്റർ പ്രിപ്പയർഡ് ദാൻ യു. അതുകൊണ്ടാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ അപ്പോൾ ഓർക്കാം, നമ്മുടെ പ്രിപ്പറേഷൻ ലെവൽ സെറ്റാണോ ഇല്ലയോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എ കോട്ട് ഫോർ യു ടുഡേ, ആൻഡ് ദാറ്റ് ഈസ് യുവർ തോട്ട് ഫോർ യു ടുഡേ. അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന Adda247 മലയാളം ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓൾ ഇൻ വൺ ചാനലാണ്. SSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ബാങ്ക് എക്സാംസ്, KS ഉണ്ടോ, അതുപോലെ നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാംസ്, ഡിഗ്രി പ്രിലിംസ്, അതുപോലെ 10th ലെവൽ മെയിൻസ്, അതുപോലെ ദേവസ്വം ബോർഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, സുപ്രീം കോടതി ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, ഹൈക്കോടതിന് വേണ്ടി നിങ്ങൾ തയ്യാറാക്കാൻ പോകുന്നതാണോ, എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മോട്ടിവേഷണൽ വീഡിയോസ്, ക്ലാസ്സുകൾ, ഓരോന്നിൻ്റെയും ക്ലാസ്സുകൾ, PYQ സെഷൻസ്, എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഉണ്ട്. അതുപോലെ തന്നെ ഫോം ഫില്ല് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ മിസ് ഔട്ട് ആവാതെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടാറുണ്ട്. സോ ദാറ്റ് ഈസ് മേജർ പ്രൊപ്പോസിഷൻ ദാറ്റ് ഐ പുട്ട് ഫോർവേഡ്. അതുകൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. കാരണം എപ്പോഴും കണക്റ്റഡ് ആയിരിക്കാം. എപ്പോഴും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, ക്വിസസ് ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒന്ന് അനലൈസ് ചെയ്യാം, സെൽഫ് അനാലിസിസ് ചെയ്യാം. എൻ്റെ പഠനമൊക്കെ സെറ്റാണോ, ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യാൻ പറ്റും. കൂടാതെ കറണ്ട് അഫയേഴ്സ് ബുള്ളറ്റിൻ പോയിന്റ്സ് ആയിട്ട് കിട്ടും, എക്സാം നോട്ടിഫിക്കേഷൻസ് കിട്ടും, അതുപോലെ ജോബ് അലേർട്ട്സ് ഒന്നും വിട്ടുപോകാതിരിക്കാൻ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ബി കണക്റ്റഡ് എവറി ടൈം. നമ്മുടെ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്തിരിക്കുക, അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടട്ടെ. KPSC ഷോർട്ട് സെലക്ഷൻ ഒരു ടെലിഗ്രാം ചാനൽ, ആൻഡ് Adda247 കേരള സെൻട്രൽ എക്സാംസ്. അതാണ് നമ്മുടെ 2 ടെലിഗ്രാം ചാനൽ. ബി വിത്ത് us ആൻഡ് ബി കണക്റ്റഡ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇന്ന് 12-ാം തീയതി, ഓഗസ്റ്റ് 12-ാം തീയതി രണ്ടും നല്ല ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിളാണ്. ഞാൻ ഓൾറെഡി 12 minutes ലേറ്റ് ആണ്. അതുകൊണ്ട് ഞാനിന്ന് നമ്മുടെ കഥയും തമാശകളൊന്നും ഇല്ലെന്ന്, നമ്മൾ തമാശയില്ലെന്നല്ല, തമാശയ്ക്ക് വരുമായിരിക്കും ചിലപ്പോൾ. നമ്മുടെ റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഒരുപാട് ഞാൻ വലിച്ചു കിട്ടാൻ നമുക്ക് വേഗം തുടങ്ങാം. 8:30 തുടങ്ങേണ്ട സെഷനാണ്. അപ്പോൾ 8:42 ഞാൻ തുടങ്ങിയപ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും ഈ സെഷൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കും ഈ സെഷൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളുടെ മേഖലയിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു സെഷൻ നിങ്ങളെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യും. ദാറ്റ്സ് മൈ വേർഡ്, ട്രസ്റ്റ് മീ കേട്ടോ. ദാറ്റ്സ് മൈ വേർഡ്, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മുടെ UPSC എക്സാംസ് ആയിക്കോട്ടെ, കേരള PSC, KS, SSC, ESIC, ഇൻഷുറൻസ് എക്സാംസ്, ബാങ്കിങ് എക്സാംസ്, എല്ലാ എക്സാംസും, ഇപ്പോൾ ദേവസ്വം ബോർഡ് ആണെങ്കിലും സുപ്രീം കോടതി അസിസ്റ്റന്റ് ആണെങ്കിലും കോർട്ട് എക്സാംസ്, എല്ലാ എക്സാംസും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഈ ഒരു സെഷൻ ഉണ്ടാവും. അതുകൂടാതെ ജനറൽ അവയർനെസ് വർദ്ധിപ്പിക്കാൻ എന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കുറേ സെൻട്രൽ പോയിന്റ്സ് ഉണ്ട്, സെൻട്രൽ കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി പോയിന്റ്സ് നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാം. യു വിൽ ബി ഓൾവേസ് വിജിലൻറ്റ്. എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളൊരു കോൺഷ്യസ്നെസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അല്ലേ, ഇത് ഈ സെഷന് വേണ്ടി എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, ജനറൽ അവയർനെസ് കിട്ടുക, നിങ്ങളുടെ വൊക്കാബുലറി എൻറിച്ച് ചെയ്യുക അല്ലേ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് റീബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് എബിലിറ്റി, കോംപ്രിഹെൻഷൻ സ്കിൽസ് ഉറപ്പായിട്ട് വർദ്ധിപ്പിക്കും ഈ ഒരു സെഷൻ കൊണ്ട്. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഇംഗ്ലീഷ് ബെറ്റർ ആവും. ആൻഡ് വിൽ ബി വെൽ വേഴ്സ്ഡ് ഇൻ സ്പീക്കിംഗ് വിത്ത് സമ്മൺ അല്ലേ. നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ ഭയങ്കര നമ്മൾ പോലും ഫീൽ ചെയ്തൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് അണ്ടർസ്റ്റാൻഡ് കണ്ടിന്യൂ ചെയ്തെന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്പീക്കിംഗ് എബിലിറ്റി, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണ്. ആൻഡ് ഒബ്വിയസ്ലി ആൻഡ് ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ്, നിങ്ങൾക്ക് റൈറ്റിംഗ് എബിലിറ്റി, നിങ്ങളുടെ ഫോർമൽ റൈറ്റിംഗ് സെറ്റാക്കി എടുക്കാൻ ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞാണ്, നമ്മുടെ 2 ആർട്ടിക്കിൾ വന്നിട്ടുള്ളതിൽ ഇന്ന് ഒരു ആർട്ടിക്കിൾ ഈസ് ഓൾ അബൌട്ട് ഫിനാൻസ് ആണ്.
അതെന്താ വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമ്മുടെ ടാക്സിൻ്റെ കൈകാര്യം ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ് ആണ്, അല്ലെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അതിന് സ്റ്റേറ്റിലേക്ക് കുറച്ച് ഡിസ്പോസൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് ടാക്സിൻ്റെ ഡെവല്യൂഷനെ പറ്റി അല്ലെങ്കിൽ ഡിസ്പോസൽ കുറച്ച് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഇന്നുണ്ട്. ക്രൂഷ്യൽ ആർട്ടിക്കിളാണ്. ബാങ്ക് എക്സാമിന് പഠിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ പാരജമ്പിൾസ് ആയിട്ട് അത് വരാം, റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിട്ട് അത് വരാം. അതുകൊണ്ട് ഞാൻ എന്തായാലും നിങ്ങൾക്കത് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ ടെലിഗ്രാം ചാനൽ ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു ടെലിഗ്രാം ചാനൽ PDF ആയിട്ട് ആർട്ടിക്കിളൂടെ ഇട്ട് തന്നേക്കാം കേട്ടോ. ഇന്ന് എന്തായാലും ആർട്ടിക്കിൾ ഇട്ട് തന്നേക്കാം, വായിച്ചു നോക്കുക. സിമ്പിൾ റീഡാണ്, പക്ഷേ വൊക്കാബുലറി ഒരുപാടുണ്ട്. അപ്പോൾ ഈ വൊക്കാബുലറി വെച്ച് കണക്ട് ചെയ്ത് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാണ് കേട്ടോ. ഡൗട്ട് ഉണ്ട്, യു ക്യാൻ ഓൾവേസ് കം ടു മീ, ഐ എം ഹിയർ. അത് മറക്കണ്ട. പിന്നെ ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, ഭീമ കൊറിഗൻ എന്ന് പറയുന്നൊരു കേസ് അറിയാമോ? ഈ കേസ് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയ ഒരു കേസാണ്. അപ്പോൾ ഈ കേസിനെ പറ്റി കുറച്ച് നാളായിട്ട് ഇപ്പോൾ സുപ്രീം കോർട്ട് അതിനെപ്പറ്റി ഇടപെടുന്ന കാര്യങ്ങളും ബെയിൽ നിരസിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു ആർട്ടിക്കിൾ. അപ്പോൾ സാധാരണ സുപ്രീം കോർട്ട് ബെയിൽ നിരസിക്കാറില്ല. അപ്പോൾ എന്തുകൊണ്ട് സുപ്രീം കോർട്ട് ബെയിൽ നിരസിക്കുന്നു, ബെയിൽ നിരസിക്കുന്നതിനെതിരാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളാണ്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വായിച്ചു വിടാം ഈ ആർട്ടിക്കിൾ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ആലോചിക്കും, സുപ്രീം കോർട്ടിലോട്ട് നമ്മുടെ ബഫർ സോൺ കേസും പോയിട്ടുണ്ട്, സുപ്രീം കോർട്ടിനെ സമീപിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത മിക്കവാറും ബഫർ സോൺ കേസ് ഇതായിരിക്കും. അപ്പോൾ എൻവയോൺമെന്റിനെ പറ്റി ഒരു ആർട്ടിക്കിൾ കൂടെ നമുക്കായി. അപ്പോൾ എന്നും അപ്ഡേറ്റഡ് ആയിരിക്കാം, നമുക്ക് ഒരുപാട് ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. മൈൽസ് ടു ഗോ ബിഫോർ വി സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ വി സ്ലീപ്പ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ്, ഇഡിയംസ് ഒക്കെയാണ്. എന്നിട്ട് നമുക്ക് മറ്റ് വേർഡ്സ്, സിനോണിംസ്, ആന്റണിംസ്, കൺഫ്യൂസിംഗ് വേർഡ്സ് ഒക്കെ നോക്കാം. എന്നിട്ട് ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. ആൻഡ് പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ സ്പോട്ട് ദ ക്വസ്റ്റൻ, ഇന്നത്തെ ഹോംവർക്ക് ആൻഡ് ഇന്നത്തെ ഹോംവർക്കും തരും. അപ്പോൾ ഭീമ കൊറിഗൻ കേസിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവർക്കും. ആദ്യം നിങ്ങളുടെ മെസ്സേജ് ഒക്കെ നോക്കട്ടെ. ഇപ്പോഴാണ് ഞാൻ എല്ലാവരുടെയും മെസ്സേജ് കാണുന്നത്. ഗുഡ് മോർണിംഗ് പീപ്പിൾ. രജന എന്താ പറഞ്ഞത്? മാം ഇൻസ്പയർ സിസ്റ്റർ ബിഫോർ ഇൻസ്പയർ ചെയ്യാൻ കൂടി ചെന്നാൽ മതി. വെളുപ്പാങ്കാലത്ത് കിടന്നുറങ്ങുന്ന രണ്ടിടത്തിനും വിളിച്ചിട്ട് എടി ഒരു ഇൻസ്പിറേഷൻ തരട്ടെ, കുറച്ച് മോട്ടിവേഷൻ തരട്ടെ എന്നുള്ള ഞാൻ ചെന്ന് നിന്നാൽ അവന്മാർ എന്നെ ടു 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 വിളിക്കും. വേണ്ടല്ലോ അത്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ അതല്ല കാര്യം. ഇന്നലെ പേളിമാണി കുറച്ചൊക്കെ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ മിസ്സിൻ്റെ ആടെ 24-ൻ്റെ ആഡ് കണ്ടായിരുന്നു. ഫേമസ് ആയാലും ആണോ? എൻ്റെ പൊന്നെ, എന്നെക്കൊണ്ട് ഞാൻ തോറ്റു. എന്തായാലും ഞാനിങ്ങനെ ഫേമസ് ആവും. ഞാൻ ഇന്നലെ ചേട്ടായിട്ട് പറയുക കൂടി ചെയ്തു, ഞാൻ ഭയങ്കര ഫേമസ് ആടാ എന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ പറയണം, നീ എന്നെക്കാലം ഫേമസ് ആയോ? ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവൻ പറഞ്ഞു, നീ ഫേമസ് ആയോ? അന്ന് ഞാനും കുറച്ച് ആഡൊക്കെ ചെയ്യാൻ പോകും, ഞാനും കുറച്ച് ഫേമസ് ആവട്ടെ, എന്നെ 4 ആൾക്കാർ അറിയട്ടെ എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ തമ്മിൽ ടൈറ്റ് കോമ്പറ്റീഷനാണ് ഇങ്ങനെ ഒരു കാര്യങ്ങളിലൊക്കെ. അപ്പോൾ എനിവേസ് ലെറ്റ് സ്റ്റാർട്ട്. കഥ പറഞ്ഞാൽ ഞാൻ ഒരുപാട് കഥ പറയും. നമുക്ക് തുടങ്ങാം. നമ്മുടെ ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സംസാരിക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇൻ കേസ്, കാര്യം പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഇൻ കേസ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും ഒരു പക്ഷേ എന്നൊരർത്ഥം ഉണ്ട് കേട്ടോ. ഇൻ കേസിന് ഒരു പക്ഷേ എന്നൊരർത്ഥമുണ്ട്. മേ ബി, സംടൈംസ്, ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാലോ എന്നൊരു ഫ്രേസാണ് ഇൻ കേസ് എന്ന് പറഞ്ഞാൽ. പക്ഷെ നമുക്ക് ഇതല്ല വേണ്ടത്. ജസ്റ്റ് ഇൻ കേസ് എന്ന് പറഞ്ഞ ഫ്രേസ് ഉണ്ട്. അതാണ് ഇന്നത്തെ ടൈറ്റിലും. ഭീമ കൊറിഗൻ കേസിന്റെ ടൈറ്റിലും ഇത് തന്നെയാണ്, ജസ്റ്റ് ഇൻ കേസ്. അപ്പൊ ജസ്റ്റ് ഇൻ കേസ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് സംതിങ് ബാഡ് ദാറ്റ് കുഡ് ഒക്കർ. എന്തോ വല്ലാത്ത എന്തോ വരാൻ പോകുന്നുണ്ട്. സംതിങ് ബാഡ് ഇസ് ഗോയിങ് ടു ഒക്കർ. എന്തോ സംഭവം വരാൻ പോകുന്നുണ്ട്, പണി പാളാൻ പോണ് പാപ്പച്ചാ എന്ന് നമുക്ക് തോന്നുമ്പോൾ വി ആർ പ്രൊട്ടക്ടിങ് അഗെയിൻസ്റ്റ് ദാറ്റ് തിങ്. ആ ബാഡായി വരാൻ പോകുന്ന കാര്യങ്ങൾക്കെതിരെ ഒരു പ്രൊട്ടക്ഷൻ എടുക്കുന്നില്ലേ, അതിനാണ് ജസ്റ്റ് ഇൻ കേസ് എന്ന് പറഞ്ഞ് നമ്മൾ ലീഗൽ ടേമിൽ പറയാം. നമുക്ക് ഫ്രേസുകൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, അറിയാലോ. ഫ്രേസുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫ്രേസുകൾ എപ്പോഴും ഏതൊരു പുതിയ ഫ്രേസ് കിട്ടിയാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ബിക്കോസ് എക്സാമിന് നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രേസ് വന്ന ആ ഫ്രേസ് ആയിരിക്കും അടുത്ത തവണ എക്സാമിന് വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, ലിറ്റിൽ ബിറ്റ് അപ്ഡേറ്റഡ് ആയിരിക്കാം. പിന്നെ ഇൻ കേസ് എന്ന് പറഞ്ഞ ഫ്രേസ് ഉണ്ടല്ലോ, അറിയാലോ. ഇൻ കേസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇറ്റ്സ് ആസ് എ പ്രൊവിഷൻ. എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നതിന് ഒരു പ്രൊവിഷൻ ആയിട്ടിരിക്കട്ടെ. ഇഫ് ഇറ്റ് ഈസ് ട്രൂ ദാറ്റ്. ഇൻ കേസ് എന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് എന്നർത്ഥം. എഴുതി തരാം. ഇൻ കേസ് അതുകൂടെ എഴുതിക്കോ. ഇൻ കേസ് എന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് ട്രൂ. ഇഫ് ഇറ്റ് ഇസ് ട്രൂ, അത് ട്രൂ ആണെങ്കിൽ, ഒരു പക്ഷേ അല്ല, ഒരു പക്ഷേ എന്നുള്ള അർത്ഥത്തില്ല, ഇഫ് പെർഹാപ്സ് എന്ന അർത്ഥത്തില്ല, ഇഫ് ഇറ്റ് ഈസ് ട്രൂ. പിന്നെ എങ്ങനെ ഇഫ് ഇറ്റ് ഇസ് ട്രൂ എന്നുള്ള അർത്ഥത്തിലാണ്. ഇഫ് എന്നുള്ള അർത്ഥമില്ലേ, ഇഫ് ഇറ്റ് ഇസ് ട്രൂ, ശരിയാണെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അടുത്ത് നോക്കിയേ, ഒക്ടോജനേറിയൻ. ഓർമ്മയുണ്ടോ ഒക്ടോ എന്ന വാക്ക്? അടുത്തത് ഒക്ടോ ഈസ് 8. ഒക്ടോ ഇസ് ഫോർ 8. ഒക്ടോപ്പസിന് 8 കാലുണ്ട്, 8 അല്ലേ. അപ്പം ഒക്ടോ ഇസ് 8, 8 ആണ് ഒക്ടോ. ഒക്ടഗൺ അറിയാലോ. അപ്പോൾ ജനേറിയൻ, ഞാനിപ്പോൾ ജെറിയാട്രിക്സ്, ജനേറിയൻ, ജെൻ, അതും റൂട്ട് വേർഡ് ആണേ. പറഞ്ഞു വരുമ്പോൾ ഞാൻ ഈ റൂട്ട് വേർഡ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. എപ്പോഴും റൂട്ട് വേർഡ് ഓർത്തിരുന്നോളാം. ജനേറിയൻ, ജെൻ, അതുപോലെ ജെറിയാട്രിക്സ്, ജ വാക്കുകൾ ഓർത്ത് വെച്ചാൽ മതി. എപ്പോഴും ഏജിനെ പറ്റിയാണ് പറയുന്നത്. ഇറ്റ്സ് അബൌട്ട് ഓൾഡ് ഏജ് ആണ് കേട്ടോ. ജനേറിയൻ, ജനറേഷൻ അങ്ങനെ കൂട്ടിയാൽ മതി. അപ്പോൾ ജെറിയാട്രിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ വെച്ചാൽ മതി. ഓൾഡ് ഏജ് അങ്ങനെ ഒരു കാര്യത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ്, ഒരു റൂട്ട് വേർഡ് ആണെന്നേ. അപ്പോൾ ഒക്ടോജനേറിയൻ എന്ന് പറഞ്ഞാൽ വൺ ഹു ഇസ് ബിറ്റ്വീൻ 80 and 89 years old. ഇയേഴ്സിന്റെ ഷോർട്ടാണ് ഞാൻ എഴുതിയത്. YRS ആണ് ഇയേഴ്സിന്റെ ഷോർട്ട്. ഇയേഴ്സ് ആണ് കേട്ടോ അത്.
ഷോർട്ട് ഫോം എഴുതിയതാ, ബിക്കോസ് എളുപ്പത്തിൽ ഇല്ലെങ്കിൽ പിന്നെ സൈഡിൽ എഴുതാൻ പറ്റില്ല, അതുകൊണ്ടാണ്. സോ വൺ ഹു ഇസ് ബിറ്റ്വീൻ 80 and 89 years, 80 മുതൽ 89, 90-ലെ 89 വരെ വർഷം പ്രായമുള്ള ഒരാളെ നമുക്ക് വിളിക്കാം ഒക്ടോജനേറിയൻ എന്ന് വിളിക്കാം. 80s ഉള്ള ആളാണ് എന്ന് പറയാം കേട്ടോ. അടുത്ത് ഹാവ് റിഗാർഡ് ടു സംതിങ്. റിഗാർഡ് എന്ന് പറയുമ്പോൾ കൺസിഡർ ചെയ്യുക എന്നുള്ളതല്ലേ, അപ്പോൾ റിഗാർഡിന് അറ്റൻഷൻ എന്നർത്ഥം. സോ ഹാവ് റിഗാർഡ് ടു സംതിങ് എന്ന് പറഞ്ഞാൽ പേ കെയർഫുൾ അറ്റൻഷൻ ടു സംതിങ്. ഹാവ് റിഗാർഡ് എന്ന് പറഞ്ഞാൽ ചില്ലറ അറ്റൻഷൻ അല്ല, നല്ല അറ്റൻഷൻ. ഹാവ് പേ കെയർഫുൾ അറ്റൻഷൻ ടു സംതിങ് എന്നാണ്. ഞാൻ പറഞ്ഞ ഒരുപാട് ഫ്രേസുകൾ ഇന്നുണ്ട്. സോ ഹാവ് അറ്റൻഷൻ ടു സംതിങ് എന്ന് പറഞ്ഞാൽ പേ കെയർഫുൾ അറ്റൻഷൻ ടു സംതിങ് എന്ന് തന്നെ പറഞ്ഞോ. അനഘ എനിക്ക് മെസ്സേജ്, ആരോ എനിക്ക് അമൃത എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അനഘ കണ്ടല്ലേ ടെലിഗ്രാമിൽ. ഇന്നലെ ഞാൻ പ്രീസിന്റെ വീഡിയോ ഇട്ട് എന്തുകൊണ്ടാണെന്നറിയോ, ആ വീഡിയോ എനിക്ക് അയച്ചെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരനെ അയച്ചു തന്നെ. അപ്പം നീ ഭയങ്കര കൂട്ടുകാരെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞത്, ഹൈക്കോർട്ട് മുതൽ സ്റ്റുഡൻ്റ് ആയിട്ട് ഉണ്ട് എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. എനിക്ക് അറിയില്ലായിരുന്നു ഹൈക്കോർട്ട് മുതൽ നമ്മുടെ സ്റ്റുഡൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നോട് ഭയങ്കരമായിട്ട് എന്നോട് പറഞ്ഞു, സംസാരിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഫോളോ ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്ന എഡിറ്റോറിയൽ കാണുന്നുണ്ട്, അതുപോലെ ഈസി ഇംഗ്ലീഷ് ഇപ്പോൾ ജോയിൻ ചെയ്തു. വളരെ നല്ലൊരു ഇതാണ്. മാത്രമല്ല വളരെ അപ്ഡേറ്റഡ് ആയിട്ട് പറ്റുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു എന്ന്. പ്രൊഫഷണലിൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട് ഇംഗ്ലീഷിൽ. ആൻഡ് അത് കേട്ടപ്പോൾ വളരെ ഐ വാസ് റിയലി ഓണേഡ്. ഐ റിയലി ആം ഓണേഡ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ നമ്മളൊരു കാര്യം ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, രാവിലെ എണീറ്റ് എൻ്റെ സമയം കളഞ്ഞ്, രാവിലെ സമയം കളയാമെന്നല്ല, രാവിലെ ഉറക്കം കളഞ്ഞ് ഞാൻ പോരുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അതായത് ഉറക്കം പോകുന്നത് എനിക്ക് എപ്പോഴും ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അത് ഞാൻ എപ്പോഴും ഓർക്കും. പക്ഷെ എന്നാൽ പോലും അത് ചെയ്യുന്നത് കൊണ്ടൊരു ഗുണമുണ്ടെങ്കിൽ അല്ലേ, ഇഫ് സംതിങ് ഗുഡ് ഇസ് കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റ് എങ്കിൽ ഐ എം റിയലി ഹാപ്പി എന്ന് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇത് ഈ ഒരു വീഡിയോ കണ്ടു ബൈ ചാൻസ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു എന്ന് പറഞ്ഞു. എന്നെ ഓർമ്മ വന്നു. ആരെ? അച്ഛനെ കിടപ്പോൾ അല്ലേ, അച്ഛനോ അത്ര പ്രായമായിരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് മനസ്സിലായി അച്ഛൻ എന്ന് പറഞ്ഞാൽ പാതിരി, നമ്മുടെ പ്രീസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കി വീഡിയോ കണ്ടപ്പോൾ യെസ് എക്സാക്ട്ലി ഇത് തന്നെയാണ് ഞാൻ എഡിറ്റോറിയൽ സെഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്ന അതേ രീതി കണ്ടാൽ അല്ലേ എഡിറ്റോറിയൽ സെഷൻ ചെയ്തുകൊണ്ടിരിക്കും. ചില സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നുമായിരിക്കും, ഇതിനെ കൊണ്ട് തോറ്റല്ലോ, ഇതെല്ലാം തൊട്ടുന്നെല്ലാം ഇംഗ്ലീഷ് തെറ്റാണല്ലോ എന്ന് ചിന്തിക്കില്ലേ. പണ്ട് എൻ്റെ അനിയത്തിമാരും പറയുമായിരുന്നു, ഇവളെ കൊണ്ട് തോറ്റല്ലോ. എൻ്റെ പൊന്നോ, അവളെമാർ എന്നോട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പറയും, നീ ഗ്രാമർ നോക്കണ്ട, ഞങ്ങൾ സംസാരിക്കും, നീ നോക്കണ്ടെന്ന് പറയും. ഗ്രാമർ നോക്കണ്ടെന്നൊക്കെ പറയുമായിരുന്നു എന്നോട്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഉടക്കാം. പണ്ട് മുതൽ എനിക്ക് ഉണ്ട് കേട്ടോ ഈ അസുഖം, ഇംഗ്ലീഷിൻ്റെ അസുഖത എനിക്ക് പണ്ട് മുതലേ തുടങ്ങിയതാണ് ഇന്ത്യ. എനിവേസ് വീഡിയോ കാണും. ഒരിക്കലും വീഡിയോ യൂസ്ഫുൾ, അതിൽ പറയുന്ന പോയിന്റ്സും യൂസ്ഫുൾ ആണ്. നിങ്ങൾ കണ്ടോ, നമുക്ക് ഗ്രാമാറ്റിക്കലി കോമ്പറ്റീവ് ഇംഗ്ലീഷിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് യൂസ്ഫുൾ ആയ വീഡിയോ ആയതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഒന്ന് കാണാത്തവരൊന്ന് കാണുക. യെസ് ശ്രീജ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഹരി ജോലിക്ക് പോയില്ലേ? ഷൈനി ഉണ്ടല്ലോ അല്ലേ? ആങ്ങളില്ലെങ്കിൽ എന്താ, പെങ്ങൾ ഇവിടെ ഇല്ലേ? അത് മതി. യു ക്യാൻ കൗണ്ട് ഓൺ യുവർ ഫ്രണ്ട്സ് ജസ്റ്റ് ഇൻ കേസ് യു ഫീൽ അൺകംഫർട്ടബിൾ വിത്ത് മീ. ഗ്രേറ്റ്, ദാറ്റ് ഇസ് ഗ്രേറ്റ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഷമാസെ, കൗണ്ട് ഓൺ ഓർമ്മയില്ലേ? നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കൗണ്ട് ഓൺ എന്ന് പറഞ്ഞാൽ യു ക്യാൻ റിലൈ ഓൺ അല്ലേ, ഡിപ്പെൻഡ് ഓൺ എന്നാണ്. ഓക്കെ, യെസ്. ദെൻ ഇൻ കേസ് യു സ്റ്റോപ്പ് യുവർ ലൈവ് സെഷൻസ് വാട്ട് വിൽ ദ ആസ്പിറൻസ് ഡു? അതിലേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് ചെയ്യും അല്ലേ, ഇല്ലെങ്കിൽ എന്താ ചെയ്യാല്ലേ, ആർക്കറിയാം. ഐ തിങ്ക് യു വിൽ നെവർ നോ. എനിക്ക് തോന്നുന്നു അത് സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഡ്യൂറിങ് റെയിനി ഡേ, പറയാൻ പറ്റില്ല, മനുഷ്യന്റെ കാര്യമല്ലേ പിള്ളേ അല്ലേ. ഡ്യൂറിങ് റെയിനി ഡേയ്സ് ഒഫീഷ്യൽസ് ഓൾവേസ് ടേക്ക് പ്രിക്കോഷൻ മെഷേഴ്സ് ഇൻ ഹിൽ ഏരിയസ് ജസ്റ്റ് ഇൻ കേസ് ലാൻഡ് സ്ലൈഡ് അറൈസസ്. ഗ്രേറ്റ് വർക്ക്. യെസ്, അച്ഛൻ അല്ലേ, അച്ഛൻ പാതിരി. The COVID is very harmful when it comes to octogenarians. Very good. That is great sentence. അടുത്ത നോക്കിയേ, in touch with somebody. I'll be in touch with you. I'll be always in touch with you. ഞാൻ എപ്പോഴും നിന്നുമായിട്ട് കോൺടാക്റ്റിൽ ഉണ്ടാകും. Touch with you means in contact അല്ലേ, കോൺടാക്റ്റിൽ ഉണ്ടാവുക. That means speak to or write to somebody. കാണുക ഇൻ ദ സെൻസ് മീറ്റ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ അർത്ഥം ലിറ്ററലി നമ്മുടെ സ്റ്റേറ്റ് വേർബായ സി അല്ല, മീറ്റ് ചെയ്യുക. മീറ്റ് സമ്മൺ, കാണുക മീൻസ് മീറ്റ് ആണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. യു റിമെമ്പർ ഐ ഗസ്, നമ്മുടെ സി എന്ന് പറയുമ്പോൾ മീറ്റ് എന്നൊരർത്ഥം അല്ലെ, ആക്ഷൻ വേർബായ മീറ്റ് എന്നൊരർത്ഥമുണ്ട്. സോ മീറ്റ് സം വൺ, സ്പീക്ക് ടു സംബഡി ഓർ റൈറ്റ് ടു സംബഡി. ഈ മൂന്നും രീതിയിൽ എങ്ങനെയും കോൺടാക്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് യു ആർ ഇൻ ടച്ച് വിത്ത് സംബഡി കേട്ടോ. അടുത്തത് ടേക്ക് നോട്ട്. ഞാൻ പറയും പ്ലീസ് ടേക്ക് നോട്ട് ഓഫ് ഇറ്റ് പിള്ളേരെ, പ്ലീസ് ടേക്ക് നോട്ട് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പേ അറ്റൻഷൻ അല്ലെ, ശ്രദ്ധിക്കണേ, ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇതൊന്ന് ശ്രദ്ധ വെച്ചു, ഇതിലൊരു ശ്രദ്ധ വേണേ. പേ അറ്റൻഷൻ എന്നാണ് അർത്ഥം, ഓർക്കുക കേട്ടോ. അടുത്തത് പ്രൈമ ഫേഷ്യ. ഞാൻ പറഞ്ഞു പ്രൈമ ഫേഷ്യ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞിരുന്നു. വോൾട്ട് ഫാഷെ അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അല്ലേ. അപ്പം വോൾട്ട് ഫാസെ അത് പറഞ്ഞപ്പോൾ പ്രൈമ ഫേഷ്യ എന്ന് പറഞ്ഞാൽ ഓൺ ദ ഫസ്റ്റ് ഇംപ്രഷൻ, പ്രഥമ ദൃഷ്ട്യ അല്ലേ. ലാറ്റിൻ ഫ്രേസ് ആണ്, ഫോറിൻ ഫ്രേസ് ആണ്, ഓർത്ത് വെച്ചോളൂ. പ്രൈമ ഫേഷ്യ മീൻസ് പ്രഥമ ദൃഷ്ട്യ, ഓർത്ത് വെച്ചോളാം. പ്രഥമ ദൃഷ്ട്യ അല്ലേ എന്ന് പറയില്ലേ അല്ലെ. ഈവൻ നമ്മുടെ ശങ്കരാടി വരുന്ന ഡയലോഗ് ഉണ്ടല്ലോ, പ്രഥമ ദൃഷ്ട്യ ഇന്ന ആൾക്കാരും തമ്മിൽ എന്താ ഐക്യത്തിലാണെന്നോ എന്തോ സാധനം ഞാൻ മറന്നു. ഓൺ ദ ഫസ്റ്റ് ഇംപ്രഷൻ എന്നാണ് അർത്ഥം. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട്, ഐ വുഡ് സേ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഫോറിൻ ഫ്രേസ് ആണ്. മേക്ക് എ നോട്ട്,
take a note of it. അല്ലേ? Take place. അടുത്ത അറിയാലോ, it takes place very fast. It takes place prompt. പെട്ടെന്ന് സംഭവിച്ചേ എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് അല്ല, എക്സാക്ട്ലി അവിടെ വരില്ല. It takes place quickly. It takes place swiftly. പെട്ടെന്ന് തന്നെ സംഭവിച്ചേ അല്ലേ? സഡൻലി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നടന്നു പറയില്ലേ? happen, occur എന്നൊക്കെ ടേക്ക് പ്ലേസിന്റെ അർത്ഥം ഓർത്ത് വെച്ചോളാം കേട്ടോ. ഓക്കെ അല്ലേ? Yeah. I brought my umbrella just in case it rains this afternoon. ഇതിനെ അവിടെ തെറ്റിയല്ലോ. I brought ആണോ? നീ യെസ്, ഐ ബോട്ട് അല്ല, ബ്രോട്ട് ആണ്. കറക്റ്റ് ആണ്. സോറി, ഞാൻ ബോട്ട് ശ്രദ്ധിച്ചത്, സോറി. യെസ്, യു ആർ റൈറ്റ്. ഐ ബ്രോട്ട് മൈ അംബ്രല്ല, കറക്റ്റ് ആണ്. ഹി ഈസ് ആൻ ഒക്ടോജനേറിയൻ ആൻഡ് ഓൾസോ വെറ്ററൻ ഇൻ ഹിസ് ഫീൽഡ്. ദാറ്റ്സ് ഗ്രേറ്റ്. മൈ ഗ്രാൻഡ് മ, രണ്ട് വൺ വേർഡ് ഇപ്പം അനഘ ഉപയോഗിച്ചിട്ടുണ്ട്. ഒക്ടോജനേറിയൻ ആൻഡ് വെറ്ററൻ, എക്സ്പീരിയൻസ് പേഴ്സൺ അല്ലേ? വെരി ഗുഡ്. My grandma is an octogenarian. She is still iron lady in my family. പിന്നല്ല അല്ല, ചിലരുണ്ട് കേട്ടോ അങ്ങനെ. ജിൽ അല്ലേ? Rintu ma'am promises that she will always be in touch with aspirants. Of course I do അല്ലേ? Rintu ma'am's commitment and dedication made me to keep in touch with her. Shamma says, so glad to hear that. Thank you. He is very active for an octogenarian. Wow, that's great. താത്വിക അവലോകനം, അത് തന്നെ രചന. നിന്റെ മലയാളം ഇത് കറക്റ്റായി. എടാ, നീ മലയാളം എന്താ ടൈപ്പ് ചെയ്യാൻ പഠിച്ചോ? മംഗ്ലീഷ് അടിപൊളി. Mutte, take note of what she says in the class. That's great. Abhinaya, good morning. Please take note, guys. Confirmation date for writing degree prelims examination extended to 14th of August. Adibuli. വളരാണോ ശ്രീദേവി? കൺഫർമേഷൻ ഡേറ്റ് പിള്ളേരെ ഡിഗ്രി പ്രിലിംസിന്റെ കൺഫർമേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു 14th. ശ്രീദേവി, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. സോനൽ, ഗുഡ് മോർണിംഗ്. അശ്വതി, ഗുഡ് മോർണിംഗ്. If the court is prima facie satisfied that there is sufficient grounds for proceedings, then court will proceed. Then court will proceed. Will കഴിഞ്ഞിട്ട് പ്രവി ഓർമ്മയുണ്ട് നമ്മൾ പറഞ്ഞ proceed with the trial. Will എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോഡൽ ഓക്സിലറി വേർബ്. ഏതൊരു മോഡൽ ഓക്സിലറി വേർബിന് ശേഷവും what we have to do is എന്ത് കൊടുക്കണം? V1 കൊടുക്കണം. മോഡൽ ഓക്സിലറി വേർബ് എപ്പോഴും ഒരു ഹെൽപ്പിംഗ് വേർബ് ആണ്. അതിനുശേഷം എപ്പോഴും മെയിൻ വേർബ് പറഞ്ഞാൽ ദാറ്റ് മെയിൻ വേർബ് ഷുഡ് ബി V1. V1 എന്ന് പറയുമ്പോൾ വേർബിന്റെ ഫസ്റ്റ് ഫോം, വേറെ ഒന്നിനും ഇവിടെ ചാൻസ് ഇല്ല. മോഡൽ ഓക്സിലറി വേർബിന് ശേഷം V1 വരാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് വേർബിന്റെ ഫസ്റ്റ് ഫോം. ഈസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാണേ. ശ്രദ്ധിച്ചോണേ പ്രവീത്. ഇറ്റ് ഇസ് പ്രൈം ഫേഷ്യ എവിഡന്റ് ദാറ്റ് വെരി ഗുഡ് that he is guilty. രണ്ട് ഹീസ് വന്നല്ലോ, അറിയാതെ ടൈപ്പോ അല്ലേ? ഗിൽറ്റി ഓഫ് ക്രൈം. ദാറ്റ്സ് ഗ്രേറ്റ്. I try to keep in touch with current events by reading the newspaper. That is great. Newspapers, great. Yes, great. ശ്രീദേവ് പറഞ്ഞ കറക്റ്റ് ആണ്. August 14th കൺഫർമേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഒന്ന് പ്ലീസ് take note, people. Yes, there must be clubs for octogenarians in every district as it helps in keeping touch with their peers. Of course, അത് സത്യ. octogenarians മാത്രമല്ല, I would say 60+ ആൾക്കാരെല്ലാവർക്കും ക്ലബ്ബ്, നമ്മൾ അതൊരു നല്ലൊരു കാര്യം. കാരണം അവർക്ക് അപ്പോൾ വയസ്സായെന്ന് തോന്നില്ല. ലെറ്റ് ദം എൻഗേജ് വിത്ത് ദെയർ ഓൺ പിയേഴ്സ്. അല്ല, അവരുടെ പിയേഴ്സിനോട് എൻഗേജ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ പുറത്ത് കാണുന്നില്ല അങ്ങനെയുള്ള, അതുകൊണ്ട് പുറത്തുള്ള ഓൾഡ് ഏജ് ഹോമുകളൊക്കെ നല്ലതായിട്ട് പോകുന്നത്. കാരണം അറിയോ, പുറത്ത് ഓൾഡ് ഏജ് ഹോം അവർ തന്നെ പൈസ കൊടുത്ത് ഇൻവെസ്റ്റ്, പണ്ട് ആരോഗ്യമുള്ള കാര്യത്തിൽ അവർ തന്നെ പൈസ കുറച്ച് സെറ്റ് ചെയ്ത് വെക്കും. ആ പൈസ കാലാവുമ്പോൾ എനിക്ക് വീട്ടിൽ തന്നെ ഇല്ലല്ലോ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹോം നേഴ്സും ഒക്കെ ആയിട്ട് ഉണ്ടാവണം. ശരിക്കും ഓൾഡ് ഏജ് ഹോം വരുന്നത് നമ്മൾ തെറ്റ് പറയരുത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ അത്യാവശ്യം ഒരു പ്രായമായി കഴിയുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും പ്രായമെന്ന് വിചാരിക്കാം. അപ്പം ചിലപ്പോൾ അച്ഛൻ്റെ ഒരാളെ ഉള്ളൂ, അമ്മ മരിച്ചെന്നോ അല്ലെങ്കിൽ അച്ഛൻ മരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്കാവും. സോ ദേ ഡോണ്ട് ഹാവ് എനിബഡി ടു ടോക്ക് ടു, അവരുടെ ഏജിലുള്ളത്. പിന്നെ കൊച്ചുമക്കളായിരിക്കും, കൊച്ചുമക്കളുടെ അടുത്തായിരിക്കും കളിക്കുന്നത്. കൊച്ചുമക്കളെ നമ്മൾ ബിസി ആക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് വർക്ക് ലോഡ് ആയിരിക്കും, ചെറുപ്പം മുതലേ വർക്ക് ലോഡ് ആയിരിക്കും. അതുകൂടാതെ ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വരുമ്പോഴേക്കും പിന്നെ ഫുള്ളി ബിസി ആയിരിക്കും. ആ പിള്ളേരെ പോലും കിട്ടില്ല അവർക്കൊന്ന് വർത്താനം പറയാനോ കളിക്കാനോ ഒക്കെ ആയിട്ട്. അങ്ങനെ വരുന്ന സമയത്ത് അവർക്കും ടൈം കിട്ടില്ലാതെ വരുമ്പോൾ ആകെപ്പാടൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള സെയിം തോട്ട് പ്രോസസ് ഉള്ള സെയിം വേവ് ലെങ്ത് ഉള്ളവരോട് സംസാരിക്കണം. സോ ഓൾഡ് ഏജ് ഹോംസ് ഗുഡ് എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ അതേസമയം മക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ മൂല്യം അനുസരിച്ച് വാട്ട് വി ഹാവ് ടു ഡു എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ കണക്റ്റഡ് ആണ് നിന്റെ അപ്പനോ അമ്മയോടോ ഒക്കെ ആണെങ്കിൽ വല്ലപ്പോഴും അവരെ പോയി ഒന്ന് കാണണം. ലൈക്ക് വീക്ക്ലി വൺസോ മന്ത്ലി ട്വൈസോ ഒക്കെ പോയി ഒന്ന് കാണുന്നത് ഇസ് ഗുഡ്. ആൻഡ് എൻഗേജ് വിത്ത് ദം. കുറച്ച് നാൾ പുറത്തൊക്കെ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ അവർക്ക് അവരുടെ ഒരു സ്പേസ് കൊടുക്കുന്നത് എപ്പോഴും നല്ല. കാരണം ദേ നീഡ് ദാറ്റ് റെസ്പെക്ട് അല്ലേ. അപ്പോൾ മാത്രമല്ല അവരെപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യും. അത് ഐ മീൻ ബോഡിലി, ഫിസിക്കലി ആസ് വെൽ ആസ് മെന്റലി. ഞാൻ അതുകൊണ്ട് ഭയങ്കരമായിട്ട് യോജിക്കുന്ന ഒരാളാണ്. സോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദാറ്റ്സ് ഗുഡ്. അതുകൊണ്ടൊന്ന് ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് തോട്ട് പ്രോസസ് ഫോർ യു. വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കണ്ട. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെറ്റ് പിള്ളേരെ. റോപ്പിൻ, കയറ് ഇടുക എന്ന് പറയില്ലേ. റോപ്പിൻ ചെയ്യാം, എന്താ പറയുക, നമ്മൾ കടിഞ്ഞാണിടുക റെയിനിനാണ്, അത് കൺട്രോൾ ചെയ്യാണ്. പക്ഷേ റോപ്പിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കയറ് കൊടുത്തു വിടുക. നമ്മൾ ഒരാളുടെ കയ്യിൽ കയറ് പഠിപ്പിക്കും, എടാ ചെല്ലടാ പോയിട്ട് ചെയ്തിട്ട് വാ എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഒരാൾ ചെയ്യില്ലേ. ദാറ്റ് ഈസ് റോപ്പിൻ. റോപ്പിൻ മീൻസ് പെർസ്വേഡ് ചെയ്യുക, ടോക്ക് ഇൻ ടു. ഒരാളോട് പറഞ്ഞത് ചെയ്യിപ്പിക്കുവാണ് അല്ലേ. നമ്മൾ ഒരാളെ പറഞ്ഞ് അയാളെ അത് ചെയ്യിപ്പിക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് റോപ്പിൻ. അപ്പോഴും റെയിനിൻ മറക്കരുത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റെയിനിൻ അല്ലേ. റെയിനിൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുക, ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ.
റെയിനിൻ്റെ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുക, ലിമിറ്റ് ചെയ്യുക. റോപ്പിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറ് കൊടുത്തു വിടുക, ആ സെൻസിൽ എടുക്കണം കേട്ടോ. അത് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക കേട്ടോ. കൺട്രോൾ ഓർ ലിമിറ്റ് മറക്കരുത് മനസ്സിൽ. കൺട്രോൾ ഓർ ലിമിറ്റ് ചെയ്യുക എന്നാണ് റെയിനിങ് അല്ലേ, അത് മറക്കണ്ട. പക്ഷെ റോപ്പിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും, പെർസ്വേഡ് ചെയ്യുക അല്ലെങ്കിൽ ടോക്ക് ടു ഒരാളോട് ചെയ്യാൻ പ്രേരിപ്പിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഐ ഗെസ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. പീപ്പിൾ ഹാവ് റിഗാർഡ് ടു വേർഡ്സ് ഓഫ് സെലിബ്രിറ്റീസ് ആൻഡ് പൊളിറ്റിക്കൽ ലീഡേഴ്സ്. ആണ് അനൂപേ, സത്യം. എന്നാലേ എല്ലാവർക്കും സെലിബ്രിറ്റീസ് പറഞ്ഞാൽ ആഹാ അല്ലേ, പൊളിറ്റീഷ്യൻസ് പറഞ്ഞു ആ ശരിയാട്ടോ എന്തോ പ്രശ്നമുണ്ട് എന്നാണ്. ഇറ്റ്സ് റൈറ്റ്. ഓക്കെ, ലെറ്റ്സ് സീ. ഒഫൻസ് ടേക്ക് പ്ലേസ് അറ്റ് മിഡ് നൈറ്റ്. ദ ഒഫൻസ് ടേക്ക് പ്ലേസ് ആണോ? അല്ല, ദ ഒഫൻസ് ടേക്സ് പ്ലേസ്. ഒഫൻസ് സിംഗുലർ അല്ലേ, അപ്പം പ്രവി ടേക്സ് പ്ലേസ്, സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ്. ഹി ഓൾവേസ് പുട്ട് ദി കാർട്ട് ബിഫോർ ഹോഴ്സ് ആൻഡ് യു ഷുഡ് ഹാവ് എ റിഗാർഡ് ടു ഹിം. ഹി ഓൾവേസ് പുട്ട്സ്, സിംഗുലർ ആണ്. അനക പ്രസന്റൻസ് ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ പ്രസന്റൻസ് വരുമ്പോൾ സബ്ജക്ട് സിംഗുലർ എങ്കിൽ വേർബ് സിംഗുലർ. ഹി സബ്ജക്ട് സിംഗുലർ, വേർബ് എന്താ? ഹി ഓൾവേസ് പുട്ട്സ് ദി കാർട്ട് ബിഫോർ ദ ഹോഴ്സ്. കേട്ടോ, പ്ലീസ് ടേക്ക് നോട്ട്. വെദർ ഇസ് നോട്ട് ടു ഗുഡ്, വെദർ അത്ര ഗുഡ് അല്ല, പ്ലീസ് ടേക്ക് നോട്ട്. അത് കൊള്ളാം. ഷാഡോ സ്ക്വാഡ് ആദ്യമായിട്ട് കാണുന്നതാണല്ലോ. ഐ ഹാവൻ സീൻ യു ലൈവ് ബിഫോർ. എനിക്ക് ഇതുവരെ നോട്ടീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നത്. വാട്ട്സ് യുവർ നെയിം ആൻഡ് വെൽക്കം ടു അവർ സെഷൻ. ആദ്യമായിട്ടല്ല, ഇനി റെക്കോർഡ് കാണുന്ന ആളാണെങ്കിലും ഐ എം സോറി, ഐ ഹാവ് നോട്ടീസ് യു, ബട്ട് ഇപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തു. അറിയാതെ ഹി വന്നതാ മാം. അറിയാതെ ഹി വന്നാണോ? ആൻഡ് ദാറ്റ്സ് റിപ്പറ്റീഷൻ. യെസ്, ഐ റിമെമ്പർ ദാറ്റ്. ടേക്കിംഗ് നോട്ട് ഇൻ ദ ക്ലാസ് റൂം വിൽ ബി ഹെൽപ്ഫുൾ ജസ്റ്റ് ഇൻ കേസ് യു ഹാവ് abruptness. പെട്ടെന്ന്. ഓക്കെ, ദാറ്റ് ഇസ് ഗ്രേറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. ദ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ് ടേക്ക് പ്ലേസ് ഡെയിലി എക്സെപ്റ്റ് സൺഡേ. യെസ് ഗ്രേറ്റ്. ഒരു പ്രശ്നമുണ്ട്. ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസിലെ ഹിന്ദു എച്ച് ക്യാപിറ്റൽ കൊടുക്കുക, എഡിറ്റോറിയൽ ഈ ക്യാപിറ്റൽ കൊടുക്കുക, അനാലിസിസിലെ ഈ ക്യാപിറ്റൽ കൊടുക്കുക. എന്നിട്ട് വേറൊരു കാര്യം ഇവിടെ ഉണ്ട്, ടേക്ക് പ്ലേസ് അല്ല, അത് ഒറ്റ സാധനമല്ല, അനാലിസിസ് ഒന്നല്ലേ. അപ്പോൾ അനാലിസിസ് ടേക്സ് പ്ലേസ് സബ്ജക്ട് സിംഗുലർ എങ്കിൽ അനുബേ വേർബ് സിംഗുലർ. ഇന്ന് കോൺകോഡ് ഒരുപാട് തെറ്റിക്കുന്നുണ്ടല്ലോ എല്ലാവരും തന്നെ, മത്സരിച്ച് തെറ്റിക്കുവാണല്ലോ. യു ഷുഡ് ടേക്ക് നോട്ട് ഓൺ അപ്ഡേറ്റ്സ് ഓഫ് എവറി കോമ്പറ്റീവ് എക്സാം. നീന, യെസ് എക്സാക്ട്ലി. ഇല്ല, സൺഡേ ഇപ്പോൾ എഡിറ്റോറിയൽ ക്വിസ് ഞാൻ നിർത്തി. അതെന്നാന്നൊരു ആരതി അറിയാവോന്ന് എനിക്കറിയത്തില്ല. ഞാൻ രാവിലെ മോർണിംഗ് എൻ്റെ എണീക്കുന്നത് 7 മണി ഓർ 7:15 മിനിമം, മാക്സിമം. അത് കഴിഞ്ഞിട്ട് കിടക്കാറില്ല. 7:15 ആകുമ്പോൾ എന്തായാലും എണീക്കും. പിന്നെ അവിടെ വർക്ക് തുടങ്ങിയാൽ പിന്നെ എനിക്ക് ബാക്ക് ഓൺ ബാക്ക് സെഷൻസ് ആയിരിക്കും. 11 ചിലപ്പോൾ 12 ക്ലാസ്. പിന്നെ അത് കഴിയുമ്പോൾ 2 മണിൻ്റെ സെഷനുണ്ട്. നോർമലി എനിക്ക് എപ്പോഴും സുപ്രീം കോടതി ക്ലാസ്സുകൾ 2 മണിക്ക് വരിക. അത് കഴിഞ്ഞിട്ട് 3 മണിക്ക് സെഷനുണ്ട്, വൈറ്റി ഉണ്ടാവും ചിലപ്പോൾ ഭൂരിഭാഗം ദിവസങ്ങളിലും. അത് കഴിഞ്ഞിട്ട് യൂട്യൂബേ ക്ലാസ്സുകളുണ്ടാവും 3 മണിക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 4 PM സെഷൻ എന്തായാലും നമ്മുടെ ഈസി ഇംഗ്ലീഷ് ടൈമാണ്, അല്ലെങ്കിൽ 12 മണി ടൈമാണ്. അപ്പോൾ എപ്പോഴും എൻഗേജ്ഡ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 6 മണിക്ക് സെഷൻ ഉണ്ടാവും. ദേവസ്വം ബോർഡിൻ്റെ ക്ലാസ്സുകൾ 6 മണി തുടങ്ങും, 7 മണിക്കുണ്ട്, 8 മണിക്കുണ്ട്, ചിലപ്പോൾ അങ്ങനെ ടൈമുകൾ 9 മണിക്കുണ്ട്. അപ്പോൾ പിന്നെ സുപ്രീം കോടതി ചിലപ്പോൾ 8 മണിക്കുണ്ട്. അപ്പോൾ എപ്പോഴും വർക്ക്, അതായത് ഓൾമോസ്റ്റ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ 7 തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്താ ക്വിസസ് പരമാവധി ഞാൻ എന്നും തരാൻ നോക്കുമ്പോൾ 11-11:30 ഒക്കെ ആവും, കണ്ടിട്ടില്ലേ? അപ്പോൾ അതും കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്ലാസ് കഴിഞ്ഞ് 10-10 ആവും ഭക്ഷണം കഴിക്കുമ്പോൾ. അപ്പോൾ അതാ ഒരു ശീലം, ഭക്ഷണം അപ്പോഴും ഭയങ്കര ടയർഡാവും. എന്നാലും കിടന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ക്വിസസ് ഒക്കെ തന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് രാവിലെ എഡിറ്റോറിയലിന് വേണ്ടി സ്ലൈഡൊക്കെ സെറ്റാണെന്ന് നോക്കും. സ്ലൈഡൊക്കെ ഒന്ന് സെറ്റാക്കും, എഡിറ്റോറിയൽ കിട്ടുമല്ലോ. അപ്പോൾ രാവിലെ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയുള്ള എല്ലാം ബാക്കപ്പ് ഒക്കെ ചെയ്തു നോക്കും രാത്രിയിൽ. ഞാൻ അങ്ങനെ ഒരാളാണ്. കാരണം ഞാനൊന്ന് മരിച്ചു പോയാലോ പിറ്റേ ദിവസം അല്ലേ, അല്ലെങ്കിൽ എനിക്ക് എല്ലാം വന്നാലോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കും. അപ്പോൾ സോ എവറിത്തിങ് മസ്റ്റ് ബി ഡൺ ബിഫോർ ഐ ഗോ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. സോ അങ്ങനെ ചെയ്യും. എന്നിട്ട് രാവിലെ വീണ്ടും 7 മണിക്ക് കിടക്കുമ്പോൾ അപ്പോൾ 1 മണി 1:30 ചിലപ്പോൾ 1 മണിയൊക്കെ ആവും. 1 മണി മാക്സിമം ഇപ്പോൾ 1 മണി എടുക്കാറുള്ളൂ, കാരണം രാവിലെ എണീക്കേണ്ടതുകൊണ്ട്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഐ എം റണ്ണിങ് എന്ന് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കുറച്ചായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് റിക്കറൻറ്റ് ഫീവേഴ്സ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ലോ ഇൻ എനർജി, ബോഡി ബാക്കപ്പ് വേണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സൺഡേസ് എന്ത് ചെയ്തു, കംപ്ലീറ്റ്ലി ഓഫ്. അതാണ് സൺഡേസിൽ ഒരു ഷോർട്ട് വീഡിയോ മാത്രം ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഷോർട്സ്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എന്തെങ്കിലും ഒരു ടിപ്പ് ഉള്ളൊരു ഷോർട്സ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ ചിലപ്പോൾ നൈറ്റിൽ ഹാഫ് ആൻ അവർ സൂം ഇവൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം കൂടെ സൂം ഇവൻറ്റ്സ് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സോ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ അങ്ങനെ സൂം ഇവൻറ്റ്സ് ഞങ്ങൾ എല്ലാവരും കൂടെ വരുന്നുണ്ട്, 3-4 പേരൊക്കെ ആയിട്ട്. അങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ. സൺഡേസ് ഇപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കുവാണ്. ഐ എം ഗിവിങ് ദാറ്റ് ടൈം ടു മൈ ഫാമിലി. അത് ഞാൻ കൊടുക്കുന്നേ ഇല്ല. ദാറ്റ്സ് സംതിങ് ബാഡ് അല്ലേ. എന്നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, തമാശയായിട്ടാണ് അവൻ പറഞ്ഞത്, ചിലരൊക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ വർക്ക് ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. നല്ലതായിട്ട് ജീവിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. നീ എങ്ങനെയാ? നീ ജീവിക്കുന്നതേ വർക്ക് ചെയ്യാൻ വേണ്ട. ഐ എം എ വർക്ക് ഹോളിക്. ഐ റിയലി ആം എ വർക്ക് ഹോളിക്. അപ്പോൾ വീട്ടുകാർ എന്നെ കുറച്ച് കുറ്റം പറയാൻ തുടങ്ങി. അനിത്യവാനും പറഞ്ഞു ഹെൽത്ത് നോക്കിയിട്ടുള്ള ജോലിയൊക്കെ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആരതി. അപ്പോൾ എല്ലാവരോടും കൂടെ ഞാൻ അഡ്രസ്സ് ചെയ്യും. അതുകൊണ്ടാണ് എഡിറ്റോറിയൽ ക്വിസ് ഞാൻ പയ്യെ നിർത്തിയത്. സൺഡേസ് ഞാൻ എടുക്കണം എന്ന് ഓർത്തിരുന്നത്, ബട്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അപ്പം വീട്ടുകാർക്കും കുറച്ച് ടൈം കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. എനിക്ക് ഗ്രാൻഡ് ഫാദറൊക്കെ ഉണ്ട്, അപ്പം പുള്ളിയായിട്ടും ടൈം സ്പെൻഡ് ചെയ്യണം. അത് ഞാൻ എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്യാറുണ്ട്, അത് വേറെ കാര്യം. എന്നാൽ പോലും സൺഡേസ് കുറച്ച് കൂടുതൽ ഞങ്ങൾ ഫുൾ ടൈം ഒന്ന് എൻഗേജ്ഡ് ആയിട്ട് പുള്ളിയായിട്ട് സംസാരിച്ച് അങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഐ എം റിയലി റണ്ണിങ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. സോ ഐ ഹാവ് ടു ലിമിറ്റ് മൈ
ലിമിറ്റ് മൈ സ്പീഡ്, ലിമിറ്റ് മൈ പേസ് എന്നൊക്കെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ആൻഡ് ഫോർ മൈ ഹെൽത്ത് ആസ് വെൽ. അപ്പോൾ അതുകൊണ്ട് ചെയ്താണ്. സോ ഐ തിങ്ക് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പക്ഷേ സൺഡേ നിങ്ങൾ ഉഴപ്പരുത്. നമ്മൾ എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന എഡിറ്റോറിയൽ ഇല്ലേ, ആ എഡിറ്റോറിയലെ എടുത്തിട്ട് എല്ലാ ദിവസവും എടുത്ത എന്താ PDF എടുത്തിട്ട് നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാനുള്ള സമയമാണ് നിങ്ങൾക്ക് സൺഡേ കിട്ടുക. എങ്ങനെയും അത് റിവൈസ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. കാരണം അടുത്ത ആഴ്ച വരുമ്പോൾ ചിലപ്പോൾ റിപ്പറ്റേറ്റീവ് വേർഡ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റിവൈഷൻ നടക്കുന്നുണ്ട്, എന്നാൽ പോലും നിങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്ലീസ് ഡു ദാറ്റ്. ഓക്കെ, യെസ്, ലെറ്റ്സ് മൂവ് പിള്ളേരെ. യെസ് വേണ്ട, എക്സെപ്റ്റ് സൺഡേ മതിയടാ. എക്സെപ്റ്റ് ഓൺ സൺഡേ വേണ്ട, കാരണം എക്സെപ്റ്റ് ഇസ് എ പ്രിപ്പോസിഷൻ കേട്ടോ. റിജിനെ എക്സെപ്റ്റ് ഒരു സൺഡേ ആണ്, ഐ മീൻ എക്സെപ്റ്റ് ഒരു പ്രിപ്പോസിഷൻ ആണ്. അപ്പോൾ പിന്നെ വീണ്ടും എന്ത് വേണ്ട, ഓൺ വേണ്ട കേട്ടോ. The death was suicide in prima facie. The prop team succeeded in proving that it was a murder. That's great, Sonal. Having regard to circumstances of the case, court is satisfied that there is prima facie case. That is great. Have regard to speak while driving. Have regard to speaking. Have regard to pay attention to speaking while driving. Shiny, have regard to എന്ന് പറഞ്ഞ അവിടെ പ്രൊപ്പോസിഷൻ ആണ്. അതുകൊണ്ട് പ്രൊപ്പോസിന് ശേഷം ഒബ്ജക്റ്റ് വേണം. ഒബ്ജക്റ്റ് ആയിട്ട് ഒരിക്കലും വെർബ് വരില്ല. ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന രണ്ട് സാധനം നൗൺ ഓർ പ്രൊനൗൺ ആണ്. അപ്പോൾ വെർബിനെ എങ്ങനെ നമുക്ക് ഒബ്ജക്റ്റ് ആക്കാം, നൗൺ ആക്കാം, ING ഇട്ട് കൊടുക്കുക, ജെറൻ ഫോർമുലേഷൻ കൊടുക്കുക. ഹാവ് റിഗാർഡ് ടു സ്പീക്കിംഗ് വൈൽ ഡ്രൈവിംഗ് കൊടുക്കുക കേട്ടോ. റോപ്പിൻ കജോൾ സെയിം മീനിങ് അല്ലേ? ആണ്. റോപ്പിൻ കജോൾ ഞാൻ പറയാൻ വേണ്ടിയിരിക്കുമായിരുന്നു. കജോൾ അല്ലേ, നമ്മൾ പറയില്ലേ കോക്സ് അല്ലേ, COAX കോക്സ്, കജോൾ, വീഡിൽ അല്ലേ, കുറേ പഠിച്ചായിരുന്നു നമ്മൾ, ഓർമ്മയുണ്ടോ? ഇതൊക്കെ താങ്ക് യു കേട്ടോ നമ്മുടെ അനി. അതെന്താ വെച്ചാൽ അത് പഠിച്ചു വെച്ചല്ലോ, എനിക്ക് ഐ റിയലി അപ്രീഷിയേറ്റ് ഫോർ ദാറ്റ്. റോപ്പിൻ എന്ന് പറഞ്ഞാൽ പെർസ്വേഡ്, കജോൾ, കോക്സ്, വീഡിൽ ഒക്കെ ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. ക്യാൻ യു പെർസ്വേഡ് ഹിം ഔട്ട് ഓഫ് ഹിസ് ഫൂളിഷ് പ്ലാൻസ്? ദാറ്റ്സ് ഗ്രേറ്റ്. ഹി റോപ്ഡ് ഇൻ ഹിസ് ഇൻമേറ്റ് ടു ബ്രേക്ക് ദ സെൽ ആൻഡ് ഫ്ലീ. ദാറ്റ്സ് ഗ്രേറ്റ്. മതി. She ropes in everyone, but she couldn't make it herself. That is great. Rintu ma'am's class is roping us to learn English. Abhilashe. Thank you. As per our penal code, the benefits of doubt will be given to the accused. That's great. Miss is always working hard. നിനക്ക് അറിയാലോ എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഞാൻ പിന്നെ എല്ലാവർക്കും മെസ്സേജ്, ഐ കീപ്പ് ഇൻ ടച്ച് വിത്ത് മൈ സ്റ്റുഡൻസ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സിനെക്കാളും ഞാൻ കൂടുതൽ ടച്ച് ഇരിക്കുന്ന ആരോടാന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ വിത്ത് മൈ സ്റ്റുഡൻസ് ആണ്. അപ്പം നിങ്ങൾ ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ എനിക്ക് എന്നും അതൊരു എപ്പോഴും അത് മെസ്സേജ് ക്ലിയർ ഔട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എല്ലാം ഭയങ്കര, ഞാൻ ഇച്ചിരി ഒരു ഞാൻ അപ്രൈറ്റ് ആണ്. ഇച്ചിരി, ഒരുപാട് അപ്രൈറ്റ് ഇല്ല. ഐ എം ഫ്ലെക്സിബിൾ, ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. പക്ഷേ ചെയ്യേണ്ട വർക്കിൻ്റെ കാര്യത്തിൽ ഐ എം റിയലി വർക്ക് പക്കായിട്ട് ചെയ്യണം. അതെനിക്ക് ഇച്ചിരി പെർഫെക്ഷനിസ്റ്റ് ആണ്. അങ്ങനെയുണ്ട്. എൻ്റെ സ്ലൈഡ് പ്രിപ്പറേഷൻ കണ്ടിട്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ട് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. എനിക്ക് OCD ഉണ്ട്, ചെറുതായിട്ട്, ഒരുപാടില്ല, OCD ചെറുതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാം സിസ്റ്റമാറ്റിക് ആയി നടക്കണം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എല്ലാവരുടെയും മെസ്സേജുകൾ വേഗം മെസ്സേജ് റിപ്ലൈ തന്ന് നിങ്ങൾക്ക് അപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ മറന്നു പോയാലോ, പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട സമയത്ത് ഡൗട്ട് ക്ലിയർ ചെയ്ത് പോയാലോ, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് സൺഡേ ഒരു ദിവസം ഓഫ് ഇടും, ക്വിസും ചെയ്യില്ല. അങ്ങനെ കാരണം എനിക്കും റിലാക്സ്ഡ് ആയിരിക്കണില്ല, എനിക്കും തല ഔട്ട് ഓഫ് എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി ആവും. അതുകൊണ്ടാണ് ഷീ റോപ്ഡ് ഇൻ ഹിസ് ഫ്രണ്ട്സ് ടു ബങ്ക് ക്ലാസ് കട്ടിയല്ലേ, ദാറ്റ് ഇസ് ബങ്ക്, BUNK ആണ് കേട്ടോ. അനക്ക ബങ്ക് ദ ക്ലാസ് ആൻഡ് മെയ്ഡ് ദം ഇൻ ട്രബിൾ. That is great. The accused of this case fled from the country which appended the case. I can't go on working like this. I'm exhausted. I need a break. I need a break. അടുത്ത നോക്കിയ accused. എന്താ accused? One who is on trial in a law court. ഒരു law courtൽ ട്രയലിൽ അറിയത്തില്ല കുറ്റം ചെയ്തോ ഇല്ലെന്ന്, കുറ്റം ആരോപിക്കപ്പെട്ടവർ അല്ലെ, who is charged with a crime. Who is on trial അല്ലെങ്കിൽ പറയാം charged with, രണ്ട് രീതിയിലും പറയട്ടോ. accused of എന്ന് പറഞ്ഞാൽ ചാർജ് വിത്ത് എന്ന് പറയും, ചാർജ് വിത്ത് എ കേസ് കേട്ടോ, ചാർജ് വിത്ത് എ ക്രൈം. ഒരു ക്രൈം ചാർജ് ചെയ്യപ്പെട്ട ആളെയും നമുക്ക് എന്ത് പറയാം, ഈ പറഞ്ഞ വൺ ഹൂ ഇസ് ചാർജ് വിത്ത് എ ക്രൈം ആളെയും അക്യൂസ് എന്ന് തന്നെ പറയാം. അപ്പോൾ വൺ വേർഡ് ആകുമ്പോൾ അതനുസരിച്ച് പഠിച്ചു വെച്ചോണം. അടുത്ത് ഗോൺ, ഇന്നലെ പഠിച്ചായിരുന്നു. ഗോൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത്, ഗോൺ ഐ എം ലിസ്ണിംഗ്, ഗോൺ പറഞ്ഞില്ലേ. പിന്നെ ഒരു അർത്ഥം ഇലക്ട്രിസിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നല്ല, സ്വിച്ച് ആയിക്കോട്ടെ, എന്തെങ്കിലും കാര്യം സ്റ്റാർട്ട് വർക്കിംഗ്. യെസ്, ഇലക്ട്രിസിറ്റി വെന്റ് ഓൺ, ദ പവർ വെന്റ് ഓൺ അല്ലേ, പറയാം അല്ലേ, അങ്ങനെയൊക്കെ പറയാം കേട്ടോ, ഓർത്തോണം. അല്ലെങ്കിൽ അടുത്ത് നോക്കി, നെക്സ്റ്റ് വൺ ഇസ് ഇൻ ഓർ അറ്റ് വൺ ഗോ, ഒറ്റ സ്ട്രെച്ചിൽ എന്ന് പറയില്ലേ, ഇൻ വൺ അറ്റംപ്റ്റ്. ലെറ്റ്സ് ക്രാക്ക് ദിസ് എക്സാം അറ്റ് വൺ ഗോ, ഇൻ വൺ ഗോ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കാം എന്ന് നോക്കാം കേട്ടോ, ഓർത്ത് വെച്ചോളാം. യെസ്, വി ക്യാൻ ട്രൈ ടു clear our exams at one go. That's great. Yes ma'am, take off your health also. Yes, വേണം. ഞാൻ എപ്പോഴും ഓർക്കും ഹെൽത്ത് ഞാൻ ഇമ്പോർട്ടൻറ്റ് നോക്കൂ, അതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇച്ചിരി ഒരു ഹെൽത്തിനെ നല്ലതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, പക്ഷേ ഫുഡ് കറക്റ്റായിട്ട് ഇപ്പോൾ കഴിക്കുന്നത് അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട്. ഞാൻ നോക്കും, കാരണം ഞാൻ ഹെൽത്ത് ഡൗൺ ആയാൽ എനിക്ക് എഡിറ്റോറിയൽ എടുക്കാൻ പറ്റാതെ എൻ്റെ സ്റ്റുഡൻസിനെ ബാധിക്കും.
ഞാൻ ഹെൽത്ത് ഡൗൺ ആയി എൻ്റെ വീട്ടുകാരെ ബാധിക്കും. സോ നമ്മുടെ ഹെൽത്ത്, അവനവൻ്റെ ഹെൽത്ത് നോക്കണം. ഞാൻ എല്ലാവരോടും പറയുന്നത് ലിറ്ററലി ആണ് കേട്ടോ. ഞാൻ മനസ്സിൽ ശരിക്കും മീൻ ചെയ്തുകൊണ്ട് പറയാണ്. കാരണം നിങ്ങളുടെ ഹെൽത്ത് ഡൗൺ ആയാൽ നിങ്ങളെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ചുറ്റിനുള്ള എല്ലാവരും അഫക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഫിസിക്കലി നിങ്ങൾ ഡൗൺ ആയാലും, നിങ്ങൾ മെൻ്റലി ഡൗൺ ആയാലും, നിങ്ങൾ ഭയങ്കര ആങ്കർ ഇഷ്യൂസ് ഒക്കെ വന്നാലും, നിങ്ങൾ ഭയങ്കരമായിട്ട് ഡെസ്പായിട്ടിരുന്നാലും, നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ചുറ്റുമുള്ളവരെ അത് അഫക്റ്റ് ചെയ്യും. Even if it is your intimate relationship, like your cousins, your friends, your boyfriend, girlfriend, husband, wife, അങ്ങനെ പാർട്ട്ണർ എന്തും ആയിക്കോട്ടെ, എല്ലാവരും അഫക്റ്റ് ചെയ്യും. മക്കൾ ഒക്കെ ഉള്ളവരാണെങ്കിൽ മക്കളെ അഫക്റ്റ് ചെയ്യും, എല്ലാവരും അഫക്റ്റ് ചെയ്യും. നമ്മളത് അവരിലോട്ട് ആ നെഗറ്റീവ് എനർജി കൊടുക്കും. സോ റിമെമ്പർ, നെഗറ്റീവ് എനർജിക്ക് നമ്മൾ സ്ഥാനം കൊടുക്കരുത്. നമ്മൾ ഒരു എല്ലാം ലൈഫിൽ പഠിക്കുന്നവർ മാത്രമല്ല, ജോലി ചെയ്യുന്നവരാണെങ്കിലും എന്തൊക്കെ കാര്യം നെഗറ്റീവ് എനർജി വന്നാൽ ഇവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്ത് ഇതിലേക്ക് പൊക്കോട്ടെ, ഈ ചെവിയുടെ കേട്ട് ഇതിലേ പൊക്കോട്ടെ, അങ്ങനെ വിചാരിക്കാം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, റിമെമ്പർ ഹെൽത്തി ആയിട്ടിരിക്കുക. നല്ലൊരു ഹെൽത്തി ആയിട്ടിരുന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെൽത്തി ആയിട്ടിരുന്ന, ഫിസിക്കലി മെന്റലി ഹെൽത്തി ആയിട്ടിരുന്ന മറ്റുള്ളവരെ നമ്മൾ അഫക്റ്റ് ചെയ്യില്ല. മറ്റുള്ളവർക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. യു ഹാവ് ടു ബി റിയലി കെയർഫുൾ അബൌട്ട് ദാറ്റ് കേട്ടോ. പേ അറ്റൻഷൻ പീപ്പിൾ, പേ അറ്റൻഷൻ. യെസ് ഹാപ്പിയാണോ അഭിലാഷ്? ഹാപ്പിയാണ്. എനിക്ക് നിങ്ങളോടൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. Yes. Joining Adda247 scrutinized the vast syllabus and let me crack exam at one go. Great, Shamas. Yes, my health is important, ma'am. Family important ആണ്. മാമിൻ്റെ ഹെൽത്തിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി ടേക്ക് കെയർ. ഓഫ് കോഴ്സ് എനിക്കറിയാം, അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഐ നോ ദാറ്റ് യു ആർ റിയലി പേയിങ് അറ്റൻഷൻ. എനിക്കറിയാം. Yeah. Rintu ma'am's way of teaching, robbed in watching editorial session. That is great. Robbed me in. നിന്നെ ആണെങ്കിൽ എനിക്ക് പറയാം, സെൻറ്റൻസ് കറക്റ്റ് ആക്കി തരാം. Rintu ma'am's way of teaching robbed me in to watching. Robbed me in watching മതി. Robbed me in watching editorial session. That is great. ഐ എം ഗ്ലാഡ്. അതെ, നീ ഒരു ദിവസം ട്രിപ്പ് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. ട്രിപ്പ് പോയിട്ട് വന്നപ്പോൾ 2 ദിവസമായിട്ട് കണ്ടില്ലല്ലോ ഓൺലൈൻ, ഞാൻ ചോദിച്ചത് ഓർമ്മയുണ്ടോ നിനക്ക്? അപ്പം നീ പറഞ്ഞിട്ട് ഫ്രണ്ട്സുമായിട്ടൊന്ന് ട്രിപ്പ് പോയതായിരുന്നു എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? അപ്പം അല്ല, 3 കണ്ടത് കഴിഞ്ഞിട്ട് പനി എങ്ങാണ്ടായിരുന്നു കണ്ട് നീ പറഞ്ഞത്, ഞാൻ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞില്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും നിന്നെ കാണുന്നുണ്ട്, എല്ലാ ദിവസവും നീ റെക്കറൻ്റ് ആയിട്ട് നീ വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഗുഡ്. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒക്ടോജനറിയൻ ഈസ് എ കാറ്റഗറി ഓഫ് പീപ്പിൾ who needs proper care and caution. Yes. OCD ഉണ്ടോന്നോ? ഉണ്ടടാ, ചെറുതായിട്ട്. ഒരുപാട്, അതായത് ചികിത്സിക്കാൻ മാത്രം അതൊരു ക്ലിനിക്കൽ കേസ് ഒന്നും അല്ല. ബട്ട് എനിക്കറിയാം ഒരു ലിമിറ്റേഷൻ കഴിഞ്ഞ് എനിക്കൊരു കമ്പൾസീവ് ഡിസോർഡർ ഉണ്ട്, എനിക്കറിയാം. അത് ചിലപ്പോൾ മറ്റുള്ളവരെ അതെന്തോ ഞാനത് എടുത്ത് അഡ്മിറ്റ് ചെയ്യുന്നതെന്നറിയാം. ചില സമയത്ത് നമ്മുടെ കമ്പൾഷൻ മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യും. എന്നെ അനിയത്തിമാർ പറഞ്ഞു, റിന്റു നിന്റെ ഓർഡർ നീ കീപ്പ് ചെയ്തോളൂ. എന്നെ വെരി പോസിറ്റീവ്, ഞങ്ങൾ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന എൻ്റെ അനിയത്തിമാരാണ്. അവരെന്നെ ഇടയ്ക്ക് ഉപദേശിക്കും. ഐ റിയലി റെസ്പെക്ട് ദം ഫോർ ദാറ്റ്. അവർ പറയും, നിന്റെ ഓർഡർ ആണ് ഓക്കെ, നല്ലതാണ്, പക്ഷേ അത് മറ്റുള്ളവരോട് ഇൻസിസ്റ്റ് ചെയ്യരുത്. നിനക്ക് ഓർഡർ കീപ്പ് ചെയ്യണമെങ്കിൽ നീ ചെയ്തോ. ബട്ട് ഐ എം മെസ്സി. എന്നോട് അനിയത്തി പറയും, ഐ എം മെസ്സി ആൻഡ് ഐ ലൈക്ക് ഇറ്റ് ദാറ്റ് വേ. എനിക്ക് മെസ്സി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. എനിക്കൊരു ഡിസോർഡർലി ഓർഡർ ആയിരിക്കുന്ന ആളാണ് ഞാൻ. എനിക്കതാണ് ഇഷ്ടം. നീ കുറച്ചുകൂടി പെർഫെക്റ്റ് ആണ്, ആൻഡ് ദാറ്റ് ഇസ് ഗുഡ്. നീ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിനക്ക് നല്ലതാണ്. സോ റിമെമ്പർ, ദാറ്റ് ഇസ് ഗുഡ്. ബട്ട് അത് മറ്റുള്ളവർക്ക് ഇൻസിസ്റ്റ് ചെയ്യരുത് എന്ന് എന്നോട് പറഞ്ഞു. വെറുപ്പിക്കല്ലേ എന്നൊരു ദിവസത്തോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, യെസ് ഐ എം ഡൂയിങ് ദാറ്റ് എ ലിറ്റിൽ ബിറ്റ്. അപ്പോൾ ഞാനത് എപ്പോഴും കോൺഷ്യസ് ആണ്. കാര്യത്തിൽ ഞാൻ ഭയങ്കര ശ്രദ്ധ കൊടുക്കുന്ന ഒരാളാണ്. I always tell you, right? Or I always tell you to improve. Be the updated version of yourself. I always tend to update myself, and I tell my friends and students to get updated every day, each and every day. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കിയപ്പോൾ ഡിപ്പ് ഇൻ ടു എന്ന് പറഞ്ഞാൽ ഫ്രേസൽ വെർബ് ആണ്. ഇതിന്റെ മീനിങ് ഇതാണ്, റീഡ് പാസേജസ് അറ്റ് റാൻഡം. എവിടെന്നേലൊക്കെ നമ്മൾ പാസേജസ് കിട്ടുമ്പോൾ നമ്മളോട് ഞാൻ പറയാം, ബാങ്ക് എക്സാമിനൊക്കെ പഠിക്കുന്ന കുട്ടികളോടും SSC ഒക്കെ പഠിക്കുന്നവരോട് ഞാൻ പറയാം, റീഡിംഗ് കോംപ്രഹെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല റീഡിംഗ് എബിലിറ്റി കൂട്ടാൻ. അപ്പോൾ എവിടെ നിന്നൊക്കെ പാസേജ്, ഇപ്പോൾ സുപ്രീം കോർട്ടുകാരാണോ കേട്ടോ, റീഡ് പാസേജസ് അറ്റ് റാൻഡം. എവിടെന്നേലും കിട്ടുന്ന ഏതെങ്കിലും ഒരു ബുക്കിൽ നിന്നോ ജേർണലിൽ നിന്നോ നിങ്ങൾ എന്ത് ചെയ്യണം, പാസേജസ് വായിക്കാം. അത് വളരെ എന്താ പറയുക, നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഈസ് ഇറ്റ് എ ജേർണൽ? ഇഫ് ഇറ്റ് ഇസ് എ ജേർണൽ, നല്ല കാര്യം. ജേർണൽ ആണെങ്കിലും ബുക്ക് ആണെങ്കിലും നിങ്ങൾ പരമാവധി റാൻഡം ആയിട്ട് കുറച്ച് പാസേജസ് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. ആൻഡ് ഫൈൻഡ് ദ മീനിങ്, അങ്ങനെ കണ്ടുപിടിക്കുക. കുറച്ച് എക്സ്ട്രാ ടൈം ഇടാൻ നിങ്ങൾക്ക് റെഡി ആണെങ്കിൽ ഡു ഇറ്റ് കേട്ടോ. അടുത്ത ഇൻ അക്കോർഡൻസ് വിത്ത് മീൻസ് ഇൻ എ മാനർ കൺഫേമിംഗ് വിത്ത്. നമ്മൾ ഒരാളോട് കൺഫേം ചെയ്യുക, കൺഫേം അല്ല, കൺഫേം ഉറപ്പുവരുത്തുക, വെരിഫൈ ചെയ്യുക അല്ലേ, അതല്ല, കൺഫേം ചെയ്യുക, അതിനോട് കൂടി നിൽക്കുക. സോ ഇൻ അക്കോർഡൻസ് വിത്ത് മീൻസ് ഒരു ഫ്രേസാണ്. ഇൻ എ മാനർ കൺഫേമിംഗ് വിത്ത് സംബഡി ഓർ സംതിങ് എന്നാണ്. അടുത്ത റെവപ്പ് എന്ന് പറയുന്ന അർത്ഥം കുറച്ചുകൂടി ആക്റ്റീവ് ആവുക, ബി മോർ ആക്റ്റീവ്. കുറച്ച് ആക്റ്റീവ് അല്ല, നല്ല ആക്റ്റീവ് ആവുക, അല്ലെങ്കിൽ മേക്ക് സംബഡി ആക്റ്റീവ്. റെവപ്പ് ചെയ്യുക, റെവപ്പ് ദ പ്രൊഡക്ഷൻ കേട്ടില്ലേ, പ്രൊഡക്ഷൻ കുറച്ചുകൂടി ആക്റ്റീവ് ആക്കുക അല്ലെ, ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതാണ് റെവപ്പിന്റെ അർത്ഥം. 2 രീതിയിൽ പറയാം. സോ ടു ബി മോർ ആക്റ്റീവ്, ഒരാളെ സംബന്ധിച്ചിടത്തോളം റെവപ്പ് ചെയ്യുക, ഒരാളെ റെവപ്പ് ചെയ്യാന്ന് പറയാം, യു ബി റെവപ്പ് എന്നും പറയാൻ പറ്റും കേട്ടോ, ഓർത്തു വെക്കുക. Yes. I robbed her in participating in the election. That is great. On prima facie, live session seems to be interesting. Further investigation reveals it is informative too. Yes. ആണല്ലേ, ആണതിലാണ്. ഇൻട്രസ്റ്റിംഗ് ആണ്, ഇൻട്രസ്റ്റീവ് അല്ലേ. ഇൻട്രസ്റ്റീവ് എന്നൊരു വാക്കില്ല, ഇൻട്രസ്റ്റിംഗ് ആണ്. അതൊന്ന് ശ്രദ്ധിച്ചേ. അഡ്ജക്റ്റീവ്. Accused killed the victim in one go attempt. Oh yeah. My brother is going on profession as ma'am. My working on
ഗോയിങ് ഓൺ, മൈ ബ്രദർ ഇസ് ഗോയിങ് ഓൺ എന്ന് പറഞ്ഞാൽ മൈ ബ്രദർ ഇസ് കണ്ടിന്യൂയിങ് പ്രൊഫഷൻ ആസ് മാമോ. എന്നെ പോലെ അതാണോ ഉദ്ദേശിച്ചത്? മൈ ബ്രദർ അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതാണോ ബ്രദറിന്റെ അതേ ജോലിയാന്നാ? He always takes note of his parents. That's great. After an hour, the electricity went on and restarted the program. That's great. He got first rank in UPSC exam at one go. That's great. The show must go on. Yes, it must go on. അല്ലേ? ജോമി ഗുഡ് മോർണിംഗ്. 2 ദിവസം കണ്ടില്ല. ഇന്നലെ ഞാൻ ജോമിയെ കണ്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ചില ദിവസം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ജോമി, ചില ദിവസം ഇടയ്ക്ക് തട്ടിനും മുട്ടിനും വരുന്നതായിട്ട് തോന്നാറുണ്ട്. നന്ദീഷ ഗുഡ് മോർണിംഗ്. എവിടെയായിരുന്നു? ഉറങ്ങുമായിരുന്നോ? I can't go on working like this. I'm exhausted. മിഥുൻ, ഇത് നമ്മൾ പറഞ്ഞില്ല, കുറച്ചു പറഞ്ഞ സെന്റൻസ് ആണല്ലോ. യെസ്, ഐ നീഡ് എ ബ്രേക്ക് അല്ലേ? റിന്റു മാം വെന്റ് ഓൺ ഇഗ്നോറിംഗ് ഹർ ഹെൽത്ത് ടിൽ ദ ഡോക്ടർ വാണ്ട് ഹർ. സത്യം, ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു. മോളെ റിന്റു, കഴിഞ്ഞ ദിവസം മമ്മിക്ക് കാലുവേദന കാണാനായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ ഡോക്ടർ ചോദിച്ചു, പിള്ളേർക്ക് പനി കുറവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അയ്യോ ഇനി പനിയായിട്ട് ചെല്ലാൻ പറ്റില്ല, പുള്ളിക്കാരി വഴക്ക് പറയും. സം പീപ്പിൾ ഡിപ്പ് ഇൻ ടു ബൈബിൾ ഫോർ മോട്ടിവേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. യെസ്, സം പീപ്പിൾ അല്ലേ? സം പീപ്പിൾ ഡിപ്പെൻഡ്സ് ഓൺ തിങ്സ് ഓർ അതർ പീപ്പിൾ ഫോർ ഇത് തിങ്സ്. ചില സമയത്ത് മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്യും ഇതിന് വേണ്ട മോട്ടിവേഷന് വേണ്ടിയിട്ട് ഡിസിഷൻ മേക്കിംഗ്. യെസ്, ഐ ക്യാൻ ടേക്ക് മോർ ദാൻ 70 പുഷപ്പ് അല്ല പുഷപ്സ്. പുഷപ്പ് ഒറ്റ വാക്കാം, അത് വൺ വേർഡ് ആണ്. അപ്പൊ ഹൈഫനേറ്റഡ് ആയിട്ട് ഇടുക നീ, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം, ഒറ്റ വാക്കായിട്ട് കേട്ടോ. അതിന് എന്ത് കോമ്പൗണ്ട് വേർഡ് എങ്ങനെ ഇടും നീ? ഞാൻ പറഞ്ഞില്ല, കോമ്പൗണ്ട് വേർഡ് എന്നാവും ക്ലോസ്ഡ് കോമ്പൗണ്ട് ആകാം, ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് ആകും. നിങ്ങൾക്ക് ഇത് ക്ലോസ് കോമ്പൗണ്ട് ആയിട്ട് ഉപയോഗിക്കാം, ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് ആയിട്ട് ഒരിക്കലും കേട്ടോ. ഗുരുദാസ് എങ്ങനെ കൊടുക്കാം? ഐ ക്യാൻ ടേക്ക് മോർ ദാൻ 70 പുഷപ്സ് അറ്റ് വൺ ഗോ ദാറ്റ് റെഫ്സ് അപ്പ് ഇൻ ഡെയിലി ആക്ടിവിറ്റി അല്ല, റെഫ്സ് അപ്പ് ഡെയിലി ആക്ടിവിറ്റി. ഇന്ന് വേണ്ട അവിടെ കേട്ടോ. റീഡ് കെയർഫുള്ളി വൈ റീഡിങ്. ഡോണ്ട് ഡിപ്പ് ഇൻ ടു എന്ത്? ഡോണ്ട് ഡിപ്പ് ഇൻ ടു ഇറ്റ് എന്ന് കൊടുക്കുക. റീഡ് കെയർഫുള്ളി വൈൽ റീഡിങ്, ഡോണ്ട് ഡിപ്പ് ഇൻ ടു ഇറ്റ് എന്ന് കൊടുക്കുക. ഡോണ്ട് ഡിപ്പ് ഇൻ ടു ഇറ്റ്. ഇൻ ടു കഴിഞ്ഞിട്ട് ഇറ്റ് ഒബ്ജക്റ്റിൽ അല്ല, എന്താണ് പ്രിപ്പോസിഷനിൽ നിർത്തരുത്, ഇൻ ടു ഇറ്റ് കൊടുക്കാം. ഇൻ അക്കോർഡൻസ് വിത്ത് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 14 is available to all persons. Yes. We dip into books when exam days are near. Yes. I was down with fever for last 4 days, but now I rev up. Great. Yes, that's great. Sonal, my grandmother always, I do, when I say something, I really mean it, Sonal. I really mean it. My grandmother always tried alla, tries. എപ്പോഴും ട്രൈ ചെയ്യുന്നു. ഓൾവേസ് എപ്പോഴും നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ആരതി സിമ്പിൾ പ്രസന്റോടെ, പ്രസന്റ് ഇൻഡെഫിനറ്റിനോട് കേട്ടോ. ഓൾവേസ് ട്രൈസ് ടു റോബ് മീ ഇൻ ടു ബൈ കടല മിഠായി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എപ്പോഴും പറയുന്ന കാര്യം എന്താണെന്നറിയോ? അയ്യോ എനിക്ക് അപ്പോൾ മുത്തശ്ശി ഇന്നാൾ പറഞ്ഞില്ല എന്നോട്, എന്നെ ആരോ കണ്ണു വെച്ചാന്ന്. ഞാൻ ചേട്ടോട് പോയപ്പോൾ അറിഞ്ഞായിരുന്നു, എടാ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അമ്മൂമ്മ പറഞ്ഞു എന്നെ ആരോ കണ്ണു വെച്ചാന്ന് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിൽ പറഞ്ഞു. എൻ്റെ ഫ്രണ്ട്സിനോടും പിള്ളേരുടെ കാര്യമൊക്കെ ഞാൻ എൻ്റെ അനിയത്തിമാരോടും ചേട്ടോടൊക്കെ ഷെയർ ചെയ്യാട്ടുണ്ടോ. അപ്പോൾ അതെന്തായാലും കാര്യം അങ്ങനെ. അപ്പോൾ കടലമിഠായിട്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല, അമ്മൂമ്മയും ഞാൻ നമ്മൾ എന്തോ ഒരു കണക്ഷൻ, ലിങ്ക് ഓഫ് ദ ലിങ്ക് ഉണ്ട്. കടലമിഠായി ഇസ് മൈ ഫേവറേറ്റ്. എന്താ മേടിച്ചോണ്ട് പറഞ്ഞു? കടലമിഠായി മതി, എനിക്കതാ ഇഷ്ടം. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. The jackpot at one go. That's great. After big break, I go on studying and try to rev up in practicing. That's great. Yes, people rein in your negative thought. Rain is spelling shadow. Rain in R-A-I-N, rain alla. R-E-I-N. നോക്കിക്കേ, R-E-I-N. എന്താ റെയിൻ? കടിഞ്ഞാണ് പറയില്ലേ നമ്മൾ. കുതിരയുടെ കടിഞ്ഞാണ് റെയിൻസ് എന്ന് നൗൺ ഉണ്ട്. റെയിൻ ഇൻ R-E-I-N റെയിൻ ആണ്. R-A-I-N മഴ റെയിൻ ആണ് കേട്ടോ. അത് വെർബും ഉണ്ട് നൗണും ഉണ്ട്, പക്ഷെ അത് മഴ. ദാറ്റ്സ് നോട്ട് ദാറ്റ് കേട്ടോ. ഇതൊന്ന് ശ്രദ്ധിക്കണേ. പ്ലീസ് റെയിൻ ഇൻ യുവർ നെഗറ്റീവ് തോട്ട്സ്, ഇറ്റ് വിൽ എഫക്ട് യുവർ ക്യാരക്ടർ. ദാറ്റ്സ് ഗ്രേറ്റ് സെന്റൻസ്. പക്ഷേ റെയിനിന്റെ സ്പെല്ലിംഗ് മാറിയാൽ മീനിങ് മാറി കേട്ടോ. ഐ വിൽ ഗോ ഓൺ മൈ സ്റ്റഡി. ഐ വിൽ ഗോ ഓൺ മൈ സ്റ്റഡി അല്ല, ഐ വിൽ ഗോ ഓൺ മൈ സ്റ്റഡീസ്. സ്റ്റഡി തെറ്റാണ് കേട്ടോ. സ്റ്റഡീസ് ഒരു പ്ലൂറൽ നൗൺ ആണ് കേട്ടോ ഗുജോമി. ഐ വിൽ ഗോ ഓൺ മൈ സ്റ്റഡീസ്. ഐ വിൽ കണ്ടിന്യൂ മൈ സ്റ്റഡീസ്. പഠനം എല്ലാവരും വേണം അല്ലെ. മരിക്കുന്നവരെ നമ്മൾ വിദ്യാർത്ഥി ആയിരിക്കണം എന്നാണ് പറയുന്നത്. ലെറ്റ് അസ് ബി അപ്ഡേറ്റഡ് ടിൽ അവർ ഡെത്ത് എന്നാ പറയാം. ഡു യുവർ വർക്ക്, rev up. Do your work, rev up അല്ല, rev up your work കേട്ടോ. rev up your work. ഫ്രേസൽ വേർബ് അല്ലേ, അത് നമ്മൾ അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അഡ്വേർബ് ആയിട്ട് എക്സ്പ്രഷൻ ഉപയോഗിക്കില്ല കേട്ടോ ഷൈനി. ഫ്രേസൽ വേർബിനെ നമുക്ക് ഒരിക്കലും അഡ്വേർബൽ എക്സ്പ്രഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. സോ യു ക്യാൻ സേ rev up your work. അതായത് rev up your work means be more active with your work എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. I dip into Tinkle, Tintin and ബാലരമ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ ബാലരമ വായിക്കാൻ സമയം കിട്ടുന്നില്ല, എന്ത് ചെയ്യാനാ, അതിനുള്ള തിരക്കല്ലേ. ഇലക്ട്രോണിക് സെഷൻസ് റേവ്ഡ് മീ അല്ല, റെവ്ഡ്. റേവ് അല്ലടാ, സ്പെല്ലിംഗ് നോക്കിയാൽ RAVE അല്ല, REV. റെവ്ഡ് മീ അപ്പ് വെനെവർ ഐ ഫീൽ ലോസ്റ്റ്. അപ്പോൾ എപ്പോഴും ചെയ്യുന്നല്ല, വെനെവർ അല്ലേ, അപ്പോൾ അത് സിമ്പിൾ പ്രസന്റ് കൊടുക്കും. അപ്പോൾ റേവ്ഡ് മീ കൊടുക്കരുത്, ഇങ്ങനെ കൊടുക്കും. എഡിറ്റോറിയൽ സെഷൻസ് റെവ് മീ അപ്പ്. എഡിറ്റോറിയൽ സെഷൻസ് റെവ് മീ അപ്പ് വെനെവർ ഐ ഫീൽ ലോസ്റ്റ് കേട്ടോ. K9. അതെ. റെജിനെ, യെസ്. മൈ മദർ ഓൾവേസ് ടേക്സ് മീ അപ്പ് ഏർലി മോർണിംഗ് ബൈ റോപ്പിംഗ് മീ ഇൻ. കൊള്ളാം.
It's called. That's great. That's great. RAM revs up so many candidates in a good direction. Yes. Flipkart customer care service calls us after ordered something. After ordered അല്ല, after we ordered. After we, അവിടെയും we ordered വേണ്ട കൊടുക്കണ്ടടാ, അനുപ ഇങ്ങനെ കൊടുക്കാം. Flipkart customer care service calls us after we order. After we order or after ordering കൊടുത്താൽ മതി, ജറണ്ട് കൊടുത്താൽ മതി, അത് മതി. ആഫ്റ്റർ ഓർഡറിങ് സംതിങ് അത് മതി, ഓർഡേർഡും വേണ്ട, അവിടെ ഓർഡറിങ് കൊടുത്തോ, എളുപ്പം അത് അടുത്ത ക്ലോസ് കൊടുക്കണ്ട. Flipkart customer care service calls us after ordering something from Flipkart in accordance with confirming the order. Yes, life should go on. Yes, Shankar, life should go on. Le, the show must go on. ഭീകരാന്ന് സത്യം. ഗുരുദാസ് ആരാന്നാ അല്ലേ? ഗുരുദാസ് എന്നാ സുമ്മാവാ? അയ്യോ, ഞാനത് റീഡ് ചെയ്തായിരുന്നു മിഥുൻ, ഞാനത് വായിച്ചു. അതല്ല ഞാൻ പറഞ്ഞേ, ഞാൻ അത് പറഞ്ഞപ്പോൾ ഐ നീഡ് എ ബ്രേക്ക് പറഞ്ഞത്, അത് വായിച്ചു, നീ ശ്രദ്ധിക്കാഞ്ഞിട്ടാ. ഐ റെഡ് ഇറ്റ്. ഷി ഡിപ്സ് ഇൻ ടു പോട്രി ടു കാം ഹർ മൈൻഡ്. യെസ് യെസ് യെസ്, കൊള്ളാം ആണ്. ഡിപ്പ് ഇൻ ടു എ ഗുഡ് ഡിപ്പ് ഇൻ ടു എ ഗുഡ് ഹാബിറ്റ്സോ. നമ്മൾ സിംഗുലറായ കൗണ്ടബിളായ നൗൺ, സിംഗുലറായ SCN സിംഗുലറായ കൗണ്ടബിളായ നൗണിന്റെ കൂടെ മാത്രമാണ് എയും ആനും ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞ ഓർമ്മയില്ലേ, എയും ആനും നമ്മൾ ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്നത് സിംഗുലറായ കൗണ്ടബിളായ നൗണിന്റെ കൂടെ. അപ്പൊ സിംഗുലർ വേണ്ടേ? അപ്പൊ ഹാബിറ്റ്സ് പ്ലൂറൽ അല്ലേ? അപ്പൊ എന്ത് കൊടുക്കണം? എന്താണ് പ്രവി, നമ്മൾ എന്ത് കൊടുക്കണം? ഡിപ്പ് ഇൻ ടു എ ഗുഡ് ഹാബിറ്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ എവ്രി വൺ എന്ന് കൊടുക്കാം കേട്ടോ. സെൽഫ് മോട്ടിവേറ്റഡ് പീപ്പിൾ ഓൾവേസ് സേ ദംസെൽസ് ആൻഡ് റെവ്ഡ് അപ്പ് ബഡി ആൻഡ് ഓൾവേസ് മോട്ടിവേറ്റ്. ഓൾ സേ ദംസെൽസ് അല്ലേ? ഓൾ സേ ദംസെൽസ് അല്ല, ഓൾവേസ് സേ ദംസെൽസ് അല്ലല്ലോ. എന്ത് ചെയ്യും ദംസെൽസാ? ഡു ദംസെൽസ് അല്ലേ? ആൻഡ് റെവ്സ് ആൻഡ് റെവ്സ് അല്ല, റെവ്. നീ ഇത് പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ പ്രസന്റ് ടെൻസ് കൊടുക്കുന്നത് ദംസെൽഫ് അല്ലല്ല, സോറി ഒന്നുകൂടെ പറയാം. സെൽഫ് മോട്ടിവേറ്റഡ് പീപ്പിൾ ഓൾവേസ് സേ themselves rev, say themselves motivated, say themselves rev up body കേട്ടോ. The election is at the door and we have to rev up. Yes, we have to rev up what? അതോട് വേണം. We have to rev up what? Rev up എന്ത്? അതോട് കൊടുക്കണേ. We have to rev up ourselves എന്ന് കൊടുക്കുക. അതിന് ഒബ്ജക്റ്റ് വേണം. മീനിങ് ബി മോർ ആക്റ്റീവ് എന്നാണ്, പക്ഷെ അതിന് എന്ത് കൊടുക്കണം? റെവ് അപ്പ് എന്ത് എന്ന് കൊടുക്കണം. റെവ് എന്ന വേർബിന് ട്രാൻസിറ്റീവ് ആയിട്ട് ഒബ്ജക്റ്റ് വേണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണം. ആൻ അക്യൂസ് മാൻ ഹാസ് ഗോട്ട്. ആൻ അക്യൂസ് മാൻ എന്ന് പോലും വേണ്ട ഗുരുദാസെ. അക്യൂസ് ഒരു നൗണാണ് കേട്ടോ. അക്യൂസ് ഒരു നൗണാണ് കേട്ടോ, അത് മറക്കല്ലേ. ഞാനേ പഠിപ്പിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. എങ്ങനെ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അഡ്ജക്റ്റീവ് ഇറ്റ് ഇസ് മോർ ക്ലിയർലി മെൻഷൻ, അതൊരു അഡ്ജക്റ്റീവ് ആണ്, ബട്ട് നൗണും കൂടിയാണ്. ഇത് നൗണുമാണ്, അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ഇവിടെ ഞാൻ വൺ വേർഡ് ആയിട്ട് നൗൺ ആയിട്ടല്ലേ കൊടുത്തേക്കണേ. അപ്പൊ നിനക്കത് നൗൺ ആയിട്ട് ഉപയോഗിക്കാം. സോ അക്യൂസ് മാൻ വേണ്ട. അക്യൂസ് ഹാസ് നോട്ട് ഓൾവേസ് എൻഗേജ് ഇൻ ക്രൈം. സംടൈംസ് വിച്ച് ഇസ് ഗോയിങ് ഓൺ ഇൻ ക്രൈംസോ. സംടൈംസ് ഹി ഡു എന്ന് കൊടുത്തോ. സംടൈംസ് ഹി ഡസ് അത്രേ ഉള്ളൂ. അങ്ങനെ കൊടുക്കാം. മാം റെക്കോർഡഡ് ക്ലാസ് കാണാറുണ്ട് മക്കൾ സ്കൂളിൽ പോകുന്ന ടൈം. അതാണ് ജോമി. ഇറ്റ്സ് ഓക്കെ. ഞാൻ ചുമ്മാ അന്വേഷണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഐ എം റിയലി ഗ്ലാഡ്. താങ്ക് യു. ഡു യു ബിലീവ് യു ആർ ആക്ടിംഗ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊഫഷണൽ എത്തിക്സ്? Great. That's it. The prosecutor goes on with his arguments before the court for getting bail for the accused. Great. After having a tea, I revved up. That is great. അത് കൊള്ളാം കേട്ടോ. ടീക്ക് ശേഷം I revved up. I am revved up. അല്ല, I am revved up. ഞാൻ പറഞ്ഞല്ലോ, പാസീവായിട്ട് ഉപയോഗിക്കുമ്പോൾ ട്രാൻസിറ്റീവ് വെർബ് ഇൻട്രാൻസിറ്റീവ് ആവും. സോ ഇങ്ങനെ പറയാം, I am revved up. ഞാൻ revved up ആയി. I am active ആയി കേട്ടോ. I am revved up കൊടുക്കണേ, പാസിവൈസേഷൻ കൊടുക്കണേ. അശ്വതി, I usually dip into textbooks just before exam. കൊള്ളാം. Most of the students pass your exam at one. Passed her exam, so passed their exam. Most of the students, plural അല്ലേടാ. അപ്പോൾ അനുപേ, their exam at one go. The athletes got revved up after injecting drugs. Okay. The accused persons in that crime is actually innocent. Accused persons accused എന്ന് പറഞ്ഞാലും മതി കേട്ടോ. ഒരു പേഴ്സൺസും കുഴപ്പമില്ല, തെറ്റൊന്നുമില്ല. He is the prime accused in this case. Great. Moving on പിള്ളേരെ. അപ്പോൾ നമ്മുടെ കോഴ്സുകൾക്കൊക്കെ 17% ഡിസ്കൗണ്ട് ഉള്ളവരെ മറക്കണ്ട. എൻ്റെ കൂപ്പൺ കോഡ് മറക്കണ്ട. കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 17% ഡിസ്കൗണ്ട് ഉള്ള എല്ലാ കോഴ്സും അവൈൽ ചെയ്യാൻ പറ്റും. Y314 എന്ന കോഡാണ് എൻ്റെ കോഡ്. അപ്പോൾ സുപ്രീം കോടതിയുടെ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞല്ലോ, 3150 രൂപയ്ക്ക് നിങ്ങൾക്ക് സുപ്രീം കോടതിയുടെ ക്ലാസ്സുകൾ കിട്ടും. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസും അവൈലബിൾ ആണ്, ഇ ബുക്കും അവൈലബിൾ ആണ്. കൂടാതെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവും അതുപോലെ ഒബ്ജക്റ്റീവ് ക്ലാസ്സുകളും നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ധൈര്യമായിട്ട് ക്ലാസ്സിൽ കൂടാം. ഇനി ജോയിൻ ചെയ്യാനുള്ളവർ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ആർക്കെങ്കിലും പഠിക്കുന്നുണ്ട്, സെൽഫായിട്ട് പഠിച്ചിട്ട് മോട്ടിവേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങ് മുന്നോട്ട് നീങ്ങുന്നില്ല എന്ന് തോന്നുകയാണ്, അവർക്കൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ക്ലാസ്, സുപ്രീം കോടതി അസിസ്റ്റന്റ് ക്ലാസ്സുകൾ കേട്ടോ. അപ്പോൾ ടോപ്പേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറയാം. ജൂലൈ 14 സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ നമുക്ക് റെക്കോർഡ് അവൈലബിൾ ആണ്. പിന്നെ അത് ഇപ്പോൾ ലൈവിലും പൊയ്ക്കൊണ്ടിരിക്കും. ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകളല്ലേ, അതിന്റെ റെക്കോർഡും അവൈലബിൾ ആണ്. സോ 2, 5 and 8 ഈ ടൈമുകളിലാണ് 1.5 മണിക്കൂറിന് 3 ക്ലാസ്സുകൾ പോവുക. അതുപോലെ SSCയുടെ കംപ്ലീറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് അറിയാമല്ലോ.
250, 350 250 എനിക്ക് ഓർമ്മ, 250 എൻ്റെ വിശ്വാസം. 250 നമ്മുടെ കോഴ്സ് ഫീ, ഇത്രേ ഉള്ളൂ നമ്മുടെ കോഴ്സ് ഫീ. അപ്പോൾ കംപ്ലീറ്റ് ആണ് ഓർത്തോണം. CGL, CHSL, MTS അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമുക്ക് അത്യാവശ്യം എല്ലാം തന്നെ SSCയുടെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ജൂലൈ 1 മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ ദിവസവും ഇല്ല, മൺഡേസ്, വെൻസ്ഡേസ്, ഫ്രൈഡേസ് ആൻഡ് സാറ്റർഡേസ് ആണ്. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വരെ SSCക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ഡിഗ്രി പഠിച്ചുകൊണ്ട് ഡിഗ്രി ലെവലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കിയവരാണ്, PSCക്ക് പഠിക്കാൻ പറ്റുന്നവർക്ക് എന്തായാലും SSCക്ക് നോക്കാൻ പറ്റും. കുറച്ചുകൂടി അഡ്വാൻസ് ലെവലാണ്. SSC പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതിലേക്കും തിരിയാം. ബാങ്കിലേക്ക് തിരിയാൻ വേണമെങ്കിൽ, ഇൻഷുറൻസിലേക്ക് തിരിയാൻ വേണമെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ. കാരണം SSC എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് സാധനമാണ്. മാത്തൊക്കെ അഡ്വാൻസ് മാത്തിന് വേണ്ടി ക്ലാസ്, ഗ്രീഷ്മ മിസ്സിൻ്റെ ക്ലാസ് ഇല്ലേ, അത് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം എടുക്കുക. കാരണം അഡ്വാൻസ് മാത്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തും PSCയിലോട്ട് തിരിയാം, സുപ്രീം കോടതിയിലോട്ട് തിരിയാം, ബാങ്കിൽ തിരിയാം, എല്ലാത്തോടും തിരിയാം. അതൊരു വലിയൊരു മദർ സാധനം എന്ന് പറയില്ലേ, റൂട്ടാണ് ഈ സാധനം. ഇതിന് നമുക്ക് എങ്ങോട്ട് വേണം തിരിയാം. സോ 3 and 6:30 ആണ് ടൈം. നമുക്ക് 1.5 മണിക്കൂറിൻ്റെ 2 ക്ലാസ്സുകളാണ്. എല്ലാ ദിവസവും മൺഡേ, ഫ്രൈഡേ, വെൻസ്ഡേ ആൻഡ് സാറ്റർഡേ ആണുള്ളത് കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങൾ റിവൈസ് ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വാക്ക് നോക്കാം. ഒരുപാട് വാക്കുകളുണ്ട്. ഓക്കെ, ടെനബിലിറ്റി. ടെനബിലിറ്റി എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റബിലിറ്റി, ഡിഫെൻസിബിലിറ്റി, ജസ്റ്റിഫയബിലിറ്റി. ടെനബിൾ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. അതിൻ്റെ ടെനബിലിറ്റി അല്ലേ, ടെനബിൾ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ്, ടെനബിലിറ്റി എന്ന് പറയുന്നത് നൗൺ. മറക്കണ്ട, പാർട്സ് ഓഫ് സ്പീച്ച് എപ്പോഴും അറിഞ്ഞിരിക്കുക. ടെനബിലിറ്റി. അപ്പോൾ ITY എന്ന വാക്ക് കാണുമ്പോൾ തന്നെ ഓർത്തോണം അല്ലേ. TY വാക്കുകൾ, പോളിറ്റി ഞാൻ പറഞ്ഞിട്ടില്ല, സിൻസിയറിറ്റി അല്ലെ, അക്സെപ്റ്റബിലിറ്റി, അക്കൗണ്ടബിലിറ്റി എന്നൊക്കെ പറയുന്ന സാധനം എല്ലായിടത്തും TY ഉണ്ടോ. അക്സെപ്റ്റബിലിറ്റി, ഡിഫെൻസിബിലിറ്റി, ജസ്റ്റിഫയബിലിറ്റി ഒക്കെ ഉണ്ടോ. ഇതൊക്കെ TY വാക്കുകളാണ്. TY വാക്കുകൾ കണ്ട ഓർത്തോണം, ദാറ്റ് ഈസ് എ നൗൺ എന്ന്. അടുത്ത് അറെയിൻ. അറേഞ്ച് അല്ല, അറെയിൻ ആണ്. ARRAIGN, അറെയിൻ. ആദ്യമായിട്ട് പറയുന്നത് ഇറ്റ്സ് എ ഫോമൽ വേർഡ്. ഇൻഡിക്റ്റ് ചെയ്യുക, പ്രോസിക്യൂട്ട് ചെയ്യുക, സൂ ചെയ്യുക, സമൺ ചെയ്യുക. ഇതിലൊരു വൺ വേർഡ് ആയിട്ട് പറയുകയാണെങ്കിൽ കോൾ സംബഡി, വൺ വേർഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് അർത്ഥം. കോൾ ഓർ സമ്മൺ സംബഡി ടു കോർട്ട്. കോർട്ടാണ് വിളിക്കുന്നത്. ടു ഹിയറിംഗ് ഓഫ് എ ക്രൈം. ഒരു ക്രൈം നിങ്ങൾ കമ്മിറ്റ് ചെയ്തു എന്നതുകൊണ്ട് അക്യൂസ്ഡ് ആണ് ഇപ്പം. അപ്പോൾ നിങ്ങൾ അക്യൂസ്ഡ് ആയതുകൊണ്ട് ആ ക്രൈമിന്റെ ഹിയറിംഗിന് വേണ്ടിയിട്ട് നിങ്ങളെ കോർട്ടിലോട്ട് വിളിക്കില്ലേ. അപ്പം നിങ്ങളുടെ മേലെ കുറ്റം ആരോപിക്കപ്പെട്ടുണ്ട്. അതുകൊണ്ട് അതിന് വൺ വേർഡ് ആയിട്ട് നിങ്ങൾക്ക് കോളർ സമ്മൺ, നിങ്ങളെ വിളിക്കുവാണ്, നിങ്ങൾക്ക് വിളിക്കപ്പെടുകയാണ്. അതിനെയാണ് അറേഞ്ച് ചെയ്യപ്പെടുക എന്ന് പറയാം. അതിന് ഇൻഡിക്റ്റ് ചെയ്യുക, പ്രോസിക്യൂട്ട് ചെയ്യുക, സൂ ചെയ്യുക, സമ്മൺ ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. കൊടുത്തു വെച്ചോളാം. അതാണ് ഞാൻ വേർബും അതുപോലെ വൺ വേർഡിന്റെ മീനിങ് കൂടെ പറഞ്ഞു തന്നെ. അടുത്ത ആദ്യമായിട്ട് പഠിക്കുന്ന വാക്കുവാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ആദ്യമായിട്ട് പഠിക്കുന്ന വാക്കുകൾ ഇങ്ങനെയുള്ള വാക്കുകൾ കണ്ട ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം, നമുക്ക് ആവശ്യം വരും. അതുകൊണ്ടാണ് അറെയിൻ. അടുത്ത വാക്ക് നോക്കിയോ, ഓവർത്രോ. ഓവർത്രോ ചെയ്യുന്ന പറഞ്ഞാൽ അറിയാലോ, റിമൂവ് ചെയ്യുക ഒരാളെ. അതും ഒരു ചെയറിൽ നിന്നല്ലേ, ഒരു കസേരയിൽ നിന്ന്, ഒരു പ്രൊഫഷനിൽ നിന്ന്, ഒരു ജോലിയിൽ നിന്ന് ഒരു പുറത്താക്കുക എന്നല്ല, ഒരു സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക. അതിനെയാണ് ഓവർത്രോ ചെയ്യുക പറയുക. ബ്രിങ് ഡൗൺ, ടോപ്പിൾ, ഡിപ്പോസ് അല്ലെങ്കിൽ ഔസ്റ്റ് പഠിച്ചിട്ടുണ്ടല്ലേ. ഈ ഓവർത്രോ ചെയ്യുന്ന പറഞ്ഞാൽ എടുത്തോട്ട് വാരി അടുത്തെറിയുക, അതാണ് ഓവർത്രോ അല്ലെ. ഓവർ ദ കിങ്ഡം, ഓവർ ദ മൊണാർക്കി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് റൂൾ ഒക്കെ. അടുത്ത ഇന്ററിം, കേട്ട് പരിചയമുണ്ടല്ലോ. ഇന്ററിം പ്രസിഡന്റ്, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗൺ ആയിട്ടും പറയും, അഡ്ജക്റ്റീവ് ആയിട്ടും പറയും. ഇന്ററിം എന്ന് പറഞ്ഞാൽ ഇന്റർവെൽ അല്ലെങ്കിൽ മീൻ ടൈം. അപ്പോൾ ഇന്ററിമിന്റെ എന്താണ് അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ, എന്താ, പ്രൊഫഷണൽ അല്ലെങ്കിൽ ടെമ്പററി പഠിച്ചിട്ടുള്ള അല്ലെ. ഇതൊക്കെ നമ്മൾ സ്ഥിരം പഠിക്കുന്നതാണ്. ഇത് നിങ്ങൾ ഓർത്താൽ മതി. ഇത് റിവിഷൻ മാത്രമാണ്. റിപ്പറ്റീഷൻ വരുന്ന വാക്കുകളൊക്കെ റിവിഷൻ ആയിട്ട് നോക്കിയാൽ മതി. ഒരുപാട് സമയം ഞാൻ അതിനുവേണ്ടി കളയുന്നില്ല. ഇന്നലെ പഠിച്ച വാക്ക് വീണ്ടും അലിഗേഷൻ. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അലജി ചെയ്യുക, കേട്ടിട്ടില്ലേ? അലജി ചെയ്യുക കേട്ടിട്ടുണ്ടല്ലോ. അലജി എന്ന് പറഞ്ഞാൽ അതിന്റെ വേർബാണ്. ഇന്നലെയും പറഞ്ഞു, അലജിയെ ക്ലെയിം ചെയ്യാൻ തന്നെയാണ്. ആ സാധനത്തിന്റെ അലിഗേഷൻ നൗൺ ആണ്. ക്ലെയിം അല്ലെങ്കിൽ അസേർഷൻ അല്ലെങ്കിൽ ഡിക്ലറേഷൻ, ആർഗ്യുമെന്റ് എന്നൊക്കെ പറയാം അല്ലെ. അലിഗേഷൻ, അവന്റെ അലിഗേഷൻ ഇതായിരുന്നു, അവന്റെ ആർഗ്യുമെന്റ് ഇതായിരുന്നു എന്നൊക്കെ പറയില്ലേ, ആ സാധനം കേട്ടോ. അലിഗേഷൻ ഉള്ള കാര്യം മറക്കണ്ട കേട്ടോ, ഓർത്ത് വെച്ചോളാം. ലെറ്റ്സ് മൂവ്. അപ്പോൾ അടുത്തോട്ട് നോക്കാം പിള്ളേരെ. യെസ്, സിറ്റിസൺസ് മസ്റ്റ് ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. യെസ്, ഫ്രണ്ട്സ് റോപ്ഡ് ഹെർ ഇൻ ടു റവപ്പ്. എന്ത് റവപ്പ്? എന്ത്? സോനിലെ റവപ്പ് അതിന്റെ ഒബ്ജക്റ്റ് വേണം. എന്താണ് റവപ്പ്? സ്റ്റഡീസ്, റവപ്പ് ഹെർ ആറ്റിറ്റ്യൂഡ് അല്ലെ, ഇംപ്രൂവ്, കുറച്ചൊരു ആറ്റിറ്റ്യൂഡിനോട് ആക്റ്റീവ് ആക്കാൻ. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് കൊടുക്കുക കേട്ടോ. ആർതി വെന്റ് ഓൺ ഡൂയിങ് ഔട്ട്, ഡോളിങ് ഔട്ട് കടലമിഠായി ടു ഗ്രാൻഡ് മദർ ഈവൻ ദോ ഷി വാസ് വോൺ ബൈ ഡോക്ടർ. അത് തന്നെ അല്ലേ. Accused of robbery. Great. Rintu ma'am wrapped up editorial class after fever. Yes.
SSC GD എക്സാം പറ്റിയ ക്ലാസ് ഉണ്ടാവും. GD നമുക്കല്ലേ നമുക്ക് നോക്കാം. അത് ഞാൻ ഓൾറെഡി കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. SSC നമ്മളിപ്പോൾ പ്രോപ്പർ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പം ബേസ് കവർ ചെയ്യപ്പെടണമെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഷാഡോ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ഷാഡോയുടെ പേരെന്താ? ഷാഡോ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ. ഷാഡോ K9 സ്ക്വാഡ് എന്താ ശരിക്കുള്ള പേര്? ക്യാൻ യു ടെൽ മീ? ക്യാൻ യു റിവീൽ യുവർ ഐഡന്റിറ്റി? I mean name. As prime facie, he was considered at first accused in as first accused in that crime. That's great, Shiny. One's good attitude to be one is good, alle. One is good attitude. One's oralde good attitude be robbed. One's good attitude is to be robbed. ഒന്നെങ്കിൽ is to be, must be, എന്ത് കൊടുക്കാം? നിനക്ക് കൊടുക്കാം. എങ്ങനെ കൊടുക്കടാ? വെറും ബി കൊടുക്കരുത്. അവിടെ ഒരു മോഡൽ ഓക്സിലറി വേർബ് കൊടുത്തു. അപ്പോൾ സെറ്റ് ആവും. One's good attitude must be robbed in, should be robbed in others deed. അങ്ങനെ കൊടുക്കാം കേട്ടോ. ഡോയിങ് ഔട്ട് മീനിങ് എന്താണ്? ഡോൾ ഔട്ട് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതാണ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത ഡോൾ ഔട്ട്. DOLE ഡോൾ ഔട്ട് അല്ലേ? ഷമ്മാസ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. ഷമ്മാസിന്റെ ഏറ്റവും വലിയൊരു ഗുണം ഞാൻ പറയട്ടെ പിള്ളേരെ. ഷമ്മാസ് പഴയ പഠിച്ച വാക്കുകൾ എപ്പോഴും പുതിയൊരു വേർഡ് ഇരുന്ന ആ സെന്റൻസിന്റെ കൂടെ ഇട്ടിട്ടേ കൊടുക്കുള്ളൂ. ഷമ്മാസും വിനു അങ്ങനെ തന്നെയാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. ഷമ്മാസും വിനു എടുക്കുമ്പോൾ പരമാവധി അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെ പഠിച്ച ഫ്രേസൽ വേർബും നേരത്തെ പഠിച്ച വേർഡ്സും ഉപയോഗിച്ചുകൊണ്ട് തന്നെ സെന്റൻസ് ഫ്രെയിം ചെയ്യും. അപ്പോൾ യു ക്യാൻ സീ ദാറ്റ് സ്റ്റാൻഡേർഡ് ഇൻ ദാറ്റ് വേർഡ്. ആ സെന്റൻസിലും യു ക്യാൻ സീ ദാറ്റ് വേർഡ്. പിന്നെ പുതിയ വേർഡ് ആ സെന്റൻസിൽ ഇട്ട് കൊടുക്കും. അങ്ങനെ ഒരു പ്രോപ്പറായിട്ട് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ ഇൻവെസ്റ്റിംഗ് ദർ ടൈം ആൻഡ് എഫേർട്ട് ഫോർ ദാറ്റ്. അതിന് ഐ റിയലി അപ്രിഷിയേറ്റ് യു ബോത്ത്. വിനുവിനെ ആണെങ്കിലും ഷമ്മാസിനെ. വിനു ഇപ്പോൾ ലൈവിലില്ല, എന്നാൽ പോലും ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്ത ആളാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണം പിള്ളേരെ. ആക്സെപ്റ്റ് ഡിഫെൻഡ് ഓപ്പോസിറ്റ് പോലെ ആകൂലേ? ഇല്ലില്ല. ഡിഫെൻഡ് ചെയ്യാന്ന് വെച്ചാൽ പ്രൊട്ടക്ട് ചെയ്യുക. ഡിഫെൻഡിന് വേറൊരു അർത്ഥം ഇല്ലടാ. ഡിഫെൻഡിന് എന്താ എഗൻസ്റ്റ് ആയി? ആ ഡിഫെൻഡ് അല്ലല്ലോ. ഡിഫെൻഡ് രണ്ടർത്ഥമുണ്ട് ശങ്കറെ. ഒന്നെന്താ, ഒരു ഐ ഡിഫെൻഡ് മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഐ പ്രൊട്ടക്ട് മൈ ഒപ്പീനിയൻ. ഞാൻ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഡിഫൻസ് മിനിസ്ട്രി. നീ ഒന്ന് ആലോചിക്കും. നമ്മുടെ ഡിഫൻസ് സെക്ഷൻ എന്തിനാ? നമ്മുടെ കൺട്രി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയില്ല. ആം ഫോഴ്സിലെ ഡിഫൻസ് എന്തിനു വേണ്ട? പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയില്ല. അപ്പം മനസ്സിലായോ നിനക്ക്? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിഫൻസ്, നമുക്ക് നമ്മളെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും, നമ്മളെ ഡിഫൻസ് ചെയ്യാൻ, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആയുധം. മനസ്സിലായോ? He was arraigned on charge of murder. Okay, the terribility of the firm recently acted by Kunjako Boban is raised by an attractive tagline. Yes, അല്ലേ? ഇന്ന് താൻ പോയി കേസ് കൊടുക്കുക അല്ലേ? ഫസ്റ്റ് ടൈം ആണ് ഇന്ററാക്റ്റീവ് സെഷൻ. നൈസ് ക്ലാസ് ആണോ? താങ്ക് യു സോ മച്ച്. കൊള്ളാം. Human beings are said to be programmed to be lazy and should rev up ourselves. Yes. Human beings അപ്പോൾ ourselves കൊടുക്കരുതേ എന്ന് കൊടുക്കണം. And should rev up themselves. നീ ഹ്യൂമൻ ബീങ്സ് എന്നൊരു തേർഡ് പേഴ്സണെ കൊടുക്കുന്നത് കൊണ്ട് അവിടെ തേർഡ് പേഴ്സൺ തന്നെ റിഫ്ലെക്സീവ് പ്രോനൗൺ കൊടുക്കണം കേട്ടോ നന്ദിഷ. അപ്പോൾ എന്ത് കൊടുക്കണം? themselves കൊടുക്കുക. എനിക്കൊരു സന്തോഷമുള്ള കാര്യം കൂടെ പറയട്ടെ നന്ദിഷ. സാധാരണ നീ ക്ലാസ്സുകൾ വരുമ്പോൾ വല്ലപ്പോഴും നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ വരുമ്പോൾ മാത്രമേ നിന്നെ കാണാറുള്ളായിരുന്നു. ഇപ്പം നിന്നെ റെഗുലർ ആയിട്ട് നമ്മുടെ എഡിറ്റോറിയൽ സെഷൻ കാണുമ്പോൾ ഐ റിയലി ഫീൽ സോ ഹാപ്പി. ഞാനത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിച്ചു, നന്ദിഷിന് ഇപ്പം എന്നും നമ്മുടെ റെഗുലർ ആയിട്ട് എഡിറ്റോറിയൽ സെഷനിൽ വരുന്നുണ്ടല്ലോ എന്ന്. President was overthrown through impeachment. Great. Studying of SSC will be a turning point of view for you in case you want to try state exam. സത്യം കേട്ടോ. SSC പഠിച്ചാൽ ബ്രോഡർ ആയിട്ട് പഠിക്കാം. എവിടേക്ക് വേണം തിരിയാം നമുക്ക്. ഇറ്റ്സ് ലൈക്ക് എ ബിഗർ ട്രീ. എന്നിട്ട് ബ്രാഞ്ചിലോട്ട് നിങ്ങൾക്ക് തിരിയാം കേട്ടോ. The manager overthrowed അല്ല overthrew പാസൻസ് എന്താ? overthrew ത്രൂ അല്ലേ? അപ്പൊ തേർഡ് വൺ എന്താ? ഇത് V2. അപ്പൊ തേർഡ് വൺ overthrown. മാർക്കല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. സ്പോക്ക് എന്നല്ലേ? അതുപോലെ V2 V3 ഒക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. തെറ്റരുത്. നമ്മുടെ V1 V2 V3 തെറ്റിയാൽ തന്നെ നമ്മുടെ എത്ര മാർക്ക് പോകുന്നു അറിയാം. അതാ വേർബൽ ഫോം ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്നത്. എൻ്റെ എല്ലാ ക്ലാസ്സിലും ഇംഗ്ലീഷിൻ്റെ എല്ലാ ക്ലാസ്സിലും ഞാൻ വേർബ്സ് എന്നൊരു ചാപ്റ്ററിൽ പ്രൈമറി ഓക്സിലറീസ് പഠിപ്പിക്കാതെ വിടില്ല. എന്തുകൊണ്ടാണ്? പ്രൈമറി ഓക്സിലറീസ് ബേസിക്സാണ്. നിങ്ങൾ ഏതൊരു ഗ്രാമർ ക്ലാസ്സിൽ ചെന്നാലും നിങ്ങളെ പ്രൈമറി ഓക്സിലറീസ് പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, അത് ഭയങ്കര അത് അവിടെ ഒരു ഡെഫിഷ്യൻസിയാണ്. കാരണം നിങ്ങളെ കഥ അറിയാതെ ആട്ടാടും അപ്പോൾ നിങ്ങൾ ചെയ്യുക. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഞാൻ എപ്പോഴും ഓർക്കും. പഠിപ്പിക്കുമ്പോൾ അത് ക്ലീൻ ആയിട്ട് പഠിപ്പിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഐ തിങ്ക് യു ഗെറ്റ് ഇറ്റ്. ഐ ഗെസ് കേട്ടോ. അപ്പൊ അനഘ overthrowed അല്ല overthrew കേട്ടോ. Policeman tried to arraign him as accused even though he's not guilty. All right. Distribute. Yes, dole out. Yes. She overthrew her manager post after bearing a lot. Tenability of former Indian President APJ Abdul Kalam is invincible. Great, you're great. Allegation must be proved without any doubt because the benefits of doubts is given to the accused. Great. The officer arraigned to report why the holes in road is not overthrew. Not overthrew allalo. Why the holes in the road is not overthrown. അവിടെ പാസിവൈസേഷനാ. ഈസ് നോട്ട്. ബിയുടെ കൂടെ V3 കൊടുക്കുള്ളൂ. overthrew അല്ല, overthrown. പ്രവീണ, the holes in the road is not overthrown എന്ന് കൊടുക്കണം. താങ്ക് യു സോ മച്ച്. ഐ എം റിയലി ഓണേർഡ്. കേൾക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട് ഞാൻ കാരണമാണ്, പക്ഷെ ഞാൻ കാരണമല്ല. ഐ എം ജസ്റ്റ് എ മീഡിയേറ്റർ. എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും ഷമാസേ? നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരാൻ പറ്റും. ഇങ്ങനെ ചെയ്യണേ. എത്ര പേര് ഇതിൽ ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നീ എടുക്കുന്ന എഫേർട്ട് അല്ലേ?
അപ്പം ഞാനിപ്പോഴും നാളെ പറഞ്ഞു, മനു പറഞ്ഞേ മിസ്സും റിജിൻ സാറും ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഇത് ക്രാക്ക് ചെയ്യാൻ. അപ്പം ഞാൻ പറഞ്ഞേ ക്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു എന്തുകൊണ്ടാ? അവൻ അത്ര നല്ലൊരു സ്റ്റുഡൻ്റ് ആണ്. മനു നല്ലൊരു സ്റ്റുഡൻ്റ് ആണ്. ഇപ്പം മനു ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണ്. ഇപ്പം ഹീസ് നോട്ട് മൈ സ്റ്റുഡൻറ് എന്നിപ്പോൾ ഞാൻ പറയാം. ഹി വാസ് മൈ സ്റ്റുഡൻറ്. അവൻ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പം ഹീസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മീ. എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. ഹീസ് മൈ ഫ്രണ്ട്, ഒരു ഗുഡ് ഫ്രണ്ടാണ്. ഞങ്ങൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കും മനു. കാരണം അവന് വേണമെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാതിരിക്കാമായിരുന്നു. പക്ഷേ ഹി യൂട്ടിലൈസ്ഡ് അസ്. കറക്റ്റായിട്ട് അവൻ ഉപയോഗിച്ചു. എവിടെ ഉപയോഗിക്കണോ, അവന് ഡൗട്ട്സ് വരുമ്പോൾ, അവന് മോട്ടിവേഷൻ ലാക്ക് ചെയ്യുമ്പോൾ അവൻ ഉപയോഗിച്ചു. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എത്ര പേര് നമ്മളെ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഏറ്റവും വൃത്തിയായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങളെ അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ടീച്ചേഴ്സിനെ കൊണ്ട് ഗുണം ഉണ്ടാവുക. അല്ലാതെ എനിക്കിപ്പോൾ ഞാനിപ്പോൾ വലിയ ആനയാണ് ചേനയാണ് മാനയാണ് ഒക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തുകൊണ്ടാണ്? അവിടെ ഞാൻ എന്തൊക്കെ ചെയ്താലും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളത് ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിന് ഫ്രൂട്ട്ഫുൾ ആവുക. അപ്പോഴാണ് അത് പ്രൊഡക്റ്റീവ് ആവുക. അപ്പോഴല്ലേ ഒരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നാ. അപ്പം ഞാനൊരു പാല വിട്ട് വന്നിട്ട് നിങ്ങളത് ഉപയോഗിക്കാതിരിക്കണം, ആ പാല അവിടെ കെട്ടിപ്പിട്ട് ഇങ്ങനെ കിടക്കും അല്ലേ? അതിങ്ങനെ വെറുതെ ചീത്തയായിട്ട് ആരും ഉപയോഗിക്കാതെ കിടക്കും. പക്ഷെ നീ ആ പാല ഉപയോഗിച്ചു, നീ ആ പാലത്തിലൂടെ കയറി നടന്ന് നീ എന്നെ കോൺടാക്ട്, എപ്പോഴും യു ആർ ഇൻ കോൺസ്റ്റന്റ് ടച്ച് വിത്ത് മീ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. ഡൗട്ട് തോന്നി നീ അപ്പം എനിക്ക് മെസ്സേജ് അയക്കും. ഐ എം സോ ഗ്ലാഡ്. ഷമ്മാസ് ഒരു മെസ്സേജ് അയക്കുമ്പോൾ അയ്യോ ശല്യം എന്നല്ല ഞാൻ ചിന്തിക്കുക. ഞാൻ ഓ ഡൗട്ട് വന്നു ഷമ്മാസിന്, അപ്പോൾ ഹീസ് വർക്കിംഗ്. അവൻ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവൻ ട്രൈ ചെയ്യുന്നുണ്ട്, എന്തോ പഠിച്ചിട്ടുണ്ട്. സോ ഹീസ് ആസ്കിങ് മീ. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഐ റിയലി റെസ്പെക്ട് യു ഫോർ ദാറ്റ്. അത് നിന്റെ എഫേർട്ടാണ്. ഐ എം ജസ്റ്റ് ഗിവിംഗ് യു 20%, 80% നിന്റെ എഫേർട്ടാണ്. സോ ഡോണ്ട് ലിമിറ്റ് യുവർ സെൽഫ്, അല്ലെങ്കിൽ ഡോണ്ട് എന്താ പറയുക, നീ ഒരുമാതിരി താഴ്ത്തി കെട്ടണ്ട. നീ തന്നെയാണ്, യു ആർ ദ ഹീറോ കേട്ടോ. അതിൽ ഞാൻ ഒരിക്കലും ആ ഒരു ക്രെഡിറ്റ് ഒരിക്കലും വേണ്ട. ഐ ഡോണ്ട് ഡിസേർവ് ദാറ്റ് ക്രെഡിറ്റ് കേട്ടോ. Just ഒരു 20%, that's it. അത്ര ഞാൻ ഹെൽപ്പ് ചെയ്തു, that's it. Imran Khan was overthrown like every other Pakistan's prime minister. Great, yes. Tenability is an important thing while we are entering into a contract. Yes, accused got the interim bail. കൊള്ളാം. If I doesn't work, I doesn't അല്ലനീന, ഐയുടെ കൂടെ എപ്പോഴും പ്ലൂറൽ. ഐക്ക് ആകെ റിസർവ്ഡ് ആയ രണ്ട് കാര്യം ആമും പിന്നെ ബി ഫോമുലേഷനിലെ പാസ്റ്റ് ടെൻസ് വാസും ആണ്. ബാക്കി എല്ലാത്തിലും ഐയുടെ കൂടെ പ്ലൂറില്ല. അപ്പം എന്ത് കൊടുക്കണം? അപ്പം ഡു എന്ന് പറയുന്ന ആക്ഷൻ വേർബാ. അപ്പം എന്ത് കൊടുക്കണം? ഇഫ് ഐ ഡോണ്ട് വർക്ക് എഫിക്കസി അല്ല, എഫിക്കസി നൗണാ, എഫിക്കസി പ്രൊഡക്ടിവിറ്റിയാ, അതല്ല എഫിക്കസി അല്ല. ഇഫ് ഐ ഡോണ്ട് വർക്ക് എഫിഷ്യൻ്റ്ലി, അതാണ് എഫിഷ്യൻ്റ്ലി, ഇഫക്റ്റീവ്ലി, എഫിഷ്യൻ്റ്ലി ഇങ്ങനെയുള്ള കൊടുക്കാം. ഇഫ് ഐ ഡോണ്ട് ഡസൻ്റ് അല്ലേ നീന, ഇഫ് ഐ ഡോണ്ട് വർക്ക് എഫിഷ്യൻ്റ്ലി ദ മാനേജ്മെന്റ് will overthrow me. The management will or the management overthrows me. രണ്ട് മാനേജ്മെന്റ് സിംഗുലർ അല്ലേ? അപ്പോൾ പ്രസന്റ് ടെൻസ് കൊടുക്കണമെങ്കിൽ overthrows me കൊടുക്കുക, അല്ലെങ്കിൽ എന്താ ഫ്യൂച്ചറിൽ കൊടുക്കണമെങ്കിൽ will overthrow me കൊടുക്കുക കേട്ടോ. നീന നമ്മൾ എന്താണ് വേർബിന്റെ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഇത് പേടിക്കണ്ട, നമ്മളിത് പഠിപ്പിച്ചു തരാം. ഞാൻ പ്രൈമറി ഓക്സിലേഴ്സ് പഠിപ്പിച്ചു തരാം. ഇഫ് ഐ ഡോണ്ട് വർക്ക് എഫിഷ്യൻ്റ്ലി the management will overthrow me, അല്ലെങ്കിൽ the management overthrows me കേട്ടോ. രണ്ടും കൊടുക്കാം. അലിഗേഷൻ എന്നതിന് ആരോപണം എന്ന് മീനിങ് ഇല്ലേ? ആണ്. അതാ ഞാൻ പറഞ്ഞ ആരോപണം, അസേർഷൻ, ക്ലെയിം. ആരോപണം തന്നെയല്ലേ ക്ലെയിം? പ്രവീണ ക്ലെയിം ആരോപണം അത് തന്നെ. ആർഗ്യുമെന്റ് എന്നും പറയും. ആണ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആർഗ്യുമെന്റ്, ഞാൻ പുട്ട് ഫോർവേഡ് ചെയ്യുന്ന എൻ്റെ ക്ലെയിം, അതാണ് എൻ്റെ ആരോപണം, അതാണ് ആർഗ്യുമെന്റ്. സം ഇയേഴ്സ് ബാക്ക് തെറ്റ്. ഞാൻ ഇന്നാൾ പറഞ്ഞു എഗോ ബിഫോർ പോലെയാണ് ബാക്കും ബിഫോറും ഒക്കെ ഉപയോഗിക്കരുത്. ബാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ആസ് എ പ്രിപ്പോസിഷൻ, ഉപയോഗിച്ചോ, കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിച്ചോ പ്രശ്നം. പക്ഷെ ബാക്ക് പ്രിപ്പോസിഷൻ മാത്രമാണ്. സം ഇയേഴ്സ് ബാക്ക് അല്ല. അവന്തിക സം ഇയേഴ്സ് എഗോ, കുറച്ച് നാളുകൾക്ക് മുമ്പ്. സം ഇയേഴ്സ് എഗോ നമ്പി നാരായൺ അറൈൻഡ് ഓൺ ISRO സ്പൈ കേസ്. അവന്തിക സം ഇയേഴ്സ് ബാക്ക് ഒരിക്കലും ഉപയോഗിക്കുന്നത്, സം ഇയേഴ്സ് ബിഫോർ ഉപയോഗിക്കുന്നത്, കട്ട് ബിഫോറും ഒരിക്കലും ഉപയോഗിക്കുന്നത്. എങ്ങനെ കൊടുക്കണം? സം ഇയേഴ്സ് എഗോ, അഡ്വേർബ്, സം ഇയേഴ്സ് എഗോ കേട്ടോ, മറക്കല്ലേ. ഡു യു ഹാവ് എനി എവിഡൻസ് ടു സപ്പോർട്ട് ദിസ് അലിഗേഷൻ? ഗ്രേറ്റ്. ഇഫ് ഐ ഡോണ്ട് വർക്ക് എഫിക്കസിലി പറയില്ല, എഫിക്കസി ഇസ് നൗൺ ആണ്. അത് എഫിഷ്യൻസിയുടെ ഒക്കെ ഒരു യൂസേജ് ആണ് കേട്ടോ. ഷമാസ് എഫിക്കസിലി അല്ല, എഫിഷ്യൻ്റ്ലി ഓർ എഫക്റ്റീവ്ലി രണ്ട് രീതിയിൽ കൊടുക്കാം. ഹി വാസ് സഫറിംഗ് ഫ്രം ഫീവർ ലാസ്റ്റ് നൈറ്റ്, നൗ ദ ടെമ്പറേച്ചർ ഇസ് ഓവർത്രോയിങ് പറയില്ല, കുറയുവാണ്. ഓവർത്രോ നമ്മൾ എന്താ പറയുക, റിമൂവ് ചെയ്യുക, ഒരാളെ പൊസിഷനിൽ നിന്ന് റിമൂവ് ചെയ്യുക, ഓവർത്രോ ചെയ്യുക, എടുത്ത് മാറ്റുക എന്നാണ് കേട്ടോ ഷൈനി. അപ്പോൾ അത് ഇവിടെ വരില്ല, അതുകൊണ്ട് ഓവർത്രോയും കൊടുക്കില്ല, നമ്മൾ കൊടുക്കില്ല കേട്ടോ. ഡിക്രീസിങ്, ഡിമിനിഷിങ്, ഡ്വിൻഡ്ലിങ് ഒക്കെ കൊടുത്തു, കുഴപ്പമില്ല. ഓക്കെ, അടുത്തതാണ്. When the corruption against the employees is proved, the management decided to overthrow him. All right, that's great. Adhering to election that politicians alleged their own good deed to protect their throne. Yes. Municipality passed interim orders to cope with waste management. Great. Court arraigned the accused to appear before the court. രണ്ട് കോർട്ട് വന്നല്ലോ പ്രവി, ഒരു കോർട്ട് മതി. While hearing typo on while hearing anticipatory bail, court issued interim order. Great. There is no tenability in his argument. Great. Allegations against the actress were interim. Great. It is not tenable to support without knowing the truth. Great. The prevailing allegations sabotage the mission. Great. He alleged in court for his ancestral property, but the tenability of the document produced by him in the court is questioned by
ബൈ ദ ഒപ്പോസിംഗ് അഡ്വക്കേറ്റ്. ഓക്കെ, യെസ് ഓക്കെ, യെസ് കൊള്ളാം. അപ്പോൾ ഒപ്പോസിംഗ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രോസിക്യൂട്ടറും വേറൊരു ഒന്ന് പ്രോസിക്യൂട്ടർ, മറ്റത് ഡിഫൻസ് ലോയർ, അങ്ങനെ കൊടുക്കണേ. ഒപ്പോസിംഗ് അഡ്വക്കേറ്റ് എന്നല്ല, അതിന് കുറച്ച് ബെറ്റർ വേർഡ് പറയാം പ്രവീണ, ഡിഫൻസ് അഡ്വക്കേറ്റ് കേട്ടോ. ഐ മീൻ ഡിഫൻസ് ലോയർ, അഡ്വക്കേറ്റ് അല്ല ലോയർ. Are you summoned the accused? Did you summon the accused? അറിയോ അല്ല, ഡിഡ് യു, നീ അക്യൂസിനെ വിളിച്ചായിരുന്നോ അല്ലെങ്കിൽ വിളിക്കുന്നുണ്ടോ? ഡു യു കൊടുക്കാം, അല്ലെങ്കിൽ ഡിഡ് യു. പാസൻസ് ആണെങ്കിൽ ഡിഡ് യു കൊടുക്കാം, അല്ലെങ്കിൽ ഡു യു കൊടുക്കാം. 6 ബി ഫോർമുലേഷനാണ്. ബി ഫോർമുലേഷനോട് ഒരിക്കലും V1 കൊടുക്കരുത് കേട്ടോ. V1 കൊടുക്കുക വേണമെങ്കിൽ അത് കണ്ടിന്യൂസ് ടെൻസ് കൊടുത്തു. ആർ യു സമ്മണിങ്, നീ വിളിച്ചോണ്ടിരിക്കുകയാണോ എന്ന് കൊടുക്കാം. 2 രീതി പറയാം. ആർ യു സമ്മണിങ് ദ അക്യൂസ്ഡ്, അല്ലെങ്കിൽ വിളിക്കുവാണെന്ന് ഇപ്പൊ പ്രസന്റൻസിലാണ് കൊടുക്കാം. ഡു യു സമ്മൺ ദി അക്യൂസ്ഡ്, അല്ലെങ്കിൽ കൊടുക്കാം വിളിച്ചായിരുന്നോ പാസൻസിൽ. ഡിഡ് യു സമ്മൺ ദി അക്യൂസ്ഡ് കേട്ടോ. ഷൈനി, അപ്പൻഡ് അപ്സൈഡ് ഡൗൺ മീനിങ് വരുമോ? അപ്പൻഡ് അപ്സൈഡ് ഡൗൺ ടോപ്പിൽ വരും, വരും, അത് വരും. അടുത്ത് നോക്കിയേ, ഓഫ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബയോളജിയിൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെ എന്താണ് നിങ്ങൾ ബയോളജി എന്ന് പറയുമ്പോൾ ലിറ്ററലി ഞാൻ പറയുകയാണെങ്കിൽ ബോട്ടണിയിൽ ഓഫ് ഷൂട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. ഷൂട്ടില്ലേ ഒരു വലിയൊരു ബ്രാഞ്ച്, അതിൽ നിന്നുള്ള വേർതിരിഞ്ഞ് ടെൻഡ്രിൽ അതിനെ ഓഫ് ഷൂട്ട് പറയാം. എന്നാൽ അതിന്റെ മറ്റേ നോർമൽ നൗണായിട്ട് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനെ ഡെറിവേറ്റീവ് എന്ന് പറയും. ഒരു ഡെറിവേറ്റീവിൽ നിന്ന് അഡ്ജന്റ് അല്ലെ അപ്പൻഡേജ്, ഒരു അഡിഷൻ എന്നാണ് അർത്ഥം. ഓഫ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ അഡിഷൻ, അഡ്ജന്റ്, ഡെറിവേറ്റീവ് എന്ന് പറയാം കേട്ടോ. ഓർത്ത് വെച്ചോണം, ഒരു ബ്രാഞ്ച്, ടെൻഡ്രിൽ എന്നൊക്കെ പറയും. സയന്റിഫിക്കലി ബയോളജിയിൽ പറയുന്ന വാക്കാണ് ടെൻഡ്രിൽ, ബ്രാഞ്ച് എന്നൊക്കെ. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ അപ്പൻഡേജ് അല്ലെങ്കിൽ അഡ്ജങ്ക്റ്റ് എന്ന് പറയാം കേട്ടോ. അഡിഷൻ എന്നർത്ഥം, അപ്പൻഡേജ്. അടുത്ത് നോക്കിയേ, അപ്പൻഡിയ ആഡ് ചെയ്യാന്നല്ലേ, അപ്പൊ അപ്പൻഡേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം APPENDAG ആണ് കേട്ടോ. അടുത്ത കമമറേറ്റീവ്. ഓർത്തോണം പിള്ളേരെ, കമമറേറ്റീവ് ഞാൻ എപ്പോഴും ഞാനൊരു തവണ സ്പെൽ ചെക്കിന് നമുക്ക് ചാനൽ ഇട്ട് തരുന്നത് ഇംഗ്ലീഷ് വിത്ത് റിന്റു ഓർമ്മയുണ്ടോ? ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇട്ട് തന്ന കമമറേറ്റീവിൽ 2 M ആദ്യമുണ്ട്. കമമറേറ്റീവ് എന്ന് പറയും. കം പ്ലസ് മെമ്മറേറ്റീവ് 2 വാക്കുകൾ കൂടി ചേർന്നിട്ടാണ് കമമറേറ്റീവ് ഉണ്ടാവുന്നത്. ഒന്ന് ശ്രദ്ധിക്കണേ അത്. കമമറേറ്റീവ് എന്ന് പറയുന്നത് കം പ്ലസ് മെമ്മറേറ്റീവ്. മെമ്മറി ഒരു MEMOR അല്ലേ ഉള്ളൂ. സോ അടുത്ത രണ്ടാമത്തെ മെമ്മറിയുടെ M കഴിഞ്ഞ് വരുന്നതിൽ 2 M ഇല്ല. പലരും തെറ്റിക്കാറുണ്ട്. ആദ്യത്തെ 2 M ഉണ്ട്. കമമറേറ്റീവ് അല്ലെ, കമമറേഷൻ നൗൺ കേട്ടോ. കമമറേഷൻ നൗൺ ഓർമ്മ പുതുക്കുന്നില്ലേ, അതിനെയാണ് കമമറേഷൻ ഓഫ് മൈ ലേറ്റ് ഗ്രാൻഡ് മദർ എന്ന് പറയില്ല. അതായത് എൻ്റെ വെല്ലുമിച്ചിയുടെ ഓർമ്മ കമമറേഷൻ അല്ലെ. മെമ്മോറിയൽ, സെലിബ്രേറ്ററി എന്നാണ് അഡ്ജക്റ്റീവ് ഫോർമുലേഷന്റെ അർത്ഥം. ഇത് കമമറേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. അടുത്ത ക്രെഡിബിൾ. അറിയാലോ, ക്രെഡ് എന്ന വാക്കിന്റെ അർത്ഥം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ട്രസ്റ്റ് അല്ലെ. ക്രെഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ട്രസ്റ്റ്. അപ്പൊ ക്രെഡ് എന്ന് പറയുന്നത് ട്രസ്റ്റ് ആയതുകൊണ്ട് മനസ്സിലോർത്തോണം അല്ലെ. ക്രെഡ് എന്ന വാക്ക് ട്രസ്റ്റ് എന്നാണ്, അത് മനസ്സിലോർത്തോണം. അപ്പോൾ അഡ്ജക്റ്റീവ് വരുമ്പോൾ എന്തൊക്കെ വരും? അക്സെപ്റ്റബിൾ, ട്രസ്റ്റ് വർതി, റിലയബിൾ എന്ന് പറയും. നമ്പാം, വിശ്വസിക്കാം എന്ന്. അടുത്ത അലജ്ഡ്. എന്താണ് അലജ്ഡ്? അലജ്ഡ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഒസ്റ്റെൻസിബിളി അഡ്വേർബായിട്ട് ചോദിച്ചില്ലേ. അപ്പൊ അലജഡ്ലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിയപ്പെടുന്നത് അല്ലെ. അലജഡ്ലി അഡ്വേർബ് ആണ്. അലജഡ്ലി എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്ന കാര്യത്തിനെ പറ്റി അതിന്റെ അഡ്വേർബൽ എക്സ്പ്രഷൻ ആണ് അലജഡ്ലി. അഡ്ജക്റ്റീവ് ആണ് അലജ്ഡ് എന്ന് പറഞ്ഞാൽ അലജഡ്ലി എന്ന് പറയും, അല്ലെങ്കിൽ അലജ്ഡ് എന്ന് പറഞ്ഞാൽ സപ്പോസ്ഡ്, അങ്ങനെയാണ് പറയപ്പെടുന്നത്, അങ്ങനെയാണ് കരുതപ്പെടുന്നത്. സോ കോൾഡ്, ക്ലെയിംഡ്, മറ്റുള്ളവർ ക്ലെയിം ചെയ്യുന്നത് അങ്ങനെയാണ്. വാദിക്കുക, മറ്റുള്ളവർ വാദിക്കപ്പെടുന്നത് അങ്ങനെയാണ്, മറ്റുള്ളവർ അങ്ങനെയാണ് കോൾ ചെയ്യുന്നത്, അങ്ങനെയാണ് കരുതപ്പെടുന്നത്. സപ്പോസ്ഡ്. അപ്പൊ സപ്പോസഡ്ലി, അത് അലജഡ്ലി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓർത്ത് വെക്കുക. അതിന്റെ മീനിങ് ചോദിക്കാറുണ്ട്. ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഒസ്റ്റെൻസിബിളി +2 പ്രിലിംസ് ചോദിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ഓർത്ത് വെക്കുക. അടുത്ത പ്ലോട്ട്. എന്താ പ്ലോട്ട്? പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നൗണും പറയാം, വേർബായിട്ടും പറയാം. പ്ലോട്ട് എന്ന് പറഞ്ഞാൽ കോൺസ്പിറസി അല്ലെങ്കിൽ ഇൻട്രീഗ്. ഇന്നലെ പഠിച്ചില്ലേ? ഇന്നലെ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? സ്കീം അല്ലെ, പഠിച്ചില്ലേ? മനൂവർ ഈ പ്ലോട്ടാ. മനൂവർ പഠിച്ച ഓർമ്മയുണ്ടോ? ഇന്നലെ മനൂവർ പഠിച്ച ഓർമ്മയുണ്ടോ? പഠിച്ച ഓർമ്മയില്ലെങ്കിൽ പഠിച്ചോണം, ഓർത്തണം. മനൂവറിന്റെ സ്പെല്ലിങ് MANAUER അല്ല, മനൂവർ NAEU ആണെന്ന് തോന്നുന്നു. MANOEUVRE മനൂവർ. യെസ്, മനൂവർ. VRE ആണ്, VRE. മനൂവർ എന്ന് പറഞ്ഞാൽ കോൺസ്പിറസി അല്ലെങ്കിൽ ഇൻട്രീഗ് എന്നർത്ഥം. വേർബായിട്ട് വരുമ്പോൾ പ്ലോട്ടിന്റെ അർത്ഥം എന്നാ? പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ സ്കീം ചെയ്യുക. പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ സ്കീം ചെയ്യുക എന്നാണ് കേട്ടോ. ഓർത്ത് വെച്ചോണേ. ഓക്കെ അല്ലേ പിള്ളേരെ? ആഫ്റ്റർ ദ കൊലീഷൻ ഗവൺമെന്റ് ഇൻ ഇസ്രായേൽ ലോസ്റ്റ് ഇറ്റ്സ് മെജോറിറ്റി ഇൻ പാർലമെന്റ്, ദ PM resigned and Yair Lapid is appointed as the interim PM. Yes. Most of the commercially important products in India have the tenability of BIS. Yes. The court granted interim bail for the accused. Great. The management overthrew me because of the allegations against me. Great. Do you believe the prosecution has failed to prove the allegations? Great.
എനിക്ക് ക്വസ്റ്റൻസ് ഉപയോഗിക്കുന്ന കുട്ടികൾ ക്വസ്റ്റൻസ് ഉപയോഗിക്കുന്ന കാണുമ്പോഴേ എനിക്ക് മിസ് ചെയ്യും നമ്മുടെ ചിപ്പി ഇപ്പോൾ പനിയായിട്ട് കിടപ്പാം, അതുകൊണ്ട് ഞാൻ ചിപ്പിയോട് പറഞ്ഞു റെസ്റ്റ് ഒക്കെ എടുത്ത് പയ്യെ വന്നാൽ മതിയെന്ന്. എന്നാലും ക്വസ്റ്റൻ ഉണ്ടാക്കുന്ന ചിപ്പി ആയതുകൊണ്ട് എനിക്ക് ചിപ്പിയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. The government tried to overthrow allegations through cyberbullying. Right? If government could have been tenable, courts business. എന്താണ് ഇഫ് ഗവൺമെന്റ് കുഡ് ഹാവ് ബീൻ ടെനബിൾ ഇൻ കോർട്ട്സ് ബിസിനസ്, കോർട്ടിന്റെ ബിസിനസ് അവിടെ ഇന്ന് വേണേ ഗുരുദാസെ, ഇൻ കോർട്ട്സ് ബിസിനസ് ദാറ്റ് ഗവൺമെന്റ് ഹാഡ് ടേക്കൺ, ദാറ്റ് വേണ്ടടാ. ഇഫ് ഇങ്ങനെയാണെങ്കിൽ കോമ ഇട്ട് കൊടുക്കുക, ദാറ്റ് അവിടെ ഉപയോഗിക്കരുത്. ദാറ്റ് ഇഫ് ഒരു കൺജങ്ഷൻ ഉള്ളപ്പോൾ പിന്നെ ദാറ്റ് എന്ന കണ്ടീഷൻ കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ കൊടുത്തിട്ട് ദാറ്റ് കൺഫർമേഷൻ ഒരിക്കലും കൊടുക്കരുത്. ഇഫ് ഗവൺമെന്റ് കുഡ് ഹാവ് ബീൻ ടെനബിൾ ഇൻ കോർട്ട്സ് ബിസിനസ് ഗവൺമെന്റ് ദാറ്റ് ഗവൺമെന്റ്, അതാണ് ആ ഗവൺമെന്റിൽ നിന്നാണോ, അങ്ങനെയാണെങ്കിൽ കോമ കൊടുക്കാൻ മറക്കരുത്. ദാറ്റ് ഗവൺമെന്റ് ഹാഡ് ടേക്കൺ ടു ഫേവർ ഡിസിഷൻ ഫോർ ഇറ്റ്. ഓക്കെ, അങ്ങനെ കൊടുക്കണം. സ്റ്റിയർ ഗൈഡ് ആൻഡ് മനൂവർ. അതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, ഇൻട്രീഗുന്ന ഒരു അർത്ഥം കൂടെ ഉണ്ടല്ലേ. താജ്മഹൽ വാസ് ഇറക്റ്റഡ് ബൈ ഷാജഹാൻ ഫോർ ദർ commemoration of Mumtaz Mahal. Yes. Credible information got from somebody is not bound to disclose by the is not bound to disclose അല്ല, is not bound to be disclosed. അവിടെ പാസീവ് ഇൻഫിനിറ്റീവ് കൊടുക്കണം. ഇന്നലെ പാസീവ് ഇൻഫിനിറ്റീവ് പറ്റി ഞാൻ പറഞ്ഞില്ലേ, അതെന്താണെന്നറിയോ, അത് ഡിസ്ക്ലോസ് ചെയ്യപ്പെടരുത് എന്നാണ്. ഡിസ്ക്ലോസ് എന്ന വേർബ് ട്രാൻസിറ്റീവാ. അപ്പോൾ ടു ഡിസ്ക്ലോസ് എന്ന് കൊടുക്കും. അപ്പോൾ അതിന് പകരം അതിന് പാസീവ് ഇൻഫിനിറ്റീവ് ആയിട്ട് കൊടുക്കാം. ക്രെഡിബിൾ ഇൻഫർമേഷൻ ഗോട്ട് ഫ്രം സംബഡി ഇസ് നോട്ട് ബൗണ്ട് ടു ബി ഡിസ്ക്ലോസ്ഡ് ബൈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ബിഫോർ ദ കോർട്ട്. അങ്ങനെ വേണം കേട്ടോ. അലജ് എന്ന വാക്കിന് ആരോപണം എന്ന അർത്ഥമില്ലേ മാം? ഉണ്ട് നന്ദിച്ച, ഇപ്പം ഞാൻ പറഞ്ഞു അലിഗേഷൻ ആരോപണമുണ്ട്. അപ്പൊ അലജാണ് ആരോപിക്കുക, ക്ലെയിം ചെയ്യുക. അതെ ക്ലെയിം വേർബ് ഉണ്ട് കേട്ടോ. മൈക്രോ ഇക്കണോമിക്സ് അല്ലെ, ഇക്കണോമിക്സ് ഈസ് ആൻ ഓഫ് ഷൂട്ട് ഓഫ് ഇക്കണോമിക്സ്. യെസ്, മാക്രോയും മൈക്രോയും അല്ലേ. യെസ്, 15 August 2022 is the 57th commemoration of commemorative പറയില്ല, നൗൺ കൊടുക്കണം അവിടെ. commemoration of independence in India ആണ് കേട്ടോ. 75th. ഓക്കെ, യെസ്. commemorative credibility of the nation is should be അല്ല, ഈസ് അവിടെ വേണ്ട, ഷുഡ് ബി ഉള്ളപ്പോൾ ഈസിന്റെ ആവശ്യമില്ലല്ലോ പ്രവീണ. commemorative credibility of the nation should be praised എന്ന് പറഞ്ഞു കൊടുക്കണം. The villagers are planning to build a library on the commemoration of the eminent author. Great. Moving on, implicate. എന്താണ് ഇംപ്ലിക്കേറ്റ് ചെയ്യുക? ഇംപ്ലിക്കേറ്റ് ചെയ്യുക മീൻസ് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഹിന്റ് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക. എന്താ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത്? ഈ ലൈൻ ഇംപ്ലിക്കേറ്റ് ദാറ്റ്, ദിസ് ലൈൻ ഇംപ്ലിക്കേറ്റ്സ് ദാറ്റ് എന്ന് പറയും. ദിസ് ലൈൻ സജസ്റ്റ് ദാറ്റ്, ദിസ് ലൈൻ ഹിൻസ് ദാറ്റ് എന്നൊക്കെ. പക്ഷേ ഇംപ്ലിക്കേറ്റ് എന്ന വേർബിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, ഇൻക്രിമിനേറ്റ് ചെയ്യുക. അതായത് ഒരാളെ കൊടുക്കുക, ക്രൈമിൽ കൊടുക്കുക, കോംപ്രമൈസ് ചെയ്യുക. ദാറ്റ് ഇസ് ഇംപ്ലിക്കേറ്റിന് ഇൻക്രിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോംപ്രമൈസ് എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. എല്ലാവരും ഓർക്കുക, ലൈവിലുള്ള എല്ലാവരും ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. നോക്കിയേ, ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആരും ലൈക്ക് ഇടൂല. എത്ര പേര് ലൈവിലുണ്ട്? പകുതി പേര് പോലും ലൈവിൽ ഇതില്ല. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുവാണല്ലേ സെഷൻ, അതുകൊണ്ടല്ലേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഉപകാരപ്പെടും, സെഷൻ ഉപകാരപ്പെടുന്നുവെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സെഷൻ ഒന്ന് ലൈക്ക് ഇട്ട് വിടുക ആൻഡ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിള്ളേരെ, അത് മറക്കരുത് കേട്ടോ. ഓൾറൈറ്റ്, യെസ്. The commemorative ability of the nation should be praised by everyone. Yes. In August, the first offshoot factory opened at Kottayam. Great. Government of India celebrates ഒരുമിച്ച് കൊടുക്കണ്ടതാ. comrades സ്ലാഷ് കൊടുക്കുക, സെലിബ്രേറ്റ്സോ അല്ലെങ്കിൽ കൊമ്രേറ്റ്സോ, രണ്ടിലേതെങ്കിലും ഒന്ന് കേട്ടോ. രണ്ടുകൂടെ കൊടുക്കില്ല ശങ്കരെ. 75 years of independence under the banner of Azadi Ka Amrit Mahotsav. Yes, banner BANNER. Not BE, BANNER കേട്ടോ. The accused was black and blue after coming out of the police station. അഭിലാഷേ, ബ്ലാക്ക് ആൻഡ് ബ്ലൂ അല്ലേ, അടിച്ച് ഇഞ്ച് പരിവാക്കിയതേ. എൻ്റെ കൈയൊക്കെ നോക്കി എന്താ നെറ്റ് ലൈവിലുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് എൻ്റെ ഒരു അവസ്ഥ. അപ്പം നിങ്ങൾ എന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കുട്ടികൾ സെൻറ്റൻസ് ഒക്കെ മേക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ കുറച്ച് പിള്ളേർ എന്താണ് ഇപ്പോൾ സെൻറ്റൻസ് മേക്ക് ചെയ്യുന്ന കൂടെ എനിക്ക് ടെലഗ്രാമിൽ മെസ്സേജ് കൂടെ അയക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഞാൻ മെസ്സേജ് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആകെ ഇച്ചിരി ഇതാവും കേട്ടോ. ഓക്കെ ആണോ? നിങ്ങൾ എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ? ഓക്കെ ആയില്ലേ? നമുക്കത് കണ്ടിന്യൂ ചെയ്യാം, കാരണം ഇത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. എത്ര എണ്ണം വരുന്നത് അപ്പോൾ നമുക്ക് നിർത്താം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഇതങ്ങ് പറഞ്ഞ് നിർത്താം. എന്നിട്ട് ഞാൻ വേഗം ആർട്ടിക്കിലോട്ട് കൊണ്ടുപോകും നിങ്ങളെ. അപ്പം അടുത്ത് നോക്കി പിള്ളേർ ഇംപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ സെൻറ്റൻസ് ഇൻ ബിറ്റ്വീനുള്ള ഞാൻ സമയമുണ്ടോ നോക്കട്ടെ. വന്നു, എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, വരുമോ ഇപ്പോൾ വരുമോ അത് പോകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ കൺഫ്യൂഷനായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. യെസ്, പോവാം. അടുത്ത് നോക്കിയാം.
ഇനി അടുത്ത തന്നെ അഡ്ജക്റ്റീവ് ആണ് കോർ. കോർ എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ആണ്. എന്താ കോറിന്റെ അർത്ഥം? ഒരു കോർ ഐഡിയ. ഐ നീഡ് ടു ഗെറ്റ് എ കോർ ഐഡിയ ഓഫ് ദിസ് പ്രോഗ്രാം, അല്ല ഐ നീഡ് ടു ഗെറ്റ് എ കോർ ഐഡിയ ഓഫ് ദിസ് സബ്ജക്ട്, ഐ നീഡ് ടു ഗെറ്റ് എ കോർ ഐഡിയ ഓഫ് ദ ടോപ്പിക്. സെൻട്രൽ ഐഡിയ, കീ ഐഡിയ, ബേസിക് ഐഡിയ ഓർ ഫണ്ടമെന്റൽ ഐഡിയ. ആ അർത്ഥത്തിലാണ് കോർ പറയുക. കോർ ഇസ് എൻ അഡ്ജക്റ്റീവ്. കേട്ട് പരിചയം ഉണ്ടായിരിക്കില്ല, വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ് ആണല്ലോ. അയ്യോ, ചിലർ വിചാരിച്ചു അവരുടെ ഭാഗത്ത് നെറ്റ്വർക്ക് ഇഷ്യൂ എന്ന്. എൻ്റെ ഭാഗത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ എന്ന് അവർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ കേട്ടോ. ലൈവിലുള്ള നമ്മൾ എന്താ പറയുക, ലൈവിലുള്ള ഒരുപാട് പേര് ബാക്കൗട്ടായി പോയി. എന്നാലും നിങ്ങൾ റെക്കോർഡ് കണ്ടോണം കേട്ടോ. ഈ ഉള്ള കുട്ടികൾ റെക്കോർഡായിട്ട് കാണുക. കാരണം വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എനിക്കത് മിസ് ഔട്ട് ചെയ്യേണ്ട എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. ഓക്കെ, അടുത്ത ഫാബ്രിക്കേറ്റ് ചെയ്യുക. ഫാബ്രിക്കേറ്റിന് രണ്ട് അർത്ഥമുണ്ട്. ഒന്ന് ഫോർജ് ചെയ്യുക, ഫേക്ക് ചെയ്യുക, ഫോൾസിഫൈ ചെയ്യാന്നുണ്ട്. അല്ലെങ്കിൽ ക്യാൻ യു ഫാബ്രിക്കേറ്റ് ദ എൻജിൻ? ഈ എൻജിൻ ഒച്ച കുറയ്ക്കാൻ വിട്ടുപോയി, സോറി ഫോർ ദാറ്റ്. അപ്പം യൂട്യൂബ് തന്നെ ആഡ് വന്നുകൊണ്ടേ ഇരിക്കുക, അതാണ്. അപ്പോൾ ഫാബ്രിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാനുഫാക്ചർ ചെയ്യുക, അല്ലെങ്കിൽ ഫേക്ക് ചെയ്യുക. ഫേക്ക് ചെയ്യുക ഒരർത്ഥമുണ്ട്, അതല്ലാതെ മാനുഫാക്ചർ ചെയ്യുക, മേക്ക് ചെയ്യുക എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട്. ഫാബ്രിക്കേറ്റിന് രണ്ടർത്ഥമില്ല, അതുപോലെ ഈ രണ്ടർത്ഥം ഇതിനും ഉണ്ട് കേട്ടോ. ഓർത്താണ് ഫാബ്രിക്കേറ്റ് എന്ന വാക്കിന്. അടുത്ത കോർണർ ചെയ്യുക. കോർണർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ട്രാപ്പ് ചെയ്യുക, എൻക്ലോസ് ചെയ്യുക, സറൗണ്ട് ചെയ്യുക, ചുറ്റിലെ പിടിക്കുക, ട്രാപ്പ് ചെയ്യുക എന്ന് പറയാം. അല്ലെങ്കിൽ കോൺട്രോൾ ചെയ്യുന്ന പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുക, ടേക്ക് ഓവർ ചെയ്യുക. രണ്ടർത്ഥമുണ്ട്. അതുപോലെ കൗണ്ടനൻസ്, നൗണുമാണ് വേർബുമാണ്. കൗണ്ടനൻസ് പറഞ്ഞാൽ ഫേസ് അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഫേസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്നൊരു അർത്ഥമുണ്ട് ഇത്. അപ്പം പിന്നെ വേറെ അർത്ഥം ഫേസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്നുണ്ട്. അതല്ലാതെ സപ്പോർട്ട്, അപ്രൂവൽ എന്നും കൗണ്ടനൻസിന് നൗൺ ഫോർമുലേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ വേർബായിട്ട് വരുമ്പോൾ എന്തായിരിക്കും? അഡ്മിറ്റ് ചെയ്യുക, അപ്രൂവ് ചെയ്യുക, അല്ലെ? അഡ്മിറ്റ് ചെയ്യുക, അപ്രൂവ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഓർത്തോണം, അഡ്മിറ്റ് ചെയ്യുക, അപ്രൂവ് ചെയ്യുക. കൗണ്ടനൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യുക, അപ്രൂവ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ സെൻറ്റൻസ് ഒന്ന് വായിച്ചു വിടാം, ബാക്കി സമയമില്ലാത്ത നേരത്ത് വേഗം നോക്കാം കേട്ടോ. യെസ്, ഞാൻ എന്തായാലും എവിടം വരെ എത്തി? അഭിലാഷ് പറഞ്ഞത് സം ഫാക്ട്സ് അലജഡ് ബൈ വൺ പാർട്ടി ഐദർ ഡിനൈഡ് ഓർ അഡ്മിറ്റഡ് ബൈ ദ അതർ പാർട്ടി. ഹേ അല്ലേ വിവേക്, യൂസ്ഫുൾ ആണെന്ന് നീ പറഞ്ഞാൽ എനിക്ക് സോ താങ്ക് യു. ബി വിത്ത് അസ്, എപ്പോഴും വരിക സെഷനിൽ. ഡിമൈസ് ഓഫ് ഷെയ്ൻ വോൺ ഇസ് കമമറബിൾ ഇൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഹിസ്റ്ററി. ഗ്രേറ്റ്. അക്യൂസ് വാസ് ഇംപ്ലിക്കേറ്റ് ഇതല്ല, the accused was implicated in the case. ശിക്ഷിക്കപ്പെട്ടു കേട്ടോ എന്ന് കൊടുക്കണം. The session cannot be implicated. Okay. Yes. While declaring celebrating the Independence Day, we can commemorate our freedom fighters. Yes. The defense lawyer implicated that the case against accused is fabricated and the core of the allegation should be looked in again. Great. Did you plot a program for commemorate അല്ല ഷൈനി, for commemorating. കമമറേറ്റ് ചെയ്യപ്പെടാൻ. ഫോർ കഴിഞ്ഞിട്ട് ജറണ്ട് കൊടുക്കുക. ഫോർ ഇസ് എ പ്രിപ്പോസിഷൻ. അല്ലെങ്കിൽ കൊടുക്കണം ടു കമമറേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ എന്ന് കൊടുക്കണേ. ഹരിഷ്മ, ഗുഡ് മോർണിംഗ്. ലേറ്റ് ആയിട്ടാണല്ലോ വന്നു. ഗ്രേറ്റ്. ഓക്കെ, റിൻറ്റു മാൻ വിൽ ബി കോയസ്റ്റ്. ഇല്ലടാ, അങ്ങനെ തോറ്റ് പിന്മാറുന്നവനല്ല ഈ KK ജോസഫ്. ഡസ് ഹി പ്രോസിക്യൂട്ട് അല്ല പ്രവീൺ, ഡസ് ഹി പ്രോസിക്യൂട്ട് ഓർ ഡിഡ് ഹി പ്രോസിക്യൂട്ട്. ഡസ് ആണെങ്കിലും ഡു ആണെങ്കിലും ഡിഡ് ആണെങ്കിലും അതിൻ്റെ കൂടെ ഒരിക്കലും V2, V3, V5 ഒന്നും വരില്ല, V1 മാത്രം. ഡസ് ഹി പ്രോസിക്യൂട്ട് ഫോർ ഫാബ്രിക്കേറ്റിംഗ് ഫോൾസ് എവിഡൻസ് കേട്ടോ. കോർ ഓഫ് ദ തിയറീസ് മസ്റ്റ് ബി അണ്ടർസ്റ്റുഡ് കെയർഫുള്ളി. ഗ്രേറ്റ്. കോർ ഇവന്റ് ഇൻ ദ സെലിബ്രേഷൻ ഈസ് ഹോസ്റ്റിംഗ് ഓഫ് ഫ്ലാഗ്. യെസ്. Okay, the moneylenders cornered his property due to his delay in payment of, അല്ലെങ്കിൽ due to his delay in repayment of borrowed money. അങ്ങനെ കൊടുക്കണേ. കാരണം ഡ്യൂ ടു എന്ന് പറഞ്ഞ പ്രപ്പോസൽ ഫ്രേസ് അതിൻ്റെ ഒബ്ജക്റ്റ് വേണം. അപ്പോൾ ഷൈനി ഒന്നുകൂടെ പറയാം. The moneylenders cornered his property due to his delay in repayment of, അല്ലെങ്കിൽ due to his the failure in repayment of borrowed money. കേട്ടോ. What is the core of the program today? Great. The court implicated the need for cleaning drainage before the monsoon starts. Yes. Court always implicates to do something is not enough. To do something that is not enough. Pravi, to do something that is not enough, it is the duty of the court to implement it. Yes. George Udis has fabricated the evidence. He just cooked up a story. Great. Make up, cook up, ella correct aanu. Esther and Rahil play the core role in the novel The God of the Small Things by Arundhati Roy. Yes, nalla book alle. Georgian family was cornered by police force. Yes. Modi was a core attraction in that political event. Great people, great. Moving on to next set. Adutha nokke incarceration. Indana incarceration? Imprisonment, internment എന്നൊക്കെ പറയാം. Detention, confinement എന്നൊക്കെയാണ് ഇൻകാർസറേഷൻ്റെ അർത്ഥം കേട്ടോ. ഇംപ്രസൺ ചെയ്യപ്പെടുക അതിൻ്റെ അർത്ഥം. നൗൺ. അപ്പോൾ നമുക്ക് വേഗം പോകാൻ സമയം കളയണ്ട. ടൈംലി എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, സൂട്ടബിൾ ആയിട്ടുള്ള, പ്രോംപ്റ്റ് ആയിട്ടുള്ള, എക്സാക്ട് ടൈമിലായിട്ടുള്ള, അതല്ലേ? സൂട്ടബിൾ, അപ്രോപ്രിയേറ്റ്, കറക്റ്റ്, ഒപ്പച്യൂൺ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ടൈംലി അഡ്ജക്റ്റീവ് ആണ്. ടൈം എന്ന നൗണിന്റെ കൂടെ LY ഇട്ട് കൊടുത്താൽ, നൗണിന്റെ കൂടെ LY, ശ്രദ്ധിച്ചോണേ, നൗണിന്റെ കൂടെ LY ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അഡ്ജക്റ്റീവ് കിട്ടും കേട്ടോ. നൗണിന്റെ കൂടെയാണ് LY ഇടുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് എൻ അഡ്ജക്റ്റീവ്.
അത് മറക്കണ്ട. അത് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് ടു ബി നോട്ടഡ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളെ. അഡ്ജക്റ്റീവിൻ നൗണിൻ്റെ കൂടെ എൽവയിട്ട് നിങ്ങൾക്ക് അഡ്ജക്റ്റീവേ കിട്ടുകയുള്ളൂ, ഓർത്തോണം. അടുത്ത ജസ്റ്റർ അറിയാലോ. ഇറ്റ്സ് എ നൈസ് ജസ്റ്റർ. വാട്ട് യു ഡിഡ് നൗ ഇസ് എ നൈസ് ജസ്റ്റർ. ഇപ്പം നീ ചെയ്തോണ്ടല്ലോ ഒരു നല്ല ജസ്റ്ററാണ്, നല്ലൊരു സൈനാണ്, നല്ലൊരു ഇൻഡിക്കേഷനാണ്, നല്ലൊരു സിഗ്നലാണ്. ബോഡി മൂവ്മെന്റ് ഇല്ലേ, അതിനൊക്കെ ബോഡി ആക്ഷൻ, അതിനൊക്കെ ജസ്റ്റർ എന്ന് പറയും കേട്ടോ. അടുത്ത ഡിവല്യൂഷൻ. ഡിവല്യൂഷൻ മീൻസ് ഡീസെൻട്രലൈസേഷൻ, ഡെലിഗേഷൻ, ഡിസ്പേഴ്സൽ. അതായത് സെൻട്രൽ ഗവൺമെന്റ് ഡെവല്യൂഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുവാണ്. വലിയ ഗവൺമെന്റ് ലോക്കൽ ബോഡികളിലോട്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിലോട്ട്, അങ്ങനെ ചെറിയ ചെറിയ ബോഡിയിലോട്ട് എന്താ പറയുക, സെൻട്രൽ നിന്ന് ബ്രാഞ്ച് ആയിട്ട് പലരിലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കപ്പെടുന്നതിനാണ് ഡിവല്യൂഷൻ. ഡിവല്യൂഷൻ ഓഫ് ടാക്സസിനെ പറ്റി ഇന്ന് ആർട്ടിക്കിൾ, ഫിനാൻസ് ആർട്ടിക്കിൾ. അടുത്ത പ്രൊഡന്റ് ആണ്. പ്രൊഡന്റ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. വൈസ്, വെൽ ജഡ്ജ്, ജുഡീഷ്യസ്, സഗാഷ്യസ് എന്നൊക്കെയാണ് അർത്ഥം. പ്രൊഡൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ നൗൺ ഫോർമുലേഷൻ. അപ്പോൾ വേഗം പോവുകയാണെങ്കിൽ നൗൺ പറഞ്ഞ് വേഗമേ പോകും, കുറച്ചധികം വേർഡ്സ് ഉണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ബാച്ച് അറിയാലോ, 870 രൂപയുള്ള കോഴ്സ് ഫീ. എൻ്റെ കോഡ് മറക്കണ്ട, Y314 ഉപയോഗിക്കുക. എന്താ ഇംഗ്ലീഷിൻ്റെ ബേസിക്സ് മുതൽ കവർ ചെയ്യാം. റീമ മിസ് ഞാനും കൂടിയാണ്. 4 മണിക്ക് ക്ലാസ്, പിന്നെ 12 മണിക്ക് ഇടയ്ക്ക് ക്ലാസ് ഉണ്ട്. 40 മണിക്കൂറിൻ്റെ ക്ലാസ് ഉണ്ട്. അതുപോലെ ഡിഗ്രി പ്രിൻസിപ്പൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ജോയിൻ ചെയ്യുക. 2530 രൂപയാണ് കോഴ്സ് ഫീ. ഓഗസ്റ്റ് 8 ക്ലാസ്സുകൾ ആരംഭിച്ചു. നമുക്ക് ഡിഗ്രി അടിപൊളിയായിട്ട് എഴുതാം കേട്ടോ, ഡിഗ്രി എക്സാംസ്. അപ്പോൾ നോക്കി, പ്രാഗ്മാറ്റിക്. അടുത്ത അഡ്ജക്റ്റീവ് ആണ് പ്രാഗ്മാറ്റിക്. എന്താ പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ? പ്രാഗ്മാറ്റിക്, യു ഹാവ് ടു ഹാവ് എ പ്രാഗ്മാറ്റിക് അപ്രോച്ച് ഇൻ ദിസ് വേൾഡ്. ഈ വേൾഡ് ജീവിക്കണമെങ്കിൽ നിനക്ക് ഇച്ചിരി പ്രാഗ്മാറ്റിക് അപ്രോച്ച് വേണം മോനെ. എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം, സെൻസിബിൾ ആയിരിക്കണം, റാഷണൽ ആയിരിക്കണം, അല്ലേ? അല്ലാതെ നീ ഒരുമാതിരി എന്താ ഇമാജിനറി വേൾഡ്, ഉട്ടോപ്യൻ ചിന്താഗതിയോട് നിൽക്കരുത്, അല്ലെ? പ്രാഗ്മാറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ശരിക്കും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഉട്ടോപ്യൻ എന്നൊക്കെ പറഞ്ഞത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഉട്ടോപ്യൻ, അൺറിയലിസ്റ്റിക് ഒക്കെ പറയില്ലേ, അത് കേട്ടോ, ഓർത്ത് വെച്ചോണം കേട്ടോ. അതുപോലെ തന്നെ ഇംപെച്ചസ്. ഇംപെച്ചസ് എന്ന് പറഞ്ഞാൽ മൊമെന്റം, പ്രൊപ്പൾഷൻ എന്ന് ഒരർത്ഥമുണ്ട്. അതല്ലാതെ വേറെ അർത്ഥം മോട്ടിവേഷൻ, എൻകറേജ്മെന്റ്, അല്ലെ? അല്ലെങ്കിൽ ബൂസ്റ്റ്. മോട്ടിവേഷൻ ആണ്, എൻകറേജ്മെന്റ് ആണ്, ബൂസ്റ്റ്. ഇംപെറ്റസ് എന്ന് പറഞ്ഞാൽ കേട്ടോ, ഓർത്ത് വെച്ചോണം. ഇതൊക്കെ എൻ്റെ മീനിങ്ങുകളാണ്. അടുത്ത ടെമ്പർ അറിയാലോ. കൺട്രോൾ യുവർ ടെമ്പർ. നിന്റെ ടെമ്പർ ഒന്ന് കൺട്രോൾ ചെയ്തോണേ. ടെമ്പറമെന്റ്, മൂഡ്, ഡിസ്പോസിഷൻ, നമ്മുടെ മൂഡല്ലേ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ പറയില്ല, അത് ബിഹേവിയർ, അതിനാണ് ടെമ്പർ എന്ന് പറയുന്ന നൗണ്. വേർബ് ഉണ്ട് ടെമ്പർ ചെയ്യുക. ടെമ്പർ ചെയ്യുക മീൻസ് മോഡറേറ്റ് ചെയ്യുക, മോഡുലേറ്റ് ചെയ്യുക, മോഡറേറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥം. ഒന്ന് സെറ്റാക്കി വെക്കുക, ഒന്ന് റെഗുലേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് റെഗുലേറ്റ് ചെയ്യുക കേട്ടോ. ഒന്ന് റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മോഡറേറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്, ടെമ്പർ ചെയ്യുക എന്നുള്ള അർത്ഥം. അടുത്ത നഡ്ജ്. നഡ്ജ് എന്ന് പറഞ്ഞാൽ നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കാം. ഒരു കുത്ത്, ഒരു പുഷിന്റെ ആവശ്യമുണ്ട് നിനക്ക്. I think you need a nudge to go on. I think you need a nudge to learn. I think you need a nudge to ഇംപ്രൂവ് എന്നൊക്കെ പറയില്ല. ഒരു ഹെൽപ്പ്, നിനക്ക് ഒരു ചെറിയൊരു പുഷിന്റെ ആവശ്യമുണ്ട് എന്ന് പറയില്ല, അതാണ് നഡ്ജ്. അപ്പോൾ വേർബായിട്ട് വന്ന് അതേ സാധനം പ്രോഡ്, ഡിഗ്, എൽബോ ചെയ്യുക. പ്രോഡ് ചെയ്യുക, എൽബോ ചെയ്യുക, പോക്ക് ചെയ്യുക എന്ന് പെടും കേട്ടോ. അടുത്ത ബോയൻസി. ബോയൻസി എന്ന് പറഞ്ഞാൽ ലൈറ്റ്നെസ്, ഫ്ലോട്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ല, അതും ബോയൻസി ആണ്. സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ ബോയന്റ് ആണ് അതിന്റെ എന്താണ് അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ, ബോയന്റ്. എന്നാൽ നൗണായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബോയൻസിക്ക് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, ഒപ്റ്റിമിസം, പോസിറ്റിവിറ്റി, ചിയർഫുൾനെസ്, അല്ലേ? ഒപ്റ്റിമിസം, ചിയർഫുൾനെസ്, പോസിറ്റിവിറ്റി എന്ന് ബോയൻസി ഉണ്ട് കേട്ടോ. ബോയൻസി മറക്കണ്ടേ. പോസിറ്റിവിറ്റി മറക്കണ്ട കേട്ടോ. ഓക്കെ പിള്ളേരെ, അപ്പോൾ വേഗം പോട്ടെ. വേഗം ഞാൻ പോവാണ്. പോലീസ് ഫൗണ്ട് ഔട്ട് ദാറ്റ് ഇറ്റ് വാസ് എ ഫാബ്രിക്കേറ്റഡ് കേസ് അഗൈൻസ്റ്റ് അക്യൂസ്. ഗ്രേറ്റ്. ഐ സ്റ്റഡിഡ് physics as a core subject in higher education. Yeah, very good. One should be prudent in one's decision. That is great. If the justice is fails alla. If the justice fails, is out of vendato pravi. If the justice fails in section 508 IPC is an offense. Okay. When are we going to commemorate anniversary of Rintu ma'am's editorial session? എന്നാലേ നമുക്ക് ഒരു ദിവസം എന്തായാലും വേണം. Timely action taken by government is good. And Frank was fabricating Sadako bird. All right. Pragmatic decision always brings good results. Great. Part 3 of the Indian Constitution, which consists of fundamental rights, is the core of the Constitution. Great. Nudging a person to do a good thing is a Herculean task. Very good, Pillare. Very good. Moving on. Kalayanda. ഡോവറ്റെയിൽ. എന്താണ് ഡോവറ്റെയിൽ? ഡോവറ്റെയിൽ കേട്ടിട്ടില്ല, ആദ്യമായിട്ട് നമ്മൾ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്ന വാക്കാണ്. സോ ടേക്ക് എ നോട്ട് ഓഫ് ഇറ്റ് കേട്ടോ. ഡോവറ്റെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണേ. ഡോവറ്റെയിൽ എന്ന വാക്കിന്റെ അർത്ഥം ജോയിൻ ചെയ്യിപ്പിക്കുക, ലിങ്ക് ചെയ്യിപ്പിക്കുക, കണക്ട് ചെയ്യിപ്പിക്കുക, അല്ലെ? ഒന്നർത്ഥം കണക്ട് ചെയ്യിപ്പിക്കുക, ലിങ്ക് ചെയ്യിപ്പിക്കുക, അല്ലെ? ജോയിൻ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ലിങ്ക് ചെയ്യിപ്പിക്കുക, കണക്ട് ചെയ്യുക, അല്ലെ? അതിന് വേറൊരു അർത്ഥത്തോടെ ഉണ്ട് ഡോവറ്റെയിലിന്. ഫിറ്റ് ഇൻ, അതിൽ ഫിറ്റ് ഇൻ ചെയ്യുക. ഐ ഫിറ്റ് ഇൻ ടു യുവർ ഐഡിയ. ഐ ഡോവറ്റെയിൽ വിത്ത് യു. I agree with you. I accord with you. Accord ചെയ്യുക എന്ന് പറഞ്ഞാലും അഗ്രി ചെയ്യുക, കറസ്പോണ്ട് ചെയ്യുന്ന അർത്ഥമാണ്. സോ ഡൊവറ്റെയിലിന് രണ്ടർത്ഥമുണ്ട്. ലിങ്ക് ചെയ്യിപ്പിക്കുക, ജോയിൻ ചെയ്യുക, കണക്ട് ചെയ്യുക, അതല്ലാതെ ഫിറ്റ് ഇൻ, അഗ്രി, അക്കോർഡ്. അടുത്ത ഫോൾ ബാക്ക് രണ്ടർത്ഥം. ഒന്ന് ഓൾട്ടർനേറ്റീവ്, അല്ലെ? മറ്റൊരു ചോയ്സ്, അല്ലെങ്കിൽ ചോയ്സ് അല്ലെ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ചോയ്സ്, ഓപ്ഷൻ എന്നാണ് ഫോൾ ബാക്ക്. വേറെ അർത്ഥമുണ്ട്. ഫോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ, ഡിക്രീസ് എന്നൊരു അർത്ഥമുണ്ട്. നൗൺ ആണ് ഫോൾ ബാക്ക്. ഇറ്റ്സ് നൗൺ പിള്ളേരെ, ഇറ്റ്സ് എ നൗൺ. ഒരു
കോമ്പൗണ്ട് വേർഡാണ്. രണ്ട് ഫോളും ബാക്ക് എന്ന രണ്ട് വേർഡ് കൂടിച്ചേർന്നുണ്ടായ വാക്കാണ്. ഇറ്റ്സ് ക്ലോസ്ഡ് കോമ്പൗണ്ട് എന്നുള്ള കാര്യം കൂടെ മറക്കണ്ട കേട്ടോ. അടുത്ത് നോക്കിക്കോ. വാട്ട് വി നീഡ് ഇസ് പ്രാഗ്മാറ്റിക് ടൈം ടേബിൾ വൈൽ പ്രിപ്പയറിംഗ് ഫോർ കോമ്പറ്റീവ് എക്സാം. യെസ്, പ്രാക്ടിക്കൽ. ടീച്ചേഴ്സ് ഷുഡ് ജസ്റ്റ് ഷോ ജസ്റ്റേഴ്സ് വൈൽ ടീച്ചിങ്, ദെൻ ഓൺലി ഇറ്റ് ഈസ് എഫക്റ്റീവ് ഫോർ സ്റ്റഡി. ഉറപ്പായിട്ടും അല്ലേ, കുറച്ച് ബോഡി ലാംഗ്വേജ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ ടീച്ചിങ് വിൽ ബി ലിറ്ററലി ബോറിംഗ് ആണ് സത്യം. അടുത്ത നോക്കിയേ, അക്രൂവൽ. എന്താ അക്രൂവൽ? അക്രൂവൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അക്യുമുലേറ്റ് ചെയ്ത് കൊടുക്കില്ല. അക്യുമുലേഷൻ, ഇൻക്രീസ്, അമാസ്. അത് പയ്യാണ്. പയ്യെ നിങ്ങൾക്ക് ഫിനാൻസിൽ പഠിച്ചിട്ടുണ്ട് അക്രൂവൽ. പയ്യെ ചെറുതായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് പോകില്ല, അതിനാണ് അക്രൂവൽ എന്ന് പറയാം. ഓർത്തോണേ. അടുത്ത റീകമ്പൻസ്. നൗണും വേർബും ആണ്. റീകമ്പൻസ് മീൻസ് കോമ്പൻസേഷൻ അല്ലെ റിപ്പറേഷൻ. അപ്പോൾ കോമ്പൻസേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഇൻഡംനിഫൈ ചെയ്യുക അല്ലെ, റീപേ ചെയ്യുക എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. റീപേ, ഇൻഡംനിഫൈ എന്ന് പറഞ്ഞാൽ റീപേ ചെയ്യുക. റീകമ്പൻസ് ചെയ്യുന്ന കോമ്പൻസേറ്റ് ചെയ്യുക, റിപ്പറേഷൻ എന്നാണ്. അപ്പോൾ റീപേ അല്ലെങ്കിൽ ഇൻഡംനിഫൈ എന്നാണ് വേർബ് ഫോർമുലേഷൻ. റീകമ്പൻസ് നൗണും ആണ് വേർബും ആണ്, മറക്കണ്ട. ഫോർമൽ വേർഡ് ആണ്. അടുത്ത ടെൻറ്ററ്റീവ്. ഞാൻ പറഞ്ഞില്ലേ എക്സാമിന് ടെൻറ്ററ്റീവ് ഡേറ്റ് വന്നു. LIC കോർപ്പറേഷൻ, LICയുടെ HFLന്റെ അസിസ്റ്റന്റ് മാനേജറും അസിസ്റ്റന്റ് പോസ്റ്റും വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അപ്ലൈ ചെയ്യണേന്ന്. അതിന്റെ ടെൻറ്ററ്റീവ് ഡേറ്റ് ഉണ്ട്, വന്നിട്ടുണ്ട്. ഏതാണ്? സെപ്റ്റംബറോ ഒക്ടോബറോ ആകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതാണ് എക്സാം ഡേറ്റ് പറഞ്ഞേക്കുന്നത്. അഡ്ജക്റ്റീവ് ആണ് ടെൻറ്ററ്റീവ്, പ്രൊവിഷണൽ, അൺകൺഫേംഡ്, ഇൻഡെഫിനിറ്റ്. ഉറപ്പാക്കിയിട്ടില്ല. പ്രൊവിഷണൽ ആണ്, ടെമ്പററി ആയിട്ട് ഇപ്പോൾ ഇതാണ് പറയപ്പെടുന്നത്. വി ഡോണ്ട് നോ, ഉറപ്പിച്ചിട്ടില്ല എന്ന് പറയില്ല. അപ്പൊ ടെൻറ്ററ്റീവ് എന്ന് പറഞ്ഞാൽ ടെമ്പററി, പ്രൊവിഷണൽ എന്നൊക്കെയാണ് അർത്ഥം, മറക്കണ്ട. ടെമ്പററി, പ്രൊവിഷണൽ, അൺകൺഫേംഡ് എന്നൊക്കെ അർത്ഥം, ഇൻഡെഫിനിറ്റ് എന്നൊക്കെ അർത്ഥം, മറക്കണ്ട. അടുത്ത് നോക്കിക്കട്ടെ. Dovetailing so many candidates in one session is a difficult one. പിന്നല്ലേ, I purchased easy English course for improving my core English. For my improvisation എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. for my improvisation or for my improving എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ for improving my core English എന്ന് കൊടുക്കുക കേട്ടോ. നീന മറക്കല്ലേ. ഫോർ കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് വേണം. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നൗൺ ആകാം അല്ലെങ്കിൽ പ്രൊനൗൺ ആകാം. ഇനി അതും അല്ലെങ്കിൽ യു ക്യാൻ യൂസ് ING ഫോം ഓഫ് എ നൗൺ. അപ്പൊ അത് ജെറണ്ടായി മാറും. ദാറ്റ് ഇസ് ഇംപ്രൂവിങ് കേട്ടോ. അടുത്ത് നോക്കിയേ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേഗം പോകാം. ദാ പാർ ചെയ്യുക. പാർ ചെയ്യുക മീൻസ് കട്ട് ഓഫ് ചെയ്യുക, ട്രിം ചെയ്യുക, മുറിച്ച് കളയുക, വിച്ഛേദിക്കുക, റിമൂവ് ചെയ്യുക. ഓക്കെ, അതൊന്ന്. അല്ലെങ്കിൽ വേറൊരു അർത്ഥമുണ്ട് പാർ, റെഡ്യൂസ് ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. ഓക്കെ, 10 minutes, ഗിവ് മീ 10 minutes നമ്മൾ നിർത്താം. അടുത്ത പോസിറ്റീവ് നൗൺ ആണ് അല്ലെ. പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ അർത്ഥം? സ്കേഴ്സിറ്റി, ഡെർത്ത്, ഷോർട്ടേജ്, ഇൻസഫിഷ്യൻസി, അല്ലെങ്കിൽ എന്താണ് പറയാ, ഡെഫിഷ്യൻസി അല്ലെ, ഒരെണ്ണത്തിന്റെ കുറവ്. അപ്പോൾ ഓർത്തോ, സ്കേഴ്സിറ്റി, ഡേർത്തും കുറവെന്നാണ്. ഷോർട്ടേജ്, ഇൻസഫിഷ്യൻസി, അതിനൊക്കെയാണ് പോസിറ്റീവ് ഓഫ് റിസോഴ്സസ് എന്നൊക്കെ പറയില്ലേ അത്. അടുത്ത സ്റ്റാഗേർഡ് ഒരു അഡ്ജക്റ്റീവ് ആണ്. സ്റ്റാഗർ നൗൺ ആണ്. അപ്പൊ സ്റ്റാഗറിന്റെ മീനിങ് അറിയാലോ. സ്റ്റാഗർ ഒരു നൗൺ ആണ്. അപ്പോൾ നൗണായ സ്റ്റാഗറിന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ V3 ഫോർമുലേഷൻ ആണ് സ്റ്റാഗേർഡ്. അപ്പോൾ സ്റ്റാഗർ ചെയ്യുക, ലേർച്ച് ചെയ്യുക, സ്വേ ചെയ്യുക, ആടി ഉലയുക. ഒരു എന്താ പറയുക, ഒരു പ്രോപ്പർ ആയിട്ടൊരു മൂവ്മെന്റ് അല്ല, അങ്ങനെ ആടി ഉലിഞ്ഞുകൊണ്ടിരിക്കുവാണ്, ഒരു ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന അവസ്ഥ അല്ലെ. സ്റ്റാഗർ ചെയ്യുക, ഫ്ലക്ച്വേറ്റ് ചെയ്യുക, ലേർച്ച് ചെയ്യുക, സ്വേ ചെയ്യുക. അപ്പോൾ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന അർത്ഥമുണ്ടേ, ഓർത്തോണേ. സെയിം സാധനമാണ് ഫ്ലക്ച്വേറ്റ്. അപ്പോൾ അല്ലാതെ പിന്നെ അർത്ഥമുണ്ട് അമേസ് ചെയ്യുക, അസ്റ്റോണിഷ് ചെയ്യുക, അല്ലെങ്കിൽ ഷോക്ക് ചെയ്യുക. സ്റ്റാഗർ പോസിറ്റീവ് സെൻസിലും അതിനർത്ഥമുണ്ട്, ഓർത്തോണം. രണ്ടർത്ഥമുണ്ട്, രണ്ടും അഡ്ജക്റ്റീവ് ഫോർമുലേഷനിൽ ഉപയോഗിക്കും, ഓർത്തോണം. അടുത്ത ഡിസ്ക്രിഷണറി അഡ്ജക്റ്റീവ് ആണ്. ഡിസ്ക്രിഷണറി എന്ന് പറഞ്ഞാൽ ഓപ്ഷണലാണ്, വോളണ്ടറി ആണ്. അറിഞ്ഞോ അല്ലേ, ഞാൻ വോളണ്ടറി ആയിട്ട് ചെയ്യുന്നത് എൻ്റെ സ്വയം സമ്മതത്തോടെ. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇലക്റ്റീവ് ആണ്, ഓപ്പൺ ആണ്. ദാറ്റ് ഇസ് ഡിസ്ക്രിഷണറി പവേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ കേട്ടുണ്ടായിരിക്കും. അടുത്ത ഡ്വിൻറ്റിൽ, ഞാൻ കുറച്ച് മുമ്പ് ഡ്വിൻറ്റിൽ പറഞ്ഞായിരുന്നു ആരുടെയോ സെന്റൻസിന്. ഡ്വിൻറ്റിൽ മീൻസ് ഡിമിനിഷ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, റിഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലെസൺ ചെയ്യുക അല്ലെ. ഡ്വിൻറ്റിൽ യുവർ വറീസ്, നിന്റെ വറീസ് ഒക്കെ ഒന്ന് കുറച്ചേടാ അല്ലേ, അതാണ്. അടുത്ത കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ നൗൺ ആണ്. പക്ഷെ കൺസ്ട്രെയിൻ ചെയ്യുക ഇസ് വേർബ്. കൺസ്ട്രെയിൻ ഇസ് വേർബ്. റെഡ്യൂസ് ചെയ്യുക, റെസ്ട്രിക്ട് ചെയ്യുക അല്ലെ. കൺസ്ട്രെയിൻ ചെയ്യുക ഇസ് വേർബ്. റിസ്ട്രെയിൻ. അതുപോലെ കംപ്ലെയിൻ, കൺസ്ട്രെയിൻ, റെസ്ട്രിക്ട് ചെയ്യുക, ലിമിറ്റ് ചെയ്യുക, കേർബ് ചെയ്യുക. സോ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുമ്പോൾ നൗൺ ആണ്. മറക്കല്ല, വന്ന നൗൺ ആണ്. അതിന്റെ അർത്ഥം റെസ്ട്രിക്ഷൻ, ലിമിറ്റേഷൻ, കേർബ്. സോ ഫൈനലി വേഗം നിങ്ങളുടെ 2-3 സെന്റൻസ് കൂടെ ഉള്ളത് ഞാൻ വായിച്ചിട്ട് വേഗം ആർട്ടിക്കിളോട്ട് പോവാണ്. മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടേ പിള്ളേരെ. Accumulation of income in the company helped them well. Great. Fallback in life is not that much easy. Yes. ആണ്. Could you tell me what are the options for ex-servicemen in KPSC? ഉറപ്പായിട്ടും ex-servicemenനും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. കാരണം നമുക്ക് എല്ലാ എക്സാംസും, കോമ്പറ്റീവ് എക്സാം, KPSCക്ക് മാത്രമല്ല എല്ലാ കോമ്പറ്റീവ് എക്സാംസിനും നമ്മുടെ SSCക്ക് 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്, OBCക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്, എക്സ് സർവീസ്മാന് 10 years ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ടും എനിക്കൊന്ന് 10 years 8 years എന്തുകൊണ്ട്. അപ്പോൾ എന്തായാലും ഏത് എക്സാമിന് അപ്ലൈ ഏജ് റിലാക്സേഷൻ കൂടുതലാണ്, അത് ഫീ റിലാക്സേഷനും കൂടുതലാണ്. അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. അത് ഓരോന്നും ഇറ്റ് വേരീസ് ഇൻ ഡിഫറെന്റ് എക്സാംസ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ഓൺ ടു ആർട്ടിക്കിളോട്ട് പോവാണ്. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടേ. ഈശ്വര പണിവാളി. അപ്പോൾ എന്തായാലും
നമ്മൾ നമ്മുടെ IBPS POയുടെയും LIC അസിസ്റ്റന്റിന്റെയും അസിസ്റ്റന്റ് മാനേജറിന്റെയും കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. പ്രിലിംസ് ഫോക്കസ് ബാച്ചാണ്, 22-ാം തീയതി തുടങ്ങും. വേഗം ജോയിൻ ചെയ്യാം. ഞാൻ പിന്നെ പറയാണ്, ലൈവ് ബാച്ച് ആണ് ഈ കോഴ്സിന്റെ പ്രത്യേകത. August 22 മാത്രമല്ല, ഈ ഒരു കോഴ്സിന് 2250 രൂപയുള്ളൂ. അടിപൊളി കോഴ്സാണ് കേട്ടോ, ലൈവാണ്. ഇനി എന്നാൽ അതല്ല, നിങ്ങൾക്ക് ഇതല്ലാതെ നിങ്ങൾക്ക് ഫൗണ്ടേഷനോട് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാങ്കിന്റെ വീഡിയോ കോംപ്രഹെൻസീവ് ബാച്ച് ഉണ്ട്. അതിൽ GA ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ റീസണിങ് ആൻഡ് മാത്ത് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 1460 രൂപയ്ക്ക് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് പ്രീ റെക്കോർഡ് ക്ലാസ്സുകളാണ്, അഡ്വാൻസ് ഫൗണ്ടേഷൻ ഒരുമിച്ച് ഒറ്റയടിക്ക് കിട്ടും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ, റെക്കോർഡ് കാണാൻ താല്പര്യമുണ്ട്, ബേസിക്സ് സെറ്റാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട, കോഴ്സ് എടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ആർട്ടിക്കിൾ ഇതാണ്, ജസ്റ്റ് ഇൻ കേസ് എന്നാണ് ആർട്ടിക്കിൾ. ഇപ്പോൾ ആർട്ടിക്കിൾ ടൈറ്റിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കി ഒരു തംസപ്പ് ഇട്ട്, അപ്പോഴേക്കും ഞാൻ എൻ്റെ പേൻ എടുത്തിട്ട് ഇപ്പോൾ വരാം കേട്ടോ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് അല്ലേ, അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം, സമയം കളയണ്ട. ലെറ്റ്സ് മൂവ്. ആർട്ടിക്കിൾ തുടങ്ങുവാണ്, ജസ്റ്റ് ഇൻ കേസ്. അപ്പോൾ ജസ്റ്റ് ഇൻ കേസ് എന്താണ്, ഈ നമ്മുടെ കേസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഭീമ കൊറിഗൺ കേസ് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞു തരാം. അപ്പോൾ മനസ്സിലായെങ്കിൽ എല്ലാവരും തംസപ്പ് ഇടുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഇടുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇങ്ങനെയല്ലേ പിള്ളേ നമ്മൾ സ്നേഹം കാണിക്കുന്നത് അല്ലേ, മനുഷ്യരല്ലേ പിള്ളേ. സോ ജസ്റ്റ് ഇൻ കേസ് എന്താണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്, എന്തോ വലിയ ബാഡായ കാര്യം വരാൻ പോവാണ്, അതിനെതിരെ നമ്മൾ പ്രൊട്ടക്ഷൻ എടുക്കുകയാണ്, അതാണ് ഇത്. നോക്കിയേ, ഇറ്റ് ഈസ് ടൈം ദ ടെനബിലിറ്റി ഓഫ് ദ ഭീമ കൊറിഗൺ കേസ് വാസ് എക്സാമിൻഡ് ബൈ കോർട്ട്സ്. അപ്പോൾ കോർട്ട് എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യണം ഭീമ കൊറിഗൺ കേസിന്റെ ടെനബിലിറ്റി. ടെനബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അക്സെപ്റ്റബിലിറ്റി, നമുക്കത് അക്സെപ്റ്റ് ചെയ്യണോ, ഭീമ കൊറിഗൺ കേസിന്റെ ടെനബിലിറ്റി അല്ലെ അക്സെപ്റ്റബിലിറ്റി അല്ലെങ്കിൽ ജസ്റ്റിഫയബിലിറ്റി, അതിനെ ജസ്റ്റിഫൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഒരു ചോദ്യമാണ്. അപ്പോൾ അക്സെപ്റ്റബിലിറ്റി ജസ്റ്റിഫയബിലിറ്റി ഇത് നമുക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭീമ കൊറിഗൺ കേസ് എന്താ അറിയില്ലാത്തവർക്ക് വേണ്ടി ഒരു ജനറൽ അവയർനെസ് പോലെ ഞാൻ ഭീമ കൊറിഗൺ കേസിനെ പറ്റി പറഞ്ഞുതരാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ്. അപ്പോൾ അത് കോർട്ട് എക്സാമിൻ ചെയ്യപ്പെടുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ദ ഗ്രാന്റ് ഓഫ് ബെയിൽ ടു ദ 82-year-old Telugu poet and activist Varavara Rao on medical grounds is a welcome relief to at least one of those arraigned in the controversial Bhima Koregan case under the Unlawful Activities Prevention Act. The Supreme Court has rightly ignored the arguments on behalf of the National Investigation Agency NIA. The age is not a factor in considering grant of bail for one involved in an attempt to overthrow the democratically elected government, and that his medical condition is not serious enough. It cannot be forgotten that tribal rights activist Father Stan Swami, another നോക്കാം. പറഞ്ഞു വരുന്നത് ഇതാണ്, ഇപ്പൊ ഈ ഭീമ കൊറിഗൺ കേസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഒരു ബെയിൽ കൊടുക്കാൻ പോകുന്ന ഒരു ബംഗാളി അല്ല തെലുഗു പോയിട്ട്, ബംഗാളി അല്ല തെലുഗു പോയിട്ട് കേട്ടോ. അപ്പൊ നമ്മളൊരു തെലുഗു പോയിട്ടിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ആ പുള്ളിക്കാരന്റെ പുള്ളിക്ക് തടവിലാക്കിയായിരുന്നു. അപ്പോൾ അയാൾക്ക് ബെയിൽ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. ഇയാളുടെ പ്രത്യേകത എന്താ, ഇയാൾക്ക് 82 വയസ്സാണ്, ഒരു തെലുഗു പോയിട്ടാണ്, മറക്കണ്ട, ആൻഡ് ആക്ടിവിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഇയാളുടെ പേരെന്താ, വരവാര റാവു. എനിക്കറിയത്തില്ല ഇത് എന്താ വായിക്കേണ്ടത്, തെലുഗു ഒന്നും എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് വരവാര റാവു എന്നാണ് ഇയാളുടെ പേര്. ആൻഡ് മെഡിക്കൽ എക്സാമിൻ ചെയ്ത് മെഡിക്കൽ ഗ്രൗണ്ട്സിന്റെ പേരിൽ, ആ ഒരു ബേസിസിന്റെ പേരിൽ ഒരു വെൽക്കം റിലീഫാണ്. അറ്റ്ലീസ്റ്റ് എന്താ വൺ ഓഫ് ദോസ് ഈ ഒരു കോൺട്രവേഴ്സ്യൽ കേസിൽ, ഭീമ കൊറിഗൺ കേസ് വളരെ പേര് കേട്ട പ്രശസ്തമായ ഒരു കേസാണ് ഭീമ കൊറിഗൺ കേസ്. ഈ കേസിലെ ഒരാൾക്കെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരാൾക്ക്, വൺ ഓഫ് ദോസ് ആർ അറൈവ്ഡ്, അതായത് ഇതിൽ ഇൻക്രിമിനേറ്റ് ചെയ്യപ്പെട്ടവരല്ലേ, അല്ലെങ്കിൽ ഇംപ്രസന്റ് ചെയ്യപ്പെട്ടവരില്ലേ ഒരാളിൽ, അല്ലെ കുറ്റം ആരോപിക്കപ്പെട്ടവർ, അക്യൂസ്ഡ് ആയവരില്ല, അങ്ങനെയല്ലേ, അങ്ങനെ കൊടുക്കാം, അക്യൂസ്ഡ് ആയ ആൾക്കാരിൽ ഒരാളെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും ഒരു ഇത് കൊടുത്തല്ലേ, ബെയിൽ കൊടുത്തു, അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും ഗ്രാന്റ് ചെയ്തു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഓർക്കണേ, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിന്റെ പേരും പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇത് ഗ്രാന്റ് ചെയ്ത് ബെയിൽ ഗ്രാന്റ് ചെയ്ത്. അതൊരു വെൽക്കം നോട്ടാണ് നമ്മുടെ കോർട്ടിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നു. അപ്പൊ എന്താ വായിച്ചു നോക്കാം. സുപ്രീം കോർട്ട് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ചെയ്തു. ഇപ്പൊ ഈയിടെയായിട്ട് സുപ്രീം കോർട്ട് എല്ലാം എന്താ പറയുക, ഹെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോർട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് കേസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ. അപ്പൊ പലമായിട്ടും ഇഗ്നോർ ചെയ്തിരുന്നു ആർഗ്യുമെന്റ്സ് ഓൺ ദി ബിഹാഫ് ഓഫ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആയിട്ട്. അപ്പൊ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പറഞ്ഞു, NIA യോട് ഇവർ പറഞ്ഞു, അതിന്റെ ആ ബെഹാഫിൽ ഇഗ്നോർ ചെയ്യപ്പെട്ടായിരുന്നു, ബെയിൽ കൊടുക്കില്ല. കാരണം എന്താ,
ഏജ് ഒരു ഫാക്ടർ ഒന്നുമല്ല. ഏജ് കാരണം ഒരാൾക്ക് ബെയിൽ കൊടുക്കുക എന്നുള്ളത് ഒരു പിറ്റി ഇഷ്യൂ ആണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഇങ്ങനെ ഒരാൾ ഈ കേസിൽ ഇയാൾ അറ്റംപ്റ്റ് ചെയ്തെന്ന ഹി അറ്റംപ്റ്റഡ് ടു ഓവർത്രോ ദി ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെന്റ്. ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ആയിട്ട്, അതായത് മനുഷ്യരായിട്ട് തെരഞ്ഞെടുത്ത ഡെമോക്രാറ്റിക്കലി നോർമലായിട്ട് നമ്മൾ കോമൺ പീപ്പിൾ ഇലക്ട് ചെയ്ത ഒരു ഗവൺമെന്റിനെ ഓവർത്രോ ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തിയെന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എഗൻസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അങ്ങനെ ഒരാളിൽ ഏജ് എന്നൊരു പേരും പറഞ്ഞുകൊണ്ട് അയാൾക്ക് ബെയിൽ കൊടുക്കേണ്ട കാര്യമില്ലെന്ന് സുപ്രീം കോടതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ റൈറ്റ്ലി ഇഗ്നോർ ചെയ്തായിരുന്നു അങ്ങനെയുള്ള ആർഗ്യുമെന്റ്. അത് അല്ല, അങ്ങനെയുള്ള NIA പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം NIA പറഞ്ഞപ്പോൾ സുപ്രീം കോർട്ട്, NIA ആണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ സുപ്രീം കോർട്ട് അതിനെ എതിർത്തായിരുന്നു. ആൻഡ് എന്നിട്ട് പറഞ്ഞു തന്നെ അയാളുടെ മെഡിക്കൽ ഇതനുസരിച്ച്, മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് വലിയ സീരിയസ് ഒന്നും അല്ല എന്നാണ് NIAയുടെ റിപ്പോർട്ടിൽ പറഞ്ഞത്. അപ്പൊ അത് സുപ്രീം കോർട്ട് അങ്ങ് തള്ളിക്കളഞ്ഞു. ആൻഡ് ഒരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ല, വേറൊരു ട്രൈബൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആയ ഫാദർ സ്റ്റാൻ സ്വാമി എന്ന് പറഞ്ഞ വേറൊരാൾ, ഇല്ല എക്സാമ്പിൾ ആയിട്ട് വേറൊരാളെ പറ്റി പറയുകയാണെങ്കിൽ ഫാദർ സ്റ്റാൻ സ്വാമി എന്ന് പറഞ്ഞ ഒരാളും ഇതുപോലെ ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു. അനദർ ഒക്ടജനറേൻ ആക്ടിവിസ്റ്റ് അല്ല, ഒക്ടജനറേൻ 80 വയസ്സ് കൂടുതലുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ അയാളും അറസ്റ്റ് ചെയ്യപ്പെട്ടായിരുന്നു. സെയിം കേസിൽ ഡൈഡ് ഓഫ് പോർ ഹെൽത്ത്, മരിച്ചു അയാൾ പുവർ ഹെൽത്ത് കാരണം. ഈവൻ വൈൽ ഹിസ് പെറ്റീഷൻ ഫോർ ബെയിൽ ഓൺ ഹെൽത്ത് ഇഷ്യൂസ് വാസ് ബീൻ ഹിയർഡ്. അത് കേട്ടോണ്ടിരുന്ന സമയത്ത് ഈ ബെയിലിന്റെ ഇയാൾ പെറ്റീഷൻ കൊടുത്തിട്ട് ഹെൽത്ത് ഇഷ്യൂസിന്റെ പേരും പറഞ്ഞുകൊണ്ട് അയാൾക്ക് ബെയിൽ ഗ്രാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ പെറ്റീഷൻ കോർട്ട് കേട്ടോണ്ടിരുന്ന സമയത്ത് അയാൾ മരിച്ചുപോയായിരുന്നു, ഫാദർ സ്റ്റാൻ സ്വാമി. അപ്പോൾ ഈ കേസിൽ ഇൻക്ലൂഡ് ചെയ്ത വേറൊരാളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങേരെ നമ്മുടെ റാവുയുടെ കേസിനെ നമ്മൾ മൈൻഡ് ചെയ്യണം. അപ്പോൾ സുപ്രീം കോടതി അതിൽ ഇടപെട്ടു, അതാണ് പറയുന്നത് കേട്ടോ. ഇൻ മിസ്റ്റർ റാവുസ് കേസ് ഹി വാസ് ടേക്കൺ ഇൻ ടു കസ്റ്റഡി ഇൻ ഓഗസ്റ്റ് 2018. 2018 അയാളെ കേസിൽ കസ്റ്റഡിയിൽ എടുത്തത് കേട്ടോ. ആൻഡ് ഗ്രാൻഡഡ് ഇന്ററിം ബെയിൽ ഫോർ 6 months ഓൺ ഹെൽത്ത് ഗ്രൗണ്ട്സ് ഇൻ ഫെബ്രുവരി 2020. അങ്ങനെ 2021 അപ്പൊ ഓഗസ്റ്റ് 2008 അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, കസ്റ്റഡിയിൽ എടുക്കപ്പെട്ടു. അങ്ങനെ അയാൾക്ക് അതിനുശേഷം 6 മാസത്തേക്ക് എന്ത് കൊടുത്തു, ഹെൽത്ത് ഗ്രൗണ്ടിന്റെ പേരും പറഞ്ഞു. ഫെബ്രുവരി 2021 അയാൾക്ക് ബെയിൽ, ഇന്ററിം ബെയിൽ, ഒരു ടെമ്പററി ബെയിൽ കൊടുത്തു. കുറച്ച് താൽക്കാലികത്തേക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ട് ടെമ്പററി ആയിട്ട് ബെയിൽ കൊടുത്തു. 2021 ഫെബ്രുവരിയിൽ 6 മാസത്തെ ബെയിൽ ഹെൽത്ത് ഇഷ്യൂസിന്റെ പേരും പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചെയ്തപ്പോൾ ബോംബെ ഹൈക്കോർട്ട് ഹെൽഡ് ചെയ്തപ്പോൾ set a date. Bombay High Court had set a date for him to return to custody after treatment, but it has been extended from time to time. അങ്ങനെ ബോംബെ ഹൈക്കോർട്ട് പറഞ്ഞു, നീ തിരിച്ചു വരണം, ഡേറ്റ് റിട്ടേൺ കസ്റ്റഡിയിലോട്ട് റിട്ടേൺ ചെയ്യണം ആഫ്റ്റർ ദ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിങ്ങനെ പയ്യെ ലാഗ് ചെയ്ത് പൊക്കോണ്ടേ ഇരിക്കുകയായിരുന്നു. ഹാവിംഗ് റിഗാർഡ് ടു ഹിസ് ഏജ്, ശരിക്കും പറഞ്ഞാൽ അയാളുടെ ഏജിനോട് നമ്മൾ പേയിങ് അറ്റൻഷൻ ടു ഹിസ് ഏജ്, അയാളുടെ പേയിങ് കെയർഫുൾ അറ്റൻഷൻ, ഓർക്കണേ, പേയിങ് റിഗാർഡ് എന്ന് പറഞ്ഞാൽ കെയർഫുൾ അറ്റൻഷൻ അയാളുടെ ഹെൽത്ത് നമ്മൾ കൊടുത്തുകൊണ്ട് സുപ്രീം കോർട്ട് പറഞ്ഞു ഹാസ് റിമൂവ് ദ ടൈം ലിമിറ്റ് ആൻഡ് ഗിവൺ ഹിം റെഗുലർ ബെയിൽ. അങ്ങനെ ടൈം ലിമിറ്റ് മാറ്റിയിട്ട് അയാൾക്ക് എന്ത് കൊടുത്തു, അത് റിമൂവ് ചെയ്തു. വയസ്സിന് കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് സുപ്രീം കോർട്ട് പറഞ്ഞു റെഗുലർ ബെയിൽ കൊടുത്തു. albeit with the conditions that he stay in Mumbai and not get in touch with witnesses. അയാൾക്ക് ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഇന്ററിം ബെയിൽ എടുത്ത് മാറ്റിയിട്ട് അയാൾക്ക് ഫുൾ ബെയിൽ കൊടുത്തു. ഒരു തൽക്കാലം അയാൾക്ക് റെഗുലർ ബെയിൽ കൊടുത്തിട്ട് പറഞ്ഞു താനൊരു കാര്യം ചെയ്തു, മുംബൈയിൽ സ്റ്റേ ചെയ്യണം, വേറെ എവിടെയും പോയത് മുംബൈയിൽ തന്നെ സ്റ്റേ ചെയ്യണം. ആൻഡ് ഡോണ്ട് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് വിറ്റ്നസ്സുകളായിട്ട്, അല്ലേ, നമ്മുടെ എന്താണ് വിറ്റ്നസ്സുകളുമായിട്ട് ഒരിക്കലും കോൺടാക്ട് ചെയ്യാനോ കാണാനോ കേൾക്കാനോ അവരോട് കാണാനോ ഫോണിൽ സംസാരിക്കാനോ അവർക്ക് കത്തെഴുതാനോ പാടില്ല കേട്ടോ. അങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. മുംബൈയിൽ തന്നെ സ്റ്റേ ചെയ്യണമെന്നും അതുപോലെ തന്നെ വിറ്റ്നസ്സുമായിട്ട് ടച്ച് ആവരുതെന്നും പറഞ്ഞിട്ടുണ്ട്. Court has also taken note of the fact that charge sheet has been filled in the case, but the trial court is yet to frame charges. അപ്പോൾ പ്രശ്നം എന്താ, കേസ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ അപ്പൊ കോർട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ കേസ് ഷീറ്റ് ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ട്രയൽ കോർട്ട് ഇസ് യെറ്റ് ടു ഫ്രെയിം ചാർജസ്. ഇതൊരു ചാർജ് ഫ്രെയിം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ കേസിൽ എന്താ ഒതന്റിസിറ്റി ഉള്ളതെന്നാണ് കോർട്ട് ഇവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് സീ ഫർദർ ദർ ഇസ് നോ ക്ലെയിം ദാറ്റ് ഹി മിസ്യൂസ്ഡ് ഇന്ററിം ബെയിൽ ഇൻ എനി വേ. മാത്രമല്ല അത് കൂടാതെ അയാൾ അത് മിസ്യൂസ് ചെയ്തു എന്ന് പറയാനായിട്ട്, ഇയാൾ ഇതിനെ മിസ്യൂസ് ചെയ്തു എന്ന് പറയാൻ, ബെയിലിനെ മിസ്യൂസ് എന്ന് പറയുന്ന ഒരു രീതിയും ഇല്ലതാനും. അപ്പൊ അതിന് നമുക്ക് നൈസായിട്ട് അങ്ങനെ പറയാൻ പാടില്ലല്ലോ, അതാണ് പറയുന്നത്. ദ ഓപ്ഷൻസ് ഓഫ് ആൻ അക്യൂസ്, നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നതാണ്, ഓപ്ഷൻസ് ഓഫ് ആൻ അക്യൂസ് ടു ഗെറ്റ് ബെയിൽ അണ്ടർ UAPA are largely limited to health grounds because bail on merits is nearly impossible to get. Under this law, the accused have to demonstrate that the allegation made against him in police version is prima facie not true. അപ്പോൾ പറയേണ്ട കാര്യം എന്തറിയോ, ഇപ്പോൾ ഒരുപാട് കാര്യം പറഞ്ഞു വരുവാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഒരു അക്യൂസ് ചെയ്യപ്പെടുന്ന ഒരാളുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെയിൽ കിട്ടാനുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ബെയിൽ അണ്ടർ UPA എന്ന് പറയുന്നതിന് ഒന്ന് ലിമിറ്റഡ് ആയിട്ടുള്ള, വളരെ ലിമിറ്റഡ് ആയിട്ട് ഹെൽത്ത് ഗ്രൗണ്ട്സിന്റെ ബേസില്ല. കാരണം ബെയിൽ എന്ന് പറഞ്ഞാൽ ഓൺ മെറിറ്റിന്റെ പേര് പറഞ്ഞ് ബെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ, നല്ല സ്വഭാവത്തിന്റെ പേര് ബെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഇമ്പോസിബിളാണ്, വളരെ ഇമ്പോസിബിൾ ആയ ഒരു കാര്യമാണ്. അതൊന്നും കിട്ടാറില്ല. ആകപ്പാടെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടാണ് ഹെൽത്ത് ഗ്രൗണ്ട്സിന്റെ പേര് പറഞ്ഞിട്ട് ഒരാൾക്ക് ലിമിറ്റ് ചെയ്യുന്നത്. അങ്ങനെ UAPയുടെ ഏയുടെ അനുസരിച്ചില്ല, അങ്ങനെയാണ് ആകപ്പാടെ ബെയിൽ കിട്ടുന്ന ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞാൽ ചോയ്സ് ആകപ്പാടെ ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അതാണ് പറയുന്നത്. ഇനി നോക്കാം അടുത്തെന്താ, ഈ ലോ അനുസരിച്ച്, ഈ UAPA ലോ അനുസരിച്ച് അക്യൂസിന് എന്ത് ചെയ്യാം, ഡിമോൺസ്ട്രേറ്റ് ചെയ്യാം,
അതായത് കാണിച്ചു കൊടുക്കാം, അയാൾക്ക് വ്യക്തമാക്കി കൊടുക്കാം, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാം, എനിക്കെതിരെയുള്ള ആരോപണങ്ങൾ, അലിഗേഷൻസ്, എനിക്കെതിരെയുള്ള ക്ലെയിംസ് മെയ്ഡ് അഗൻസ്റ്റ് ദം, എനിക്കെതിരെയുള്ള ക്ലെയിംസ് പോലീസ് വേർഷനിൽ, അതായത് പോലീസ് വേർഷനിലെ പ്രൈമ ഫേഷ്യയിൽ ട്രൂ അല്ല, ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്കെതിരെയുള്ള കേസ് ട്രൂ അല്ല എന്ന് അവർക്ക് വേണ്ടി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുത്താൽ, അതൊരു വക്കീലിനൊക്കെ വെച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇന്ററിം ബെയിൽ കിട്ടുള്ളൂ. അപ്പോൾ പോലീസിന്റെ തെറ്റാണ് കാണണം. ദിസ് ഓൺഡ്രസ് കണ്ടീഷൻ, ഇത് ഓൺഡ്രസ് ഓൺ ആർഡ്വസ്, കുറേ ഒന്നും എനിക്ക് എഴുതാൻ പോലും പറ്റില്ല പിള്ളേർ, അതാണ്. അപ്പോൾ ആർഡ്വസ് കണ്ടീഷൻ, ആർഡ്വസ് എന്ന് പറഞ്ഞാൽ വളരെ എഫേർട്ടുള്ള ട്രബിൾസം കണ്ടീഷനാണ്, ഭയങ്കര കഷ്ടപ്പാട് അല്ലേ, വളരെ ഹെർക്കൂലിനായിട്ടുള്ള കണ്ടീഷനാണ്. ഇറ്റ്സ് നോട്ട് ഈസി ടു ഫുൾഫിൽ, എത്ര എളുപ്പത്തിൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല, എസ്പെഷ്യലി ആഫ്റ്റർ ദ സുപ്രീം കോർട്ട് in NIA versus Zahur Ahmad Shah Watali ruled that. ആ കേസിൽ റൂൾ ചെയ്ത്, സുപ്രീം കോടതി റൂൾ ചെയ്ത്, ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഇതൊന്ന് ശ്രദ്ധിച്ചു, ഇതെന്താ കേസ് എന്നൊന്നും അറിഞ്ഞിരുന്നത് നല്ലതാണ്, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. എസ്സേക്ക് എഴുതുന്നവരെ ഈ കേസ് എന്നാ നോക്കണം. NIA വേഴ്സസ്, എനിക്കറിയില്ല അതുകൊണ്ടാണ്, സഹൂർ അഹമ്മദ് ഷാ വത്താലി എന്ന സഹൂർ അഹമ്മദ് ഷാ വത്താലിയുടെയും NIAയുടെയും വേഴ്സസ് കേസ് ഏതാണെന്ന് നോക്കിയേക്കണേ. ആ കേസിൽ സുപ്രീം കോടതി റൂൾ ചെയ്തായിരുന്നു, വൈൽ കൺസിഡറിംഗ് ബെയിൽ കൺസിഡർ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, ദ കോർട്ട് ഷുഡ് നോട്ട് ഗോ ഡീപ്പ് ഇൻ ടു ദ മെറ്റീരിയൽ അഗൈൻസ്റ്റ് എ പേഴ്സൺ ആൻഡ് മസ്റ്റ് ഡിസൈഡ് വെദർ ദ പ്രോസിക്യൂഷൻ കേസ് ഇസ് ട്രൂ ബേസ്ഡ് ഓൺ ദ ബ്രോഡ് പോസിബിലിറ്റീസ് ഓഫ് ദ കേസ്. ഒരുപാട് ഡീപ്പായിട്ട് അതിന്റെ പേഴ്സണൽ ഇഷ്യൂസിലോട്ടൊന്നും പോകണ്ട, ആകെപ്പാടെ എന്ന് നോക്കിയാൽ മതി. യു ഹാവ് ടു ബി ട്രൂ ആണോ നോക്കുക, ബ്രോഡ് പ്രോബിലിറ്റീസ് ഉള്ളത് കേസിലോട്ട് ട്രൂ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി, അല്ലാതെ വേറൊരു കാര്യത്തിലും ഇടപെടാൻ പോകേണ്ട കാര്യം ഇല്ല എന്ന് നമ്മുടെ ഇതിൽ ആ ഒരു കേസിൽ NIA വേഴ്സസ് സഹൂർ അഹമ്മദ് ഷാ വത്താലിയുടെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നോക്കിയോണത് എന്താണ്. However, എന്നിരുന്നാലും Supreme Court has indeed got around this limitation by treating any long delay in holding the trial and violation of the fundamental rights as grounds to grant bail even in UAPA cases. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ല, ബെയിൽ ഗ്രാൻഡ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ സീരിയസ് ആയി സുപ്രീം കോടതി തീരുമാനിച്ചായിരുന്നു. അപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചു, ഇനി ഇങ്ങനെ ഒരു ഗ്രൗണ്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ലിമിറ്റേഷൻ വരാൻ പാടില്ല, ബൈ ട്രീറ്റിംഗ് എനി ലോങ് ഡിലേ. ഇനി ഡിലേ വരാൻ പാടില്ല, ബെയിൽ കിട്ടാതെ ആരും ഡിലേ ആവാൻ പാടില്ല. അങ്ങനെ ട്രയൽ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് അല്ലെ, ഡിലേ ഇൻ ഹോൾഡിംഗ് ദ ട്രയൽ, ഡിലേ ചെയ്യുകയാണ്, നമ്മൾ ട്രയൽ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് പിടിച്ചു വെച്ചുകൊണ്ട് ഇരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അവരുടെ ബേസിക് ഫണ്ടമെന്റൽ റൈറ്റ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബെയിൽ കൊടുക്കാതെ ഗ്രാൻഡ് ചെയ്തിരിക്കുമ്പോൾ കിട്ടുന്നത്. അത് UPA കേസുകളിൽ പോലും ഇനി പാടില്ല. UPA കേസുകൾ കുറച്ചുകൂടെ സീരിയസ് ആ കേസുകൾ പോലും ഇനി പാടില്ല എന്ന് ആര് തീരുമാനിക്കുവാണ്, നമ്മുടെ സുപ്രീം കോടതി തീരുമാനിച്ചിട്ടിരിക്കുവാണ്. അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്, നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വരാൻ കോർട്ടിൻ്റെ. അപ്പോൾ അങ്ങനെ വരുന്നപ്പോൾ ഭീമ കൊറിഗൻ കേസിന്റെ കാര്യത്തിൽ വരുമ്പോൾ, ഭീമ കൊറിഗൻ കേസ് ഈസ് ആൻ ഓഫ് ഷൂട്ട്, എന്താണ് പറയുക, അതൊരു ബ്രാഞ്ച് ആണ്. ഇറ്റ്സ് ലൈക്ക് ആൻ അഡിഷൻ ഓഫ് ഡിസ്റ്റർബൻസസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഡ്യൂറിംഗ് എ കമമറേറ്റീവ് ഇവന്റ് ഓൺ December 31st, 2017 in Pune. It was used to rope in lawyers and activists and build a case of an alleged Maoist plot to overthrow the government. നോക്കിയേ, ഈ കേസ് എന്താണെന്ന് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നോക്കിക്കേ, ഇതും ഈ ഭീമ കൊറിഗൻ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേസാണ്. ശരിക്കും ലിറ്ററലി ഈ കേസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ കേസ് എന്തിനു വേണ്ടി വന്നേന്നറിയോ, ഭീമ കൊറിഗൻ കേസ് അതൊരു അഡിഷൻ ആണ്, അപ്പൻഡേജ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നാട്ടിൽ അറിയപ്പെടുന്ന കുറെ ഇതില്ലേ, ഈ ഡിസ്റ്റർബൻസ് ഉള്ള ഇവന്റുകളിൽ അതിലൊരു അഡിഷൻ ആയിട്ട്, അപ്പൻഡേജ് ആയിട്ട് നമുക്ക് ഇതിനെയും കാണാൻ പറ്റും. ഇറ്റ്സ് ഓൾസോ ആൻ അപ്പൻഡേജ്. അത് that happened, that occurred during, എപ്പോഴാണ് നടന്നത്, occurred during a commemorative ഒരു സെലിബ്രേറ്ററി എലമെന്റ്, സെലിബ്രേറ്ററി ഇവന്റ്, ഒരു സെലിബ്രേറ്ററി ഇവന്റ് നടന്നു December 31st, 2017 പൂനെയിൽ വെച്ചിട്ട് ഒരു സെലിബ്രേറ്ററി ഇവന്റ് നടന്നായിരുന്നു. അന്ന് നടന്ന ഒരു കാര്യത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ഈ കേസ് വന്നേക്കുന്നത്. അപ്പോൾ എന്താ നടന്നതെന്ന് നോക്കണ്ടേ. അതിൽ പറയപ്പെടുന്നത് ഇറ്റ് വാസ് യൂസ് ടു, അത് യൂസ് ചെയ്യപ്പെട്ടു, ആ സെലിബ്രേറ്ററി ഇവന്റിനെ യൂസ് ചെയ്യപ്പെടുന്നതിനാ റോപ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ലോയേഴ്സിനെ പെർസ്വേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ആക്ടിവിസ്റ്റുകളായിട്ട് കേട്ടോ, ടു ബിൽഡ് എ കേസ് ഓഫ് ആൻ അലജ്ഡ് മാവോയിസ്റ്റ് പ്ലോട്ട്. ആക്ടിവിസ്റ്റുകളെയും ലോയേഴ്സിനെയൊക്കെ പെർസ്വേഡ് ചെയ്തിട്ട് ഒരു കേസ് ബിൽഡ് ചെയ്തെടുക്കണം. എന്തിനു വേണ്ടിട്ടാ, ക്ലെയിം ചെയ്യപ്പെടും സോ കോൾഡ് മാവോയിസ്റ്റ് പ്ലോട്ട്. ഇത് മാവോയിസ്റ്റുകൾ നടത്തിയ ഒരു പ്ലോട്ടാണ് അല്ലെ. ഇത് മാവോയിസ്റ്റ് എന്ത് പറഞ്ഞാലും നക്സലൈറ്റിന്റെ തലയിൽ ഇടുന്നത്, എന്തൊരു പ്രശ്നം വന്നാലും പറയും നക്സലൈറ്റുകൾ കൊണ്ടുവന്ന പരിപാടിയാണ് കേട്ടോ. അപ്പൊ ക്ലെയിം ചെയ്യപ്പെടുന്നത്, ഇങ്ങനെയാണ് പറയപ്പെടുന്നത്, ക്ലെയിംഡ്, സപ്പോസ്ഡ്, ഇങ്ങനെയാണ് സപ്പോസ് ചെയ്യപ്പെടുന്നത് മാവോയിസ്റ്റ് പ്ലോട്ട് ഓവർത്രോ. ഗവൺമെന്റിനെ ഓവർത്രോ ചെയ്യാൻ വേണ്ടി മാവോയിസ്റ്റുകളും നക്സലൈറ്റുകളും കൃത്യമായിട്ട് കളിക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടൊരു കാര്യമായിട്ടാണ് ഈ ഒരു കമ്മമറേറ്റീവ് ഇവന്റിനെ കാണപ്പെടുന്നത്. There are credible reports that electronic evidence in the case could have been planted using spyware to implicate the accused. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ റിലയബിൾ ആയ റിപ്പോർട്ട്, നല്ല ഒതന്റിക് ആയിട്ടുള്ള കേട്ടോ, റിലയബിൾ എന്ന് പറഞ്ഞാൽ ഒതന്റിക് ആയിട്ടുള്ള, നമുക്ക് ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. അതായത് ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട്, ഈ കേസിൽ ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് സ്പൈവെയറിനെ പ്ലാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ കേസിനെ ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇംപ്ലിക്കേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആ കേസിനെ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ അക്യൂസ്ഡിനെ വേണമെങ്കിൽ നമുക്ക് ഇംപ്ലിക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, മേക്ക് ചെയ്യാൻ പറ്റും. പുള്ളിയെ നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും, അക്യൂസ്ഡ് ആണെന്ന് പറഞ്ഞ് ഇംപ്ലിക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഇറ്റ് ഈസ് ടൈം ദ കോർട്ട്സ് എക്സാമിൻ ദ കോർ ക്വസ്റ്റ്യൻ
ബേസിക് ക്വസ്റ്റ്യൻ ഇവിടെ നമ്മുടെ കോർട്ട് എന്താ ചെയ്യേണ്ടത്? ഒരു വളരെ ബേസിക് ആയ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട്. ആ ബേസിക് ക്വസ്റ്റ്യനെ അഡ്രസ് ചെയ്തേ പറ്റൂ നമ്മുടെ കോർട്ട്. വെദർ ദ കേസ് ഇറ്റ്സെൽഫ് ഈസ് ടെനബിൾ ഓർ വൺ ഫാബ്രിക്കേറ്റഡ് ടു കോർണർ സം ആക്ടിവിസ്റ്റ്. ചില ആക്ടിവിസ്റ്റുകളെ അല്ലെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ അവരെ സറൗണ്ട് ചെയ്യാൻ വേണ്ടി, അവരെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ചില ആക്ടിവിസ്റ്റുകളെ സറൗണ്ട് ചെയ്യാൻ വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്തത് ആണോ, അല്ലെ ഫാബ്രിക്കേറ്റ് മെനഞ്ഞെടുത്തതാണോ, ഓർ അത് ടെനബിൾ ആണോ, നമുക്കത് ഡിഫെൻസ് ചെയ്യാൻ പറ്റുമോ, ഡിഫെൻസിബിൾ ആണോ, നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ, ഡിഫെൻസിബിൾ ആണോ, ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ, ഈ കേസ് ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്ന ഒരു കേസാണോ, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണോ, ഓർ ഒരു ഫാബ്രിക്കേറ്റഡ് കേസാണോ, മെനഞ്ഞെടുക്കപ്പെട്ട കേസാണോ, അല്ലെ ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെടുമോ? ഞാൻ പറഞ്ഞില്ലേ, ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെടുന്ന എന്താ അർത്ഥം? നമ്മൾ മെനഞ്ഞെടുത്തൊരു കേസാണോ എന്നുള്ളത് അത് കോർട്ട്സ് എല്ലാം അത് ചിന്തിക്കേണ്ട ഒരു കാലം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ കോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ ആദ്യം നോക്കേണ്ടത് അതിന്റെ ഒതന്റിസിറ്റി ആണ്. ആ ഒതന്റിസിറ്റി ശരിയല്ലെങ്കിൽ അത് തെറ്റാണ്, ഒതന്റിക് ആയ ഒരു കേസ് അല്ലെങ്കിൽ ഇത് തെറ്റാണ് കേട്ടോ. ദ ജുഡീഷ്യറി ഷുഡ് നോട്ട് കൗണ്ടനൻസ് ദ പ്രൊലോങ്ഡ് ഇൻകാർസറേഷൻ മീൻസ് ഇംപ്രസൺമെന്റ്. ഇത്രയും നീണ്ട ഇംപ്രസൺമെന്റ് ഓഫ് എനിവൺ ഇൻ എനി കേസ് ഓഫ് ഡൗട്ട്ഫുൾ വാലിഡിറ്റി ഇല്ല, ഡൗട്ട്ഫുൾ വാലിഡിറ്റി ഉണ്ടെങ്കിൽ ഇങ്ങനൊരു കേസിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ജുഡീഷ്യറി ഒരിക്കലും കൗണ്ടനൻസ് ചെയ്യാൻ പാടില്ല. എന്താ കൗണ്ടനൻസ് ചെയ്യാമെന്ന അപ്രൂവ് ചെയ്യാൻ പാടില്ല, ഒരിക്കലും അപ്രൂവ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരു കേസ് ഇത്രയും പ്രൊലോങ്ഡ് ആയിട്ട് നീണ്ടു നിൽക്ക് പോകുന്ന ഇംപ്രസൺമെന്റ് ഒരാൾക്കും കൊടുക്കാൻ പാടില്ല. അതും കേസിനെ പറ്റി ഒരു ഉറപ്പുമില്ല, ഒരു ഒതന്റിക് ആയ റിസോഴ്സ് ആണെന്ന് പോലും അറിയില്ലാത്തൊരു കേസിനെ പറ്റി നമ്മൾ ഒരിക്കലും എന്ത് കൊടുക്കാൻ പാടില്ല, അതിന് ഇങ്ങനെയുള്ള കാര്യം കൊടുക്കാതെ പരമാവധി അതിന് എന്ത് ചെയ്യാം, വേഗം പരിപാടി തീർക്കുക. അല്ലാതെ ഇംപ്രസൺമെന്റ് ഇത്ര നീട്ടിക്കൊണ്ട് പോരുത്, അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിച്ച് തീരുമാനം എടുക്കണം എന്ന് കൃത്യമായിട്ട് ഒരു വാർണിംഗ് ആണ് കൊടുക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് ആൻ ആർഗ്യുമെന്റേറ്റീവ് എസ്സേ എന്ന് തന്നെ പറയാം, അല്ലെ ഇറ്റ്സ് ലൈക്ക് ആൻ ആർഗ്യുമെന്റേറ്റീവ് എന്ന് പറയാം. അനലിറ്റിക്കൽ ആണോ ചോദിച്ചാൽ ആണ്, ബട്ട് ലിറ്റിൽ മോർ ആർഗ്യുമെന്റേറ്റീവ് ആണ്, ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുന്നത്, അല്ലെ ഇറ്റ്സ് ആർഗ്യുമെന്റേറ്റീവ് ആർട്ടിക്കിൾ എന്ന് ഞാൻ പറയുവാണ്. ഇറ്റ്സ് എസ്സേ അല്ല, ആർഗ്യുമെന്റേറ്റീവ് ആർട്ടിക്കിൾ. ക്ലിയർ ആണോ പിള്ളേരെ? ഒരു ആർഗ്യുമെന്റ് ആണ്, ഇപ്പോൾ ഒരു ഫോൾസ് കേസ് ആണെന്ന് തന്നെയാണ് ഇവിടെ പറയപ്പെടുന്നത്. കാരണം ഇതുവരെ ഒരു കാര്യം ഇതിനെ പറഞ്ഞിട്ടില്ല, ഉണ്ടോ ഒതന്റിക് ആണോ എന്ന് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ അല്ലെ പിള്ളേരെ? നോക്കട്ടെ. accumulation of income in the company helped them well. Fall back in life is not that much easy. പറഞ്ഞു. Discretionary powers of the court must be exercised carefully. Yes. Triumph of Neeraj Chopra in Tokyo Olympics staggered the whole nation. Yes. My moods അല്ല, my mood, എൻ്റെ മൂഡ് അല്ലെങ്കിൽ my mood fluctuation അല്ലെ, my mood staggers. My moods അല്ല, my mood ആണ് അഭിലാഷേ, staggers most of the time. എല്ലാവർക്കും ഉണ്ടോ അത് mood fluctuations. The paucity of resources leads to rise in price of essential commodities. Yes, great. കേട്ടോ, എന്ന് പേടിക്കുന്ന അഭിലാഷം എല്ലാവർക്കും ഈ മൂഡ് ഫ്ലക്ച്വേഷൻസ് കേട്ടോ, പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പിള്ളേരെ ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ നമുക്ക് സ്പോട്ട് ദറിലോട്ട് പോകാം. ഗിവ് മീ തംസ് അപ്പ് ഇഫ് ഇറ്റ് ഇസ് ഓക്കെ. ഓക്കെ ആണെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ട് പിള്ളേരെ, എന്നിട്ട് നമുക്ക് വേണ്ട പോവാം നമ്മുടെ സെഷനിലോട്ട് പോകാം. Can we go to the question? Question ഇതാണ്. Nitish Kumar will find convincing voters more difficult than to find allies. എന്തായിരുന്നു ഇവിടുത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ? പറയാവോ? ആൻസർ പറ പിള്ളേരെ. there is an accusation that it is a fabricated case. ആണ് ഒരു ഫാബ്രിക്കേറ്റഡ് കേസ് ആണ് ഇത് എന്നുള്ള ഒരു അക്യൂസേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് സുപ്രീം കോർട്ട് ഇന്റർവീൻ ചെയ്തത്, അല്ലെ? മാത്രമല്ല ബഫർ സോൺ കേസ് ഇനി വരുമ്പോൾ സുപ്രീം കോർട്ടിന്റെ അടുത്തോട്ട് സമീപിക്കാൻ പോകണം നമ്മൾ. സുപ്രീം കോർട്ടിന്റെ അടുത്ത് എന്തുകൊണ്ടാണ് ബഫർ സോൺ ഇങ്ങനെ പോയിട്ടുണ്ട്? സാധാരണക്കാരെ എഫക്ട് ചെയ്യും, ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നമില്ല. അപ്പം നമ്മളെപ്പോലുള്ള പുൽപ്പള്ളി പ്രദേശം, നമ്മളെ കാടിന് കഴിഞ്ഞിട്ട് വരുന്ന ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളെപ്പോലെ എടുത്ത് ബഫർ സോൺ ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ പെടും. അങ്ങനെ പ്രശ്നമുണ്ട്. ഞങ്ങളുടെ ഏരിയ മൊത്തം പോകും, പിന്നെ അതിൽ തൊടാൻ പറ്റില്ല, അതിൽ കൾട്ടിവേഷൻ നടക്കില്ല, അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കില്ല, ഒരു സംഭവം നടക്കില്ല. അപ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബിഗർ വൺ. നമ്മൾ വിചാരിച്ചേക്കാളും വലിയൊരു കാര്യമാണ്. അപ്പം അതിനെപ്പറ്റിയാണ് ബഫർ സോണിന്റെ കാര്യം വരുന്നത്. അതുപോലെ ഇങ്ങനെ ഒരുപാട് കേസുകളുണ്ട്, അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കുറച്ച് കേസുകൾ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, അഡ്രസ്സ് ചെയ്തേ പറ്റൂ. ഓക്കെ, ക്ലിയർ അല്ലേ പിള്ളേരെ? ഓക്കെ ആണല്ലോ പിള്ളേരെ? ആണെങ്കിൽ ആൻസർ പറ, വേഗം ആൻസർ പറ. നിർത്താം, ആൻസർ പറഞ്ഞ് നിർത്താം കേട്ടോ. എന്താ നോക്കി, നിതീഷ് കുമാർ വിൽ ഫൈൻഡ്, വില്ലാണ് മോഡലാണ്, അതിനോട് V1 വരണം. കറക്റ്റ് അല്ലേ? വിൽ ഫൈൻഡ് കൺവിൻസിങ്, ഫൈൻഡ് കഴിഞ്ഞിട്ട് ഫൈൻഡിന് ഒബ്ജക്റ്റീവ് ആണ് കൺവിൻസിങ്. ഫൈൻഡ് കൺവിൻസിങ് വോട്ടേഴ്സ് മോർ ഡിഫിക്കൽട്ട് ദാൻ ടു ഫൈൻഡ്. ദാൻ എന്ന് പറയുന്നതിനെ ഒന്ന് ശ്രദ്ധിച്ചോളാം, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദാൻ എന്ന് പറയുന്നതിന് ഈ പാരലസും കീപ്പ് ചെയ്യണം, അല്ലെ? ദാൻ കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്? ടു ഫൈൻഡ് വരുമോ? ഇല്ല. ഇവിടെ കൊടുത്തേക്കുന്നത് എന്താ നോക്കിയേ, കൺവിൻസിങ്, ഫൈൻഡ് കൺവിൻസിങ്. ഇവിടെ കൊടുത്തേക്കുന്നത് ജെറണ്ട് ആണ്, ഫൈൻഡ് കൺവിൻസിങ്. അപ്പൊ ജെറണ്ട്, അപ്പൊ ഇവിടെയും ജെറണ്ട് തന്നെ വേണം. അപ്പൊ എന്ത് കൊടുക്കണം? ദാൻ ഫൈൻഡിങ്. ഫൈൻഡ് കൺവിൻസിങ് വോട്ടേഴ്സ് മോർ ഡിഫിക്കൽട്ട് ദാൻ ഫൈൻഡിങ് അലൈസ്. കേട്ടോ, ഫൈൻഡിങ് ആണ് കേട്ടോ. ഇവിടെയും ജെറണ്ട് തന്നെ കൊടുക്കണം. കാരണം എന്തുകൊണ്ടാ അവിടെ കൊടുത്തേക്കുന്ന ഫൈൻഡ് എന്ന വേർബിന് ശേഷം കൊടുത്തേക്ക് നോക്കണം. അതാ വിൽ ഫൈൻഡ് കൺവിൻസിങ് വോട്ടേഴ്സ്, കൺവിൻസിങ് ആയിട്ട് വോട്ടേഴ്സിനെ ഫൈൻഡ് ചെയ്യണം, മോർ ഡിഫിക്കൽട്ട് ദാൻ ഫൈൻഡിങ് അലൈസ്. ഓക്കെ, അതാണ് ആൻസർ. ക്ലിയർ അല്ലേ? മൂവിങ് ഓൺ. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, സ്പോട്ട് ദ
എററിലെ ഇന്നത്തെ ക്വസ്റ്റൻ ഇതാണ്. ട്രാൻസ്ഫർ മോർ ടാക്സ് devolutions to states early in the year is a prudent move. ഇതാണ് ക്വസ്റ്റൻ. കണ്ട സിമ്പിൾ ആയിട്ട് തോന്നും, അല്ല കണ്ട ടഫായിട്ട് തോന്നുന്നു, സിമ്പിൾ ആയിട്ട് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ, എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ശരിക്കും ഒന്ന് നോക്കി ആൻസർ കിട്ടും. വളരെ സിമ്പിൾ ആൻസർ ആണ് ഇതിന്. ട്രാൻസ്ഫർ മോർ ടാക്സ് devolutions to states early in the year is a prudent move. നോക്കുക ആൻഡ് ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരാം. സോ താങ്ക് യു സോ മച്ച്. ഇത്ര നേരം നിങ്ങൾ ഇപ്പോൾ ലൈവിലുള്ളവരോട് എനിക്ക് ഭയങ്കര അപ്രിസിയേഷൻ ആണ്. ഐ റിയലി റെസ്പെക്ട് യു. ഇത്ര ടൈം നിങ്ങൾ വെയിറ്റ് ചെയ്തില്ല നമ്മുടെ ഈ ടെക്നിക്കൽ ഡിഫിക്കൽറ്റി ഇടയിലും. സോ താങ്ക് യു സോ മച്ച് എവറി വൺ. അപ്പോൾ 1700 രൂപയ്ക്ക് നമുക്ക് 700 സംതിങ് അല്ലെ, 700 സംതിങ് ആണ്. 700 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മുടെ കോഴ്സ് കിട്ടും. 1700 രൂപ, 1770 രൂപയ്ക്ക് നമുക്ക് നമ്മുടെ കോഴ്സ് കിട്ടും നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. ദേവസ്വം ബോർഡിൻ്റെ എക്സാം ബാച്ച് ആണ് ഇത്. റിവിഷൻ ബാച്ച് പോലെ പക്ക നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം പഠിക്കും. 2 ക്ലാസ്സുകളാണ് പോകുന്നത്, 7 to 8:30, 9 to 10. അങ്ങനെ മോക്ക് ടെസ്റ്റുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് പെട്ടെന്ന് ഒരു എക്സാം ബാച്ചാണ് വരിക. ജോയിൻ ചെയ്യാത്തവർ കേട്ടോ. ഇനി ഓൾറെഡി ദേവസ്വം ബോർഡിലുള്ളവരാണെങ്കിലും നിങ്ങൾക്കൊരു ബേസിക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഒരു പ്രിപ്പറേഷൻ, അതായത് ഫൈനൽ റിവിഷൻ ആവശ്യമുണ്ടെങ്കിൽ വന്ന് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ 10th മെയിൻസിൻ്റെ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിച്ചു. ജൂലൈ 27-നാണ്. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 2350 രൂപയ്ക്ക് നമുക്ക് കോഴ്സ് കിട്ടും. കോഡ് മറക്കണ്ട. എല്ലാ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോഴും എൻ്റെ കോഡ് ഓർത്ത് വെച്ചോളൂ, Y314, Y314 എന്ന കോഡ് ഉപയോഗിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എവറി വൺ. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഇന്ന് വൈകിട്ട് 8 മണിക്ക് എല്ലാവർക്കും റീഡിംഗ് കോംപ്രിഹെൻഷൻ RC എന്താണെന്നുള്ളത് ഡീറ്റെയിൽ പറയാം. ബാങ്കിങ് മാത്രമല്ല, സുപ്രീം കോടതിന് പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ LICക്ക് വേണ്ടി നോക്കുന്നവർക്കും SCക്ക് വേണ്ടി നോക്കുന്നവർക്കും എല്ലാവർക്കും RC റീഡിംഗ് കോംപ്രിഹെൻഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് RC ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നത് 8 മണിക്ക്, രാത്രി 8 മണിക്ക്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. 8 മണിക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന Adda247 മലയാളം ചാനൽ. എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക മറ്റുള്ളവരോടൊക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെ എല്ലാവർക്കും. കോമന്റ് സെക്ഷനിൽ ആൻസർ ഇടാൻ മറക്കണ്ട. സജഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, പങ്കുവെക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. യു ആർ ഓൾവേസ് വെൽക്കം. Thank you so much. Take care, stay safe and be happy.